നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 22 ജൂലൈ പൈ അപ്രോക്സിമേഷൻ ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൈ അപ്രോക്സിമേഷൻ ഡേ എന്തുകൊണ്ടാണ് ജൂലൈ 22 സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പൈയുടെ ഒരു അപ്രോക്സിമേഷൻ വാല്യൂ 22/7 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ 22 ജൂലൈ 7th മന്താണ്, 22 ജൂലൈ ആണ് അപ്പോൾ പൈ അപ്രോക്സിമേഷൻ ഡേ ആയിട്ട് വരുന്നത്, വിച്ച് ഈസ് അക്യൂറേറ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. നെക്സ്റ്റ് 22 ജൂലൈ നാഷണൽ ഫ്ലാഗ് ഡേയും കൂടെയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മുടെ പ്രസൻറ്റ് ഡേ ട്രൈകളർ ഫ്ലാഗ് ഒഫീഷ്യലി നാഷണൽ ഫ്ലാഗ് ഓഫ് ദി കൺട്രി ആയിട്ട് അഡോപ്റ്റ് ചെയ്തത് 22 ജൂലൈ എന്ന് പറയുന്ന ഡേറ്റിലാണ്. 1906 ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് പിങ്കലി വെങ്കയ്യ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളൊരു ഫ്രീഡം ഫൈറ്റർ ആദ്യമായിട്ട് അട്രിബ്യൂട്ട് ചെയ്തത്. അദ്ദേഹമാണ് ഇത് ഡിസൈൻ ചെയ്തത്. പിന്നീട് അന്ന് അദ്ദേഹം അതിന് കൊടുത്തിരുന്ന കളർ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ട്രൈ കളർ ആയിരുന്നു. റെഡ്, യെല്ലോ, ഗ്രീൻ, സെൻട്രലിൽ ഒരു ക്രസൻറ്റും സ്റ്റാറും കൊടുത്തിരുന്നു. 1970 ഈ ഫ്ലാഗ് മോഡിഫൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ സാഫ്രോണും മിഡിലിൽ വൈറ്റും ഗ്രീൻ ബോട്ടത്തിലും കൊടുത്തു. ഈ ക്രസൻറ്റും സ്റ്റാറും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഒരു ട്രൈ കളർ ഫ്ലാഗിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ 22 ജൂലൈ നാഷണൽ മാംഗോ ഡേ ഓർ മാംഗോ ഡേ ആയിട്ടാണ് കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മാംഗോ. അപ്പോൾ പീപ്പിൾസിൻ്റെ ടേസ്റ്റ് ബഡ്സിനൊക്കെ ക്യാപ്റ്റിവേറ്റ് ചെയ്യിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഗ്ലോബ് കംപ്ലീറ്റ് ആയിട്ട് പല ഡിഷസ് മാംഗോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജി ഇനാഗുറേറ്റഡ് ദ 46th സെക്ഷൻ ഓഫ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി അറ്റ് ഭാരത് മണ്ഡപ്. അപ്പോൾ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്ന് പറയുന്നത് ആനുവലിയാണ് മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാറ്റേഴ്സും മാനേജ് ചെയ്യുന്നത് ഇവരാണ്. കൂടാതെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഇൻസ്ക്രൈബ് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് ജൂലൈ 21 മുതൽ ജൂലൈ 31 വരെയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ 21 മെമ്പർ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്നത് 23rd ജനറൽ അസംബ്ലി 2021 കൂടിയപ്പോഴാണ്. 4 വർഷത്തേക്കാണ് ഈ ഒരു മെമ്പർഷിപ്പ് ഇന്ത്യക്ക് കിട്ടിയത്, 2021 മുതൽ 2025 വരെ. ഇന്ത്യക്ക് 4th ടേമാണ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിൽ മെമ്പറായി വരുന്നത്. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് $1 million യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇത് മെയിനായിട്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ കൺസർവേഷൻ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്ക് 42 പ്രോപ്പർട്ടീസ് ആണ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ളത്. അതിൽ 34 കൾച്ചറലുമായിട്ട് ബന്ധപ്പെട്ടാണ്, 7 നാച്ചുറലാണ്, 1 മിക്സ്ഡ് ഹെറിറ്റേജ് സൈറ്റാണ്. നെക്സ്റ്റ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഹിസ്റ്റോറിക് മെയ്ഡം, അതും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോമിനേറ്റ് ചെയ്ത ലിസ്റ്റിൽ വരികയാണെങ്കിൽ ഇന്ത്യയുടെ 43ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ഓൺഡ്രെ അസൗളയാണ്. നമ്മൾ 350 ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ ആർട്ടിഫാക്ട്സ് ഒക്കെ പഴയ ആർട്ടിഫാക്ട്സ്, അതായത് ഇന്ത്യയിൽ നിന്ന് പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ കൊണ്ടുപോയിരുന്ന പല ആർട്ടിഫാക്ട്സും റിട്ടേൺ ഓഫ് ട്രഷർ എന്നുള്ളൊരു പേരിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഡ്വാൻസ്ഡ് AR ആൻഡ് VR ടെക്നോളജീസ് 3 ഇന്ത്യൻ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒരു ഇമ്മേഴ്സ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നതാണ്. റാണിക്കി വാവ് പത്താൻ, ഗുജറാത്ത്, അതുപോലെ കൈലാസ ടെമ്പിൾ ഓഫ് എല്ലോറ കേവ്സ്, മഹാരാഷ്ട്ര, ഹൊയ്സാല ടെമ്പിൾ ഇൻ ഹാലേബിത്, കർണാടക. ഈ 3 സ്ഥലത്താണ് വളരെ ഇമ്മൻസീവ് ആയിട്ടുള്ള അഡ്വാൻസ് AR ആൻഡ് VR ടെക്നോളജീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ്, ഗവൺമെൻറ് ഹെൽഡ് ഡിസ്കഷൻ ഓൺ ഡ്രാഫ്റ്റ് റൂൾസ് ഫോർ മോയ്സ്ചർ മീറ്റേഴ്സ് ഇൻ സീരിയൽ ഗ്രെയിൻസ് ആൻഡ് ഓയിൽ സീഡ്സ്. അപ്പോൾ ഗവൺമെൻറ് മോയ്സ്ചർ മീറ്റേഴ്സ് യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡ്രാഫ്റ്റ് റൂള് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ മോയ്സ്ചർ മീറ്റർ എന്ന് പറയുന്നത് മെഷറിങ് മോയ്സ്ചർ ലെവൽ മെഷർ ചെയ്യാനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, മെയിനായിട്ട് സെറൈൽ ഗ്രെയിൻസിലും ഓയിൽ സീഡ്സിലും. അപ്പോൾ ഇത് വേരിയസ് സബ്സ്റ്റൻസസിലെ മോയ്സ്ചർ കണ്ടന്റ് മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഡിവൈസ് തന്നെയാണ് മോയ്സ്ചർ മീറ്റർ. അഗ്രികൾച്ചർ സെറൈൽ ഗ്രെയിൻസിൻ്റെയും ഓയിൽ സീഡ്സിൻ്റെയും മോയ്സ്ചർ കണ്ടന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു അക്യൂറേറ്റ് റീഡിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കോമഡിറ്റീസിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോറേജിനും ക്വാളിറ്റിക്കും വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഈ റീഡിംഗ് നമ്മൾ എടുക്കുന്നത്.
ഇപ്പോൾ മോയ്സ്ചർ ലെവൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഫാർമേഴ്സിനും ട്രേഡേഴ്സിനും ബെറ്റർ പ്രിസർവേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, സ്പോയിലേജ് റിസ്ക് കുറയ്ക്കാൻ സാധിക്കും, സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടേഷനും വേണ്ട ഒപ്റ്റിമൽ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. നെക്സ്റ്റ്, പ്രസിഡന്റ് മുർമു പ്രസൻസ് 94 ഡിസ്റ്റിങ്ക്യൂഷ്ഡ് സർവീസ് അവാർഡ്സ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു 94 ഡിസ്റ്റിങ്ക്യൂഷ്ഡ് സർവീസ് അവാർഡ്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആംഡ് ഫോഴ്സസിലെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെയും സെർവിങ്ങും റിട്ടയറും ആയിട്ടുള്ള പേഴ്സൺസിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 31 പരം വിശിഷ്ട സേവാ മെഡൽസ്, 4 ഉത്തം യുദ്ധ സേവാ മെഡൽ, 2 ബാർത്തു അതിവിശിഷ്ട സേവാ മെഡൽസ്, 57 അതിവിശിഷ്ട സേവാ മെഡൽസുമാണ് നമ്മുടെ പ്രസിഡന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് ഡിഫൻസ് ഇൻവെസ്റ്റിറ്റ്യൂർ സെറിമണി 2024 നടക്കുമ്പോൾ അത് രാഷ്ട്രപതി ഭവനിലെ ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു അവാർഡ് കൺഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിമൈസ് ഓഫ് പത്മശ്രീ അവാർഡി കമല പൂജാരി. കമല പൂജാരി ഒരു ട്രൈബൽ വുമൺ ആണ്, ഒഡീഷയിൽ നിന്നുള്ള ഒരു ട്രൈബൽ വുമൺ ആണ്. ഓർഗാനിക് ഫാമിങ്ങിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ വലുതാണ്. മെയിനായിട്ട് പാഡിയുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള വെറൈറ്റീസ്, അത് ഓവർ ഹൺഡ്രഡ്സ് ഓഫ് വെറൈറ്റീസ് ആണ് അവർ പ്രിസർവ് ചെയ്തത്. അപ്പോൾ അഗ്രികൾച്ചറിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ കണക്കിലെടുത്ത് അവർക്ക് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പത്മശ്രീ അവാർഡ് 2019 കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ പർട്ടിക്കുലർലി റിസർച്ച് പ്രോഗ്രാം MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കൊറാപുട്ടിൽ 1994 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവരും അതിലൊരു ലീഡറായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് കലാജീര എന്ന് പറയുന്ന ഒരു ഹൈ ക്വാളിറ്റി ഹൈ ഈൽഡിങ് ആയിട്ടുള്ള റൈസ് വെറൈറ്റി ബ്രീഡ് ചെയ്തെടുത്തത്. അപ്പോൾ റയർ വെറൈറ്റി ഓഫ് പാഡി ആയിട്ടുള്ള ടിലി, അതുപോലെ മച്ചക്കന്ത, ഘനാത്തിയ, ഫൂല പോലുള്ള പലതരം വെറൈറ്റീസ് ഇവർ പ്രിസർവ് ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ എഫേർട്സ് കണക്കിലെടുത്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ കൊറാപുട്ടിനെ ഗ്ലോബലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 2012 ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പോൾ കൊറാപുട്ട് എന്ന് പറയുന്നത് UN ഇക്വേറ്റർ ഇനീഷ്യേറ്റീവ് അവാർഡിന് വേണ്ടി സെലക്ട് ചെയ്തിരുന്നു. അത് പ്രസന്റ് ചെയ്തത് പൂജാരിക്കായിരുന്നു. അത് 2002 സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ച് എർത്ത് സബ്മിറ്റ് നടന്നപ്പോഴാണ് ഇത് പൂജാരിക്ക് പ്രസന്റ് ചെയ്തത്. ഒഡീഷ ഗവൺമെന്റ് ബെസ്റ്റ് വുമൺ ഫാമർ അവാർഡ് 2004 കൊടുത്തവർ ഓർഡർ ചെയ്തിരുന്നു. അതുപോലെ ഒഡീഷ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജിയിലെ ഗേൾസ് ഹോസ്റ്റലിന് നെയിം കൊടുത്തിരിക്കുന്നത് കമല പൂജാരി എന്നാണ്. നെക്സ്റ്റ്, യൂണിയൻ മിനിസ്റ്റർ G. കിഷൻ റെഡ്ഡി ഇനാഗ്രേറ്റ്സ് ലാൻഡ്സ്ലൈഡ് ഫോർകാസ്റ്റ് സിസ്റ്റം ഇൻ കൊൽക്കത്ത. അപ്പോൾ നമുക്കറിയാം വളരെ റീസെൻ്റ് ആയിട്ട് ലാൻഡ്സ്ലൈഡ്സ് ഇന്ത്യയിൽ വളരെയധികം കൂടി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ട്. അപ്പോൾ കോൾസ് ആൻഡ് മൈൻസ് മിനിസ്റ്റർ G. കിഷൻ റെഡ്ഡിയാണ് നാഷണൽ ലാൻഡ്സ്ലൈഡ് ഫോർകാസ്റ്റിംഗ് സെന്റർ കൊൽക്കത്തയിൽ ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരു വെബ്സൈറ്റും ഒരു മൊബൈൽ ആപ്പും ലോഞ്ച് ചെയ്തു. വെബ്സൈറ്റിന്റെ പേര് ബുസാൻകട്ട് എന്നാണ്, മൊബൈൽ ആപ്പിന്റെ പേര് ബൂസ്കാലൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വളരെ ഡെസിഗ്നേറ്റ് ചെയ്ത രീതിയിൽ ഡാറ്റ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ NLFCയുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ഡെയിലി ലാൻഡ്സ്ലൈഡ് ഫോർകാസ്റ്റ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിൽ ഡിസമിനേറ്റ് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇയർലി ഫോർകാസ്റ്റിങ്ങും ലാൻഡ്സ്ലൈഡ് റിസ്ക് അസസ്മെൻറ്റും ബെറ്റർ നമ്മുടെ ഒരു അസസ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. NLFC എന്ന് പറയുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ഡാർജിലിംഗിലെയും കലിംപോങ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്, തമിഴ്നാടുലെ നീലഗിരി, ഇവിടെയൊക്കെയുള്ള ലാൻഡ് സ്ലൈഡ്സ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ഈ സിസ്റ്റം 2030 ആകുമ്പോഴത്തേക്കും ലാൻഡ് സ്ലൈഡ് പ്രോണുള്ള എല്ലാ സ്റ്റേറ്റ്സിലേക്കും എക്സ്പാൻഡ് ചെയ്യാനും കൂടിയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, റിലീജിയസ് ഫെർവോർ മാർക്സ് ആനുവൽ ഹർ ചൗദ ഫെസ്റ്റിവൽ അറ്റ് മാതാ ജ്വാലാജി ഷ്രൈൻ ഇൻ ക്രേവ് പുൽവാമ. യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീരിലാണ് പുൽവാമ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടുത്തെ ഒരു ആനുവൽ ഫെസ്റ്റിവലാണ്, ഗോഡസ് മാതാ ജ്വാലാജിയുടെ ഒരു ആനുവൽ ഫെസ്റ്റിവലാണ് ഈ പറയുന്ന ഹർ ചൗദ എന്ന് പറയുന്നത്. കാശ്മീർ ക്രൂ പംപോറെ ഏരിയ ഓഫ് പുൽവാമ ഡിസ്ട്രിക്റ്റിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവിടെ ലോക്കലി ഇത് അറിയപ്പെടുന്നത് ഹർ ചൗദ് എന്നാണ്. ആഷാദ് ചതുർത്ഥിയിൽ മെയിൻലി കാശ്മീരി പണ്ഡിറ്റുകളാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പാസിംഗ് എവേ ഓഫ് വൈറ്റ്നമീസ് ലീഡർ നഗ്യുൻ ഫു ട്രോങ് എന്ന് പറയുന്നത് വിയറ്റ്നാമീസ് റൂളിംഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കൺട്രിയുടെ വളരെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിരുന്നു. മിസ്റ്റർ ട്രോങ് എന്ന് പറയുന്നത് വിയറ്റ്നാമിലെ പൊളിറ്റിക്സിനെ 2021 വരെ ഡോമിനേറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പാർട്ടി ചീഫായിട്ടൊക്കെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ്, ഉർസുല വോൺ ഡർ ലെയൻ റീ ഇലക്റ്റഡ് ആസ് പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കമ്മീഷൻ. അപ്പോൾ ജർമ്മൻ കൺസർവേറ്റീവ് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഉർസുല വോൺ ഡർ ലെയൻ ആണ്
യൂറോപ്യൻ കമ്മീഷനിൽ പ്രസിഡന്റായിട്ട് സെക്കൻഡ് ടേമും വരുന്നത്. ആദ്യമായിട്ടാണ് യൂറോപ്യൻ കമ്മീഷന്റെ പാർലമെന്റ് ഒരു വ്യക്തിയെ 2 തവണ പ്രസിഡന്റായിട്ട് ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നോബൽ ലോറേറ്റ് റിഗോബർട്ട മെൻചൂത്തും റിസീവ്സ് പ്രസ്റ്റീജിയസ് ഗാന്ധി മണ്ഡല അവാർഡ് 2020. അപ്പോൾ ഈ അവാർഡ് എന്ന് പറയുന്നത് നെൽസൺ മണ്ടേലയുടെ 106ാമത്തെ ബർത്ത് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുക്കുന്നത്. ഈ അവാർഡ് ഗാന്ധിയുടെയും നെൽസൺ മണ്ടേലയുടെയും വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി സർവീസും സോഷ്യൽ ഡെവലപ്മെന്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകൾക്കാണ് കൊടുക്കുന്നത്. കൂടാതെ പീസ് ആൻഡ് ഹാർമണി പ്രൊമോട്ട് ചെയ്യുന്നവർക്കും ആണ് ഈ അവാർഡ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഈ അവാർഡ് ഗൗതമലാൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള റിഗോബർട്ട മെൻചൂത്തമ്മിനാണ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ അവരുടെ ലൈഫ് മുഴുവനും ഇൻഡിജിനസ് ആയിട്ടുള്ള റൈറ്റ്സിനെ അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. റിഗോബർട്ട മെൻചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വർക്കിന് നോബൽ പീസ് പ്രൈസ് 1992 കിട്ടിയിരുന്നു. അതുപോലെ പ്രിൻസസ് ഓസ്ട്രിയസ് അവാർഡ് 1998 കിട്ടിയിരുന്നു. നെക്സ്റ്റ്, AIFF അവാർഡ്സ് 2024 ചാങ്തെ ഇന്ദുമതി വിൻ ടോപ്പ് മെയിൽ ആൻഡ് ഫീമെയിൽ അവാർഡ്സ്. ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് AIFF എന്ന് പറയുന്നത്. റീസെന്റ് ആനുവൽ അവാർഡ് സെറമണി കണ്ടക്ട് ചെയ്തിരുന്നു. അവിടെ വെച്ച് ഇന്ത്യൻ ഫുട്ബോളിലെ 2023-24 സീസണിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ്സ് നേടിയെടുത്ത ആളുകളെ റെക്കഗ്നൈസ് ചെയ്തിരുന്നു. അപ്പോൾ ടോപ്പ് ഓണർ കിട്ടിയത് ലലിയാൻസുവല ചാങ്തെ എന്ന് പറയുന്ന ഒരാൾക്കും അതുപോലെ ഇന്ദുമതി ഖദ്രീഷൻ എന്ന് പറയുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലെയേഴ്സിനാണ് ഈ വർഷത്തെ പ്ലെയർ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയത്. നെക്സ്റ്റ്, ഇന്ത്യസ് പയേഴ്സ് ആൻഡ് അമൃത്രാജ് മേക്ക് ഹിസ്റ്ററി ജോയിനിങ് ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം. ഫോർമർ ഡബിൾസ് വേൾഡ് നമ്പർ 1 ആയിട്ടുള്ള ലിയാൻഡർ പയേഴ്സും ടെന്നീസ് ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള ആക്ടർ ആൻഡ് പ്ലെയർ ആയിട്ടുള്ള വിജയ് അമൃത്രാജും ഫസ്റ്റ് ഏഷ്യൻ മെൻ ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് എത്തിയിരിക്കുകയാണ്. ലിയാൻഡർ പയേഴ്സ് ആൻഡ് വിജയ് അമൃത്രാജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 28th നേഷനെ മെയ്ഡ് ഇന്ത്യ ദ 28th നേഷൻ റെപ്രസെന്റിംഗ് ഇൻ ദ ഹാൾ ഓഫ് ഫെയിം. ഹാൾ ഓഫ് ഫെയിമിൽ ഇന്ത്യനെ 28th നേഷനായിട്ട് മാറ്റിയിരിക്കുകയാണ്. റോഡ് ഐലൻഡിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പം അമൃതരാജ് എന്ന് പറയുന്നത് 1970 മുതൽ 1993 വരെയാണ് അവർ പ്ലേ ചെയ്തിരുന്നത്. 15 ATP സിംഗിൾ ടൈറ്റിൽസ് അവർ വിൻ ചെയ്തിരുന്നു. 399 മാച്ചസ് കളിച്ചിരുന്നു. വേൾഡിലെ 18ാമത്തെ ഹൈ പൊസിഷൻ റാങ്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഇന്ത്യ 1974-ലും 1987-ലും ഡേവിസ് കപ്പ് കളിച്ചപ്പോൾ ഒരുപാട് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്ത ആളാണ്. പിയാസ് എന്ന് പറയുന്നത് 18 ടൈം ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആണ്, ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും. അതുപോലെ പ്ലെയർ who was selected in the player category after honing his trade in Amritraj Youth Academy. പയേഴ്സിന് ബ്രോൺസ് മെഡൽ കിട്ടിയായിരുന്നു 1996 ഒളിമ്പിക്സ് ഗെയിംസ് അറ്റ്ലാന്റയിൽ വെച്ച് നടന്നപ്പോൾ. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രോൺസ് മെഡലായിരുന്നു അത് ഈ ഒരു കാറ്റഗറിയിൽ. ടെന്നീസിൽ സമ്മർ ഗെയിംസിൽ ഒരേ ഒരു മെഡൽ വാങ്ങിച്ച ആൾ ഇദ്ദേഹമായിരുന്നു. നെക്സ്റ്റ്, 23rd ജൂലൈ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിരുന്നു. ഇപ്പം 1923 ജൂണിലാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ജേർണി ബിഗിൻ ചെയ്യുന്നത്. റേഡിയോ ക്ലബ് ഓഫ് ബോംബെസ് ഫസ്റ്റ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ജൂലൈ 23, 1927 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഒരു ബർത്ത് ആയിട്ടാണ് കൺട്രിയിൽ കണക്കാക്കുന്നത്. ഈ ഡേ ആണ് നമ്മളിപ്പോൾ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ റേഡിയോ എമർജ്ഡ് ഇൻ 1936 ഇവോൾവിംഗ് ഫ്രം ദ ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ ഈ ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ ഓൾ ഇന്ത്യ റേഡിയോ എക്സ്പാൻഡ് ചെയ്തു, റാപ്പിഡ്ലി എക്സ്പാൻഡ് ചെയ്തു. അതിൻ്റെ ആകാശവാണി എന്നുള്ളൊരു പേര് 1956 വന്നു. വിവിധ് ഭാരതി സർവീസ് 1957 ലോഞ്ച് ചെയ്തു. അതുപോലെ ഇതൊരു പോപ്പുലർ ഫിലിം മ്യൂസിക് പോപ്പുലർ ഫിലിം മ്യൂസിക് ആസ് ഇറ്റ്സ് മെയിൻ കമ്പോണന്റ്. ഇതിൻ്റെ ഒരു മെയിൻ കമ്പോണന്റ് ആയിട്ട് പോപ്പുലർ ഫിലിം മ്യൂസിക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ എയർ ഇന്ത്യ റേഡിയോ സ്റ്റേഷന് 591 സ്റ്റേഷൻസ് ഉണ്ട്. 98% ഇന്ത്യൻ പോപ്പുലേഷൻസിലേക്ക് ഇത് റീച്ച് ഉണ്ട്. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് 23 ലാംഗ്വേജസിലും 146 ഡയലക്ട്സിലുമാണ്. നെക്സ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ടു ഒബ്സർവ് ശിക്ഷ സപ്താഹ് ഫ്രം 22 ജൂലൈ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി 22 ജൂലൈ മുതൽ ഒരു വീക്ക്, അതായത് 28 ജൂലൈ വരെ ശിക്ഷാ സപ്താഹമായിട്ടാണ് ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ശിക്ഷാ സപ്താഹിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് പ്രൊമോട്ട് കൊളാബറേഷൻ ആൻഡ് ഇമ്പാക്ട്ഫുൾ എഡ്യൂക്കേഷണൽ റീഫോംസ്. ഈ എഡ്യൂക്കേഷൻ റീഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇത് സ്റ്റുഡൻസിലും എഡ്യൂക്കേറ്റേഴ്സിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിലും ഈ ഒരു എഡ്യൂക്കേഷൻ റീഫോം എത്തിക്കുക, അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിൽ ഇതൊരു തീം ബേസ്ഡ് ആയിട്ടാണ് ഒബ്സർവ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ ഡേ ഉണ്ട്, ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി ഡേ ഉണ്ട്, സ്പോർട്സ് ഡേ ഉണ്ട്, കൾച്ചറൽ ഡേ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഡേ ആയിട്ട് ഡിഫറെൻറ്റ് തീം ആയിട്ടാണ് ഇത് ഒബ്സർവ് ചെയ്തത്.
നെക്സ്റ്റ് PM മോദി ലോഡ്സ് ഇന്ത്യസ് ബെസ്റ്റ് എവർ പെർഫോമൻസ് ഇൻ ഇന്റർനാഷണൽ മാത്ത് ഒളിമ്പിയാഡ്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ മന്തിന്റെ തുടക്കത്തിൽ UK വെച്ച് ബാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് നടന്നത്. 108 പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതായിരുന്നു. ഇന്ത്യക്ക് 4 ഗോൾഡ് മെഡലും 1 സിൽവർ മെഡലുമാണ് അവിടെ കിട്ടിയത്. നെക്സ്റ്റ്, നീതി ആയോഗ് ആൻഡ് വിപ്പോ ടു ബിൽഡ് ജോയിന്റ് പ്രോഗ്രാംസ് ടുവേർഡ്സ് ഇന്നോവേഷൻ, എന്റർപ്രണർഷിപ്പ് ആൻഡ് IP ഫോർ ഗ്ലോബൽ സൗത്ത്. നീതി ആയോഗ് ഒരു ജോയിന്റ് ലെറ്റർ ഓഫ് ഇന്റന്റ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനുമായിട്ട് ചേർന്ന് സൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് അണ്ടർ അതൽ ഇന്നോവേഷൻ മിഷൻ. അപ്പം ഇത് പ്രോഗ്രാംസ് ബിൽഡ് ചെയ്യാനാണ്, അതായത് ഇന്നോവേഷൻ, എന്റർപ്രണർഷിപ്പ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇതിനൊക്കെ പ്രോഗ്രാംസ് ബിൽഡ് ചെയ്യുക, കൺട്രിയുടെ ഗ്ലോബൽ സൗത്തിലേക്കുള്ള കൺട്രിയുടെ ഒരു ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് IPR റൈറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇൻക്രീസ് ചെയ്യിക്കാൻ സഹായിക്കും. സ്കൂൾ ലെവലിൽ തന്നെ അത് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. ഇന്നോവേഷനായിട്ട് പൊട്ടൻഷ്യൽ വേൾഡിലേക്ക് കൊണ്ടുവരാനും ഇതുവഴി സാധിക്കും. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് വരും, ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ രീതിയിലുള്ള എക്കണോമിക് ഗ്രോത്ത് വരും. വിപ്പോ എന്ന് പറയുന്നത് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ആനുവലി റിലീസ് ചെയ്യുന്ന ഒരു നോഡൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2023 റിപ്പോർട്ട് പ്രകാരം 132 എക്കണോമീസിനെ ഫീച്ചർ ചെയ്യുന്ന ഈ ഒരു റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് 40ാമതാണ്. നെക്സ്റ്റ്, എയർബസ് ആൻഡ് ടാറ്റ ടു ലോഞ്ച് ഫസ്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ H125 ഹെലികോപ്റ്റർ ബൈ 2026. അപ്പോൾ എയർബസ് ടാറ്റയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ അസംബ്ലി ലൈൻ ഫോർ H125 ഹെലികോപ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇതിന്റെ പ്രൊഡക്ഷൻ 2026 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനീഷ്യൽ ഔട്ട്പുട്ട് 10 ഹെലികോപ്റ്റേഴ്സ് പെർ ഇയർ ആണ്. പക്ഷേ എയർബസ് എയിം ചെയ്യുന്നത് ആനുവലി ഒരു 50 ഹെലികോപ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹെലികോപ്റ്റർ മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ ഈ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് കൂട്ടാനും എഞ്ചിനീയറിംഗ് കാപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനും ഒക്കെ ഇന്ത്യയെ സഹായിക്കും. നെക്സ്റ്റ്, ഗവൺമെന്റ് ലോഞ്ചസ് OTT പ്ലാറ്റ്ഫോം ഹലോ മേഘാലയ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫിലിം മേക്കേഴ്സിന് അപ് ടു 5 lakh പെർ ഫിലിം ഒരു അഡീഷണൽ ഫണ്ടിങ് നാഷണലി ഇന്റർനാഷണലി അക്ലൈം ചെയ്ത ഫിലിംസിന് കൊടുക്കും. അതുപോലെ ഹ്യൂജ് യൂത്ത് പോപ്പുലേഷൻ ബേസ് ചെയ്ത് ഗവൺമെന്റ് ഓഫ് മേഘാലയ ഹലോ മേഘാലയ OTT പ്ലാറ്റ്ഫോം വരുമ്പോൾ ഇതിനകത്തേക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യാനും എക്കണോമിക് ഗ്രോത്ത് ഇനാബിൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് റീജിയണൽ ലാംഗ്വേജസ്, ലിമിറ്റഡ് റീച്ച് ഉള്ള റീജിയണൽ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ ഇത് ആദ്യം ലോഞ്ച് ചെയ്തത് കേരള ഗവൺമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, INS തെഗ് റെസ്ക്യൂസ് 8 ഇന്ത്യൻസ് ഫ്രം ക്യാപ്സൈസ്ഡ് ഓയിൽ ടാങ്കർ നിയർ ഒമാൻ. ഇപ്പോൾ ഇന്ത്യൻ വാർഷിപ്പാണ് INS തെഗ് എന്ന് പറയുന്നത്. അത് 9 സെയിലേഴ്സിനെ റെസ്ക്യൂ ചെയ്തു. 8 ഇന്ത്യൻസും 1 ശ്രീലങ്കനുമാണ് അതിൽ ഉൾപ്പെടുന്നത്. ഇവർ കൊമറോസ് ഫ്ലാഗ്ഡ് ഓയിൽ ടാങ്കറിൽ ഓൺബോർഡിലായിരുന്നു. MT ഫാൽക്കൺ പ്രസ്റ്റേജിൽ അവിടെ നിന്നാണ്, ഒമാൻ കോസ്റ്റിനടുത്ത് നിന്നാണ് ഇവരെ ഇന്ത്യൻ റെസ്ക്യൂ ചെയ്തത്. INS തെഗ് എന്ന് പറയുന്നത് 3 ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സ് ഉണ്ട്, അതിലൊന്നാണ്. ആ 3 ഗൈഡ്സിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ INS തർക്കാഷ്, INS ത്രികാന്ത് ഒക്കെയാണ്. പ്രൊജക്ട് 17Aയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. INS തെഗ് എന്ന് പറയുന്നത് നേവിക്ക് കമ്മീഷൻ ചെയ്തത് 27 ഏപ്രിൽ 2012 നെക്സ്റ്റ്, മൈസൂരുസ് ക്യാപ്റ്റൻ സുപ്രീത ബിക്കംസ് ഫസ്റ്റ് വുമൺ ഓഫീസർ ടു ബി ഡിപ്ലോയ്ഡ് അറ്റ് സിയാച്ചിൻ ഗ്ലേഷ്യർ. അപ്പോൾ ക്യാപ്റ്റൻ സുപ്രീത CT മൈസൂരിൽ നിന്നുള്ളൊരു ലേഡിയാണ്. അവർ സിയാച്ചിൻ ഗ്ലേഷ്യറിലേക്ക് ആർമി എയർ ഡിഫൻസ് കോർപ്സിന്റെ ഫസ്റ്റ് വുമൺ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവർ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നത് ലെഫ്റ്റനന്റ് കേണലായിട്ട് 2021 നെക്സ്റ്റ്, ന്യൂ പ്ലാന്റ് സ്പീഷീസ് ഡിസ്കവേർഡ് ഇൻ അരുണാചൽ പ്രദേശ് സാങ്ച്വറി. അപ്പോൾ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കൂട്ടം റിസർച്ചേഴ്സ് ആണ് ഈ പ്ലാന്റ് സ്പീഷീസിനെ ഡിസ്കവർ ചെയ്തത്. ഫ്ലോഗാകാന്തസ് സുദൻസു സിഖാരി എന്നാണ് ഈ പ്ലാന്റിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇറ്റാനഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പപ്പൂംപാരെ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ഈ സ്പീഷീസിന് ഡോക്ടർ സുദൻസു ശേഖർ ദാഷ് എന്ന് പറയുന്ന BSIയിലെ സയന്റിസ്റ്റിന്റെ പേര് ആണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഓണർ ചെയ്തുകൊണ്ടുള്ള ഒരു പേരാണ് ഇതിന്റെ സ്പീഷീസിന് ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ്, ബൈഡൻ വിഡ്രോ ഫ്രം 2024 US പ്രസിഡൻഷ്യൽ റേസ്. അപ്പോൾ US പ്രസിഡൻഷ്യൽ റേസ് അല്ലെങ്കിൽ US പ്രസിഡൻഷ്യൽഷിപ്പിൽ നിന്ന് ബൈഡൻ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹത്തിന്റെ he citing some concerns about his mental acuity and ability. ഡൊണാൾഡ് ട്രംപിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൺസേൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റീഇലക്ഷൻ ക്യാമ്പയിൻ എൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇത് നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് കമല ഹാരിസ് ആണുള്ളത്. അവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് ഏഷ്യൻ അമേരിക്കൻ വുമൺ ആയിട്ട് അവർ മാറും. നെക്സ്റ്റ്, യുക്കി
ബാംപ്രി അൽബാനോ ഒലിവെട്ടി ക്ലിഞ്ച് മെൻസ് ഡബിൾ ടൈറ്റിൽ അറ്റ് ATP സ്വിസ് ഓപ്പൺ. അപ്പോൾ ATP സ്വിസ് ഓപ്പൺ ATP ടൂർ ടെന്നീസ് ടൂർണമെന്റിൽ മെൻസ് ഡബിൾസ് ടൈറ്റിൽ ഇന്ത്യയുടെ യുക്കി ബാംബ്രിയും അവരുടെ ഫ്രഞ്ച് പാർട്ണറായിട്ടുള്ള അൽബാനോ ഒലിവെട്ടും കിരീടം നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ്, നൂനോ ബോർഗസ് ബീറ്റ് നഡാൽ ടു ലിഫ്റ്റ് സ്വീഡിഷ് ഓപ്പൺ മെൻസ് സിംഗിൾ ട്രോഫി. അപ്പോൾ നൂനോ ബോർഗസ് എന്ന് പറയുന്നത് പോർച്ചുഗീസിന്റെ പ്ലെയർ ആണ്. അവർ സ്പെയിനിന്റെ പ്ലെയർ ആയിട്ടുള്ള റാഫേൽ നഡാലിനെ ഡിഫീറ്റ് ചെയ്തു. എന്നിട്ട് മെൻ സിംഗിൾസ് ടെന്നീസ് സ്വീഡനിൽ വെച്ച് നടന്നതിൽ ടൈറ്റിൽ വിൻ ചെയ്തു. ബോർഗസിന്റെ ആദ്യത്തെ ATP ടൂർ ടൈറ്റിലാണ് ഇത്. നെക്സ്റ്റ്, ഗോൾഡ് മെഡൽ ഇൻ വുമൺസ് 200 മീറ്റർ അറ്റ് സമ്മർ അത്ലറ്റിക്സ് കോമ്പറ്റീഷൻ 2024 ഇൻ വാർസോ. അപ്പോൾ വാർസോയിൽ വെച്ച് ഇപ്പോൾ സമ്മർ അത്ലറ്റിക് കോമ്പറ്റീഷൻ 2024 നടന്നപ്പോൾ വുമൺസ് 200 മീറ്ററിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് കിരൺ പഹാലാണ്. നെക്സ്റ്റ്, ദ ഓസ്ട്രേലിയൻ ഫോർമുല 1 റേസർ ഓസ്കാർ പിയാസ്ട്രി സെക്യൂർഡ് ഹിസ് ഫസ്റ്റ് എവർ F1 ടൈറ്റിൽ വിക്ടറി അറ്റ് ദ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഡ്രൈവറാണ് ഓസ്കാർ പിയാസ്ട്രി. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഫോർമുല 1 ടൈറ്റിൽ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ് 21 ജൂലൈ 2024 നടന്ന് വിൻ ചെയ്തിരിക്കുകയാണ്. ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്നത് ഹംഗാറോറിംഗ് റേസിംഗ് ട്രാക്കിൽ സ്മോൾ ഹംഗേറിയൻ ടൗൺ ആയിട്ടുള്ള മൊഗ്യോ റോഡിലാണ് നടക്കുന്നത്. നെക്സ്റ്റ്, കുഷ്മേനി സ്കോസ് മെയ്ഡൻ F2 വിക്ടറി അറ്റ് ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ്. കുഷ്മേനി എന്ന് പറയുന്നത് ഫസ്റ്റ് എവർ ഫോർമുല 2 ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സിൽ വിൻ ചെയ്തിരിക്കുകയാണ്. ഇതാദ്യം നേടിയത് റിച്ചാർഡ് വെർസ്കോർ ആണ്. പക്ഷേ അദ്ദേഹം ടെക്നിക്കൽ ഇൻഫ്രിഞ്ച്മെന്റ് കാരണം ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, മംഗളോ മാർക്കോസ് അപ്പോയിന്റഡ് ഹെഡ് കോച്ച് ഓഫ് ഇന്ത്യസ് മെൻസ് ഫുട്ബോൾ ടീം. FC ഗോവ കോച്ചാണ് മണോളോ മാർക്കോസ് എന്ന് പറയുന്നത്. അദ്ദേഹം നെക്സ്റ്റ് ഇന്ത്യൻ നാഷണൽ മെൻസ് ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ സൈഡായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സൈമൾട്ടേനിയസ്ലി അനദർ ഇയറിലേക്ക് വേണ്ടി മാനേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഗൗതം ഗംഭീർ കൺഫേംസ് നായർ ആൻഡ് റിയാൻ 10 ദോസ് ചീറ്റ് അസിസ്റ്റന്റ് കോച്ചസ്. അപ്പോൾ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഹെഡ് കോച്ചാണ്. 2 ന്യൂ അസിസ്റ്റന്റ് കോച്ചുകളെയും കൂടെ അദ്ദേഹം കൺഫേം ചെയ്തിരിക്കുകയാണ്. അഭിഷേക് നായറും അതുപോലെ റിയാൻ 10 ഡോസ് ചീറ്റും. നെക്സ്റ്റ്, PR ശ്രീജേഷ് ടു റിട്ടയർ ആഫ്റ്റർ പാരീസ് ഒളിമ്പിക്സ് ഗെയിംസ്. പാരീസ് ഒളിമ്പിക്സിന് ശേഷം ശ്രീജേഷ് റിട്ടയർ ആകുകയാണ്. അദ്ദേഹത്തിന് 18 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 328 ഇന്റർനാഷണൽ ഗെയിംസ് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദി ഹയസ്റ്റ് കേപ്ഡ് ഇന്ത്യൻ പ്ലെയർ ആണ്. ഹയസ്റ്റ് കേപ്ഡ് കറന്റ് ഗോൾ കീപ്പർ ഇൻ ദ വേൾഡ് ആണ്. ശ്രീജേഷിന് പത്മശ്രീ കൊടുത്തുകൊണ്ട് 2017 രാജ്യം ആദരിച്ചിരുന്നു. അതുപോലെ ഖേൽ രത്ന 2021 കിട്ടിയിരുന്നു. ബാക്ക് ടു ബാക്ക് ആയിട്ട് FIH ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡ് 2021 22 PR ശ്രീജേഷ് കരസ്ഥമാക്കിയിരുന്നു. നെക്സ്റ്റ്, ഓൾ ഗവൺമെന്റ് ബിൽഡിംഗ്സ് ടു ബി സോളറൈസ്ഡ് ബൈ 2025 അണ്ടർ PM സൂര്യഘർ യോജന. അപ്പോൾ ടാറ്റ പവർ കമ്പനിയുടെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ടാറ്റ പവർ റിന്യൂവബിൾ എനർജിയും NHPC റിന്യൂവബിൾ എനർജി ലിമിറ്റഡും ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് ബിൽഡിംഗ്സിൽ, അത് സെൻട്രൽ മിനിസ്ട്രീസ്, സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് എല്ലാ ഗവൺമെന്റ് ബിൽഡിംഗ്സിലും സോളാർ പ്രൊജക്ട് റൂഫ് ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഈ ഇനീഷ്യേറ്റീവ് PM സൂര്യഘർ യോജന സ്കീമിന്റെ അണ്ടറിലാണ് വരുന്നത്. ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള ബിൽഡിംഗ്സ് 2025 ഡിസംബർ ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും സോളറൈസ് ചെയ്യുക എന്നാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, PM സൂര്യഘർ യോജന എന്താണെന്ന് കൂടെ നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് വിൽ പ്രൊവൈഡ് 300 യൂണിറ്റ് ഓഫ് ഫ്രീ ഇലക്ട്രിസിറ്റി. ഓരോ മന്തും 300 യൂണിറ്റ് ഫ്രീ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യും ബെനിഫിഷ്യറീസിന്. ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 75,000 കോടി രൂപയാണ്. ഇപ്പോൾ ഫ്രീ ഇലക്ട്രിസിറ്റി സ്കീം എന്ന് പറയുന്നത് ഏർലിയർ അനൗൺസ് ചെയ്തത് ഇന്ററിം ബഡ്ജറ്റിലെ ഫിനാൻസ് മിനിസ്റ്ററാണ്. ഇതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറ്റ് എയിംസ് ടു ലൈറ്റ് അപ്പ് 1 crore ഹൗസ് ഹോൾഡ്. 1 കോടി ഹൗസ് ഹോൾഡിനെ ലൈറ്റ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എയിം. അപ്പോൾ അണ്ടർ ദി സ്കീം അർബൻ ലോക്കൽ ബോഡീസും പഞ്ചായത്തുകളും അവരുടെ ജൂറിസ്ഡിക്ഷനിലുള്ള എല്ലാ സ്ഥാപനങ്ങളും റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റംസ് പ്രൊമോട്ട് ചെയ്യണം, ഇൻസെന്റിവൈസ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ്, പാൻ ഇന്ത്യ റോൾ ഔട്ട് ഓഫ് യു-വിൻ പോർട്ടൽസ് സൂൺ. അപ്പം ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കൺട്രി വൈഡ് ആയിട്ടുള്ള റോൾ ഔട്ട് യു-വിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇതൊരു ഓൺലൈൻ വാക്സിൻ മാനേജ്മെന്റ് പോർട്ടലാണ്. ചൈൽഡ്ഹുഡ് വാക്സിനേഷന് വേണ്ടിയിട്ടാണ്. കോവിഡ് വിൻ ഉണ്ടായിരുന്നു. കോവിൻ എന്ന് പറയുന്നത് കോവിഡിന്റെ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അത് COVID-19 പാൻഡമിക്കിന്റെ സമയത്ത് വന്നതായിരുന്നു. അതുപോലെ തന്നെയാണ് യു-വിൻ എന്ന് പറയുന്നത്. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സെവറൽ സ്റ്റേറ്റ്സിൽ ഇത് വരുന്നുണ്ട്. ഓൾറെഡി ഇത് പോകുന്നുണ്ട്. നാഷണൽ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. യു-വിൻ എന്ന് പറയുന്നത് അപ് ടു 6 years വരെയുള്ള ചിൽഡ്രൻസിനും പ്രഗ്നന്റ് മദേഴ്സിനും യു-വിനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ 25 ഷോട്ട് ഒരു കുട്ടിക്ക് വരുന്ന 25 ഷോട്ട്
വാക്സിനേഷനാണ്. അതുപോലെ പ്രഗ്നന്റ് മദേഴ്സിന് 2 എണ്ണമാണ് വരുന്നത്. ഇതെല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പാരൻസിന് അവരുടെ ചിൽഡ്രൻസിൻ്റെ ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് ഡോസ് എന്നാന്നുള്ളതൊക്കെ SMS ആയിട്ട് അയക്കും. അതുപോലെ ഡിജിറ്റൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പാരൻസിന് ഫിസിക്കൽ വാക്സിനേഷൻ ബുക്ക്ലെറ്റ് ആയിട്ട് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. കൺട്രിയുടെ എവിടെ വെച്ച് വേണമെങ്കിലും വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ്, PM മോദിജി പേസ് ട്രിബ്യൂട്ട് ടു ചന്ദ്രശേഖർ ആസാദ് ഓൺ ഹിസ് ബർത്ത് ആനിവേഴ്സറി. ഇപ്പോൾ ചന്ദ്രശേഖർ തിവാരി ജൂലൈ 23 ബോൺ ചെയ്തത് 1906. മധ്യപ്രദേശിലെ ഒരു സ്മോൾ സിറ്റി ആയിട്ടുള്ള ബാവറയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ജാലിയൻവാലാബാഗ് ഇൻസിഡൻറ്റിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആൻഡ് സൂൺ ബിക്കം ദ പാർട്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലെഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ 1920. അപ്പോൾ അദ്ദേഹം യങ് ഏജിൽ, അതായത് 15 ഏജ് ആയപ്പോൾ തന്നെ അദ്ദേഹം ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. He was instrumental in reorganizing the Hindustan Republican Association into Hindustan Socialist Republican Association after the death and arrest of several key leaders including Ram Prasad Biswal. അപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ സമയത്ത് നമ്മുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. ആ ഓർഗനൈസേഷനെ റീഓർഗനൈസ് ചെയ്ത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നുള്ള പേര് കൊടുത്തത് ചന്ദ്രശേഖർ ആസാദാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാംപ്രസാദ് ബിസ്മിലൊക്കെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ലീഡറായിരുന്നു ആ സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ അറസ്റ്റിനും ഡെത്തിനും ശേഷമാണ് ഇതിങ്ങനെ ഒരു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നുള്ളൊരു രീതിയിലേക്ക് മാറ്റിയത്. ആൻഡ് ഹി വാസ് ഇൻവോൾവ് ഇൻ സിഗ്നിഫിക്കൻറ്റ് റവല്യൂഷണറി ആക്ടിവിറ്റീസ്. അദ്ദേഹം ഒരു റവല്യൂഷണറിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം റവല്യൂഷണറി ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ കക്കോരി ട്രെയിൻ റോബറി, അത് 1925 നടന്നതാണ്. HSRയുടെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു കക്കോറി ട്രെയിൻ റോബറി എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ് കമ്മിറ്റ്മെൻറ്റ് ടു ദ ആംഡ് സ്ട്രഗിൾ വാസ് ഫർദർ ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ ഹിസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ അസാസിനേഷൻ ഓഫ് ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ജോൺ സോണ്ടേഴ്സ് ഇൻ 1928, an act of vengeance for the death of ലാല ലജ്പത് റോയ്. ഇപ്പോൾ ലാല ലജ്പത് റോയിനെ ബൂട്ട് കൊണ്ട് ചെസ്റ്റിൽ ചവിട്ടി അദ്ദേഹത്തിന് പരിക്കേൽപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരണമടയുന്നത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൽ ഇൻവോൾവ് ആയിരുന്ന ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ആയിരുന്നു ജോൺ സോണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1922 ഈ ജോൺ സോണ്ടേഴ്സിനെ അസാസിനേറ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ചെയ്തിരുന്നു. അതിൽ വളരെയധികം ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായിരുന്നു ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്നത്. ഫെബ്രുവരി 27, 1931 ആസാദ് ആൽഫ്രഡ് പാർക്ക് അലഹബാദിൽ വെച്ച് പോലീസിൻ്റെ ഗൺ ഫൈറ്റിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സെൻറ്റർ ഡിനൈസ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ടു ബീഹാർ. The center said that special status to any state is given on certain parameters, and the request of Bihar for special category status was denied in 2012. അപ്പോൾ സെൻറ്റർ പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കണമെങ്കിൽ അതിന് ചില പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബീഹാറിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കുന്ന റിക്വസ്റ്റ് 2012 തന്നെ ഡിനൈ ചെയ്തിരുന്നു. പിന്നെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഇതൊരു സെൻറ്റർ കൊടുക്കുന്നൊരു ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ഡിസഡ്വാൻറ്റേജസ് ഉള്ള സ്റ്റേറ്റിനാണ് ഇങ്ങനെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 5th ഫിനാൻസ് കമ്മീഷൻ 1969 നടത്തിയ റെക്കമെൻഡേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റസ് ആദ്യം ജമ്മു കാശ്മീരിനും അസാമിനും നാഗാലാൻഡിനും 1969 കിട്ടി. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്രൊവിഷൻസ് ഒന്നും പറയുന്നില്ല. നെക്സ്റ്റ്, മിസോറാം ഐസവാൾ ടു ബിക്കം ദ 4th ക്യാപിറ്റൽ ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ടു ഗെയിൻ റെയിൽവേ കണക്ടിവിറ്റി. അപ്പോൾ ഐസവാൾ എന്ന് പറയുന്നത് മിസോറാമിലൊരു സിറ്റിയാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നാലാമത് ട്രെയിൻ സർവീസ് കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറിയിരിക്കുകയാണ്. ജൂലൈ 2025 ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ ഈസ് ലൈങ് ദ ന്യൂ ബ്രോഡ് ഗോജ് ട്രാക്ക് അപ്പ് ദ സെയ്റാങ് നിയർ ഐസവാൾ. അപ്പോൾ ഐസവാളിനടുത്തുള്ള സെയ്റാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ് ഈ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അസാമിൻ്റെ ഒരു മെയിൻ സിറ്റിയാണ് ഗുവാഹട്ടി എന്ന് പറയുന്നത് അഡ്ജോയിനിങ് ദ ക്യാപിറ്റൽ ഡിസ്പൂർ. ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല. അരുണാചൽ പ്രദേശിൻ്റെ
നഹർലാഗുൺ എന്ന് പറയുന്നൊരു സ്ഥലം. ഇതിനെല്ലാം റെയിൽവേ നെറ്റ്വർക്കിന്റെ കണക്ടിവിറ്റി ഇപ്പോൾ ഉണ്ട്. 4ാമതായിട്ടാണ് മിസോറാമിലെ ഐസവാൾ അതിനകത്തേക്ക് വരുന്നത്. നെക്സ്റ്റ്, ഹേമന്ത് സോറൻ ഗവൺമെന്റ് ടു ലോഞ്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീം ഫോർ വുമൺ. അപ്പോൾ ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ആണ് ഹേമന്ത് സോറൻ എന്ന് പറയുന്നത്. അദ്ദേഹം വില്ലേജ് ലെവൽ ക്യാമ്പ്സ് വുമൺസിനെ എൻറോൾ ചെയ്ത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി വില്ലേജ് ലെവലിൽ ക്യാമ്പ്സ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഓരോ മാസവും വുമൺസിന് 1000 റുപ്പീസ് വെച്ച് കൊടുക്കാന്നുള്ളൊരു സ്കീമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഇതിന് മുഖ്യമന്ത്രി ബഹൻ ബേട്ടി സ്വലംഭൻ പ്രോത്സാഹൻ യോജന എന്നാണ് വിളിക്കുന്നത്. മുഖ്യമന്ത്രി ബെഹൻ ബേട്ടി സ്വലംഭൻ പ്രോത്സാഹൻ യോജന. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഒരു എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ ആയിട്ട് 400 കോടി രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് അവർ കണക്കാക്കി വെക്കുന്നത്. അതായത് പെർ മന്ത് 400 കോടി രൂപ അവിടുത്തെ വുമൺസിന് ഒരു 1000 രൂപ വെച്ച് ഒരു മന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ലോഞ്ചസ് ശ്രാമിക് ബസേര സ്കീം ഫോർ ലേബേഴ്സ്. ഇപ്പം CM ഭൂപേന്ദ്ര പട്ടേലാണ് ഈ ഷർമിക് ബസേര എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്തത്. ഇത് 15,000 കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് ഒരു ടെമ്പററി ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഓഫർ ചെയ്യുന്ന ഒരു സ്കീമാണ്. അപ്പോൾ 5 രൂപ പെർ ഡേ 5 രൂപ കോസ്റ്റിലാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇനീഷ്യേറ്റീവിനകത്ത് 17 പുതിയ ഡ്വെല്ലിംഗ് സ്ട്രക്ചേഴ്സ്, അതായത് മേജർ സിറ്റീസ് ആയിട്ടുള്ള അഹമ്മദാബാദിലും ഗാന്ധിനഗർ, വഡോദര, രാജ്കോട്ട് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം 17 പുതിയ ഡ്വെല്ലിംഗ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് വന്നത്. അപ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്ന അഡീഷണൽ ഫെസിലിറ്റി ഒരു 3 lakh വർക്കേഴ്സിന് ഓവർ ഒരു 3 ഇയേഴ്സിലേക്ക് അഡീഷണൽ ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊജക്ടിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1500 crores ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ്, Abhinav Bindra awarded prestigious Olympic order by IOC becomes first Indian to receive this award. ഇപ്പോൾ ഇന്ത്യയുടെ ലെജൻഡറി ആയിട്ടുള്ള ഷൂട്ടറാണ് അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒളിമ്പിക് ഓർഡർ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഒളിമ്പിക് മൂവ്മെന്റിൽ കൊടുത്തിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷനെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത്. ബിന്ദ്ര എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ആണ് ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടുന്ന. 2008 ബെയ്ജിങ്ങിലെ സമ്മർ ഗെയിംസിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിയാണ് അഭിനവ് ബിന്ദ്ര. അദ്ദേഹത്തിന് ഓഗസ്റ്റ് ആൻഡ് സമ്മർ ഗെയിംസ് വിൽ റിസീവ് ദ ഓണർ ഓഫ് August 10 ഡ്യൂറിംഗ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റീസ് 142nd സെഷൻ. അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് IOC എന്ന് പറയുന്നത്. അതിൻ്റെ 142ാമത്തെ സെക്ഷൻ ഓഗസ്റ്റ് 10 നടക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ഈ ഒളിമ്പിക് ഓർഡർ അവാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്തത് 1975 ഒളിമ്പിക് മൂവ്മെന്റിൽ ഹയസ്റ്റ് അവാർഡാണ് ഈ ഒളിമ്പിക് ഓർഡർ അവാർഡ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ആയിട്ട് ഇത് കൊടുക്കുന്നത് ഒളിമ്പിക് മൂവ്മെന്റിന് വേണ്ടി ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്തവർക്കാണ് ഈ അവാർഡ് നൽകുന്നത്. നെക്സ്റ്റ്, ESA പ്രിപ്പയേഴ്സ് റാംസെസ് മിഷൻ ടു സ്റ്റഡി ആസ്ട്രോയിഡ് അപ്പോഫിസ്. അപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ESA എന്ന് പറയുന്നത്. അവർ റാപ്പിഡ് അപ്പോഫിസ് മിഷൻ ഫോർ സ്പേസ് സേഫ്റ്റി റാംസെസ് എന്ന് പറയുന്ന ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഫിസ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോയിഡ് എർത്തിന്റെ അടുത്തുകൂടെ വളരെ ക്ലോസ് ഡിസ്റ്റൻസിൽ 2029 ആകുമ്പോൾ കടന്നു പോകും. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. PSA എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ തന്നെ ഒരു സെക്കൻഡ് മേജർ സ്പേസ് ഏജൻസിയാണ്. അപ്പോൾ ഈ അപ്പോഫിസിലെ സ്പേസ് മിഷനിലേക്ക് വരുന്ന ഒരു സെക്കൻഡ് മേജർ സ്പേസ് ഏജൻസി കൂടെയാണ്. നാസയാണ് ഒസിറിസ് അപ്പെക്സ് മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു മിഷൻ. അതായത് ഈ ആസ്ട്രോയിഡ് അപ്പോഫിസ് അതിലുണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു ഈ ഒസിറിസ് അപ്പെക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ അപ്പോഫിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പേസ് മിഷൻ വരുന്നത് ESAയുടെ ആണ്. ഓക്കെ, അപ്പോൾ അപ്പോഫിസ് എന്ന് പറയുന്നത് 32,000 കിലോമീറ്റർ അടുത്ത് എർത്തിന്റെ അടുത്തുകൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് 2029. അപ്പോൾ ഫ്യൂ ഡേയ്സ് എഗോ ISROയും ഈ അപ്പോഫിസുമായി ബന്ധപ്പെട്ട് മിഷൻസ് അയക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇന്റൻഷൻ എക്സ്പ്രസ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, China, Australia and India made the most gains in forest area, FAO report. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് 2,66,000 hectares ഓഫ് ഫോറസ്റ്റ് ഏരിയ ആണ് ആനുവലി 2010നും 2020നും ഇടയിൽ ഗെയിൻ ചെയ്തത്. അപ്പോൾ 3rd സ്പോട്ടിലാണ് നിൽക്കുന്നത്. ടോപ്പ് 10 കൺട്രീസിൽ 3ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ ഗെയിൻ ചെയ്ത ഒരു പീരീഡ് ആയിരുന്നു 2010 മുതൽ 2020 വരെ എന്ന് പറയുന്നത്. ഇത് FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു ഡാറ്റ വന്നിരിക്കുന്നത്. അപ്പം ചൈന എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും മാക്സിമം ഫോറസ്റ്റ് ഏരിയ ഗെയിൻ ചെയ്ത ആൾക്കാരാണ്.
അതായത് 19,37,000 ഹെക്ടേഴ്സ് ഫോറസ്റ്റ് ആണ് അവർ ഗെയിൻ ചെയ്തത്. ഓസ്ട്രേലിയ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് 4,46,000 ഹെക്ടേഴ്സ്. പിന്നെ മൂന്നാമത് ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് ചൈന, സെക്കൻഡ് ഓസ്ട്രേലിയ, തേർഡ് ഇന്ത്യ. മറ്റ് കൺട്രീസ് ടോപ്പ് 10 ഇൻക്ലൂഡ് ചെയ്യുന്നവർ ചിലി, വിയറ്റ്നാം, തുർക്കി, US, ഫ്രാൻസ്, ഇറ്റലി, റൊമാനിയ എന്നിവരൊക്കെയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ചില കൺട്രീസ് ഇല്ലെങ്കിലും ഡിഫോറസ്റ്റേഷൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ FAOയുടെ റിപ്പോർട്ട് പറയുന്നത് ഗ്രോസ് ഗ്ലോബൽ മാംഗ്രൂവ് ലോസ് 23% ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2010-2020 നോക്കുന്ന സമയത്ത് അത് ഡിക്രീസ് ആയിട്ടുണ്ട്, ആ ലോസ് ഡിക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളതും അവർ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ FAO എന്ന് പറയുന്നത് stressed that climate change is increasing the vulnerability of forest to various stressors including wildfires and pest. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് അവർ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ക്ലൈമറ്റ് ചേഞ്ച് വളരെയധികം ഇൻക്രീസ് ആകുന്ന സമയത്ത് വൈൽഡ് ഫയർ, അതുപോലെ പെസ്റ്റ്, ഇവരുടെയൊക്കെ അറ്റാക്സ് അല്ലെങ്കിൽ പെസ്റ്റിൻ്റെ അറ്റാക്കും വൈൽഡ് ഫയറും ഒക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ 2023 വൈൽഡ് ഫയർ എന്ന് പറയുന്നത് മോർ ദാൻ ഡബിൾ കാർബൺ ഡയോക്സൈഡ് എമിഷൻ യൂറോപ്യൻ യൂണിയൻ്റെ ഫോസിൽ ഫ്യൂൽ ബേണിനേക്കാളും, അതായത് ഒരു വർഷം യൂറോപ്യൻ യൂണിയൻ ഫോസിൽ ഫ്യൂൽ ബേൺ ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ഡബിൾ കാർബൺ ഡയോക്സൈഡ് ആണ് വൈൽഡ് ഫയർ വഴി 2023 മാത്രം എമിറ്റ് ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ്, ഇസ്രായേലി പാർലമെന്റ് അപ്രൂവ്സ് ബിൽ ടു ലേബൽ UN റിലീഫ് ഏജൻസി UNRWA ആസ് എ ടെറർ ഓർഗനൈസേഷൻ. അപ്പോൾ ഇസ്രായേലി പാർലമെന്റ് ഒരു പ്രിലിമിനറി അപ്രൂവൽ ഒരു ബില്ലിന് വേണ്ടിയിട്ട് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ഓർഗനൈസേഷൻ ഫോർ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് ഇവരിപ്പോൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ബോഡിയായിട്ട് ആൻഡ് പ്രപ്പോസസ് ടു സെവർ റിലേഷൻസ് വിത്ത് ദ ബോഡി. ഓക്കെ, അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജീസിനെതിരെ വോട്ട് ചെയ്തത് ഒരു ഇസ്രായേൽ is the latest step in the Israel push against the agency. അപ്പോൾ ഇതിനെതിരെ വോട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു കാര്യം. അപ്പോൾ ഇസ്രായേൽ ലീഡേഴ്സ് പറയുന്നത് ഈ ഇസ്ലാമിക് മൂവ്മെൻ്റ് ആയിട്ടുള്ള ഹമാസ്, ഗാസയിലെ ഹമാസിലെ മൂവ്മെൻറ്റിനോടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു അക്യൂസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. വിച്ച് ഇസ്രായേലി ലീഡേഴ്സ് ഹാവ് അക്യൂസ്ഡ് ഓഫ് കൊളാബറേറ്റിംഗ് വിത്ത് ദ ഇസ്ലാമിസ്റ്റ് മൂവ്മെൻറ്റ് ഹമാസ് ഇൻ ഗാസ. ഗാസയിലെ ഹമാസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധമുള്ള കുറേ ഇസ്രായേലി ലീഡേഴ്സ് ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് അക്യൂസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. UNRWA എന്ന് പറയുന്നത് നമ്മുടെ പാലസ്തീനിലെ ഗാസ, അതുപോലെ വെസ്റ്റ് ബാങ്ക്, ജോർദാൻ, ലെബനൻ, സിറിയ പോലുള്ള ഏരിയയിലെ മില്യൺസ് ഓഫ് ആളുകൾക്ക് എഡ്യൂക്കേഷനും ഹെൽത്തും കൊടുക്കുന്ന, ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ സംഘടനയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഹാഡ് എ ലോങ് ടെൻഷൻ റിലേഷൻ വിത്ത് ഇസ്രായേൽ, ബട്ട് റിലേഷൻസ് ഹാവ് ഡിറ്ററോറേറ്റഡ് ഷാർപ്ലി സിൻസ് ദ സ്റ്റാർട്ട് ഓഫ് വാർ ഇൻ ഗാസ. അപ്പോൾ ഇതിന് മുൻപ് തന്നെ ഈ ഒരു സംഘടനയ്ക്ക് ഇസ്രായേലുമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഗാസയിൽ ഈ വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് വളരെയധികം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെയധികം കൂടി. ഓക്കെ, നെക്സ്റ്റ്, ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് ഹാസ് അനൗൺസ്ഡ് ന്യൂ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO. അപ്പോൾ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് കൃഷ്ണൻ വെങ്കട്ട് സുബ്രഹ്മണ്യനെ പുതിയ മാനേജിംഗ് ഡയറക്ടർ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫെഡറൽ ബാങ്ക് ഫൗണ്ട് ചെയ്തത് 23 ഏപ്രിൽ 1931 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ആലുവ, കൊച്ചി, കേരളയിലാണ്. നെക്സ്റ്റ്, സന്യ മൽഹോത്ര ബിക്കംസ് HMD ഗ്ലോബൽസ് ബ്രാൻഡ് അംബാസിഡർ എഹെഡ് ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് എവർ സ്മാർട്ട് ഫോൺ ലോഞ്ച് ഇൻ ഇന്ത്യ. അപ്പോൾ സന്യ മൽഹോത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. അവരിപ്പോൾ പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഈ ഫിനിഷ് കമ്പനി ആയിട്ടുള്ള HMDയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് ഇവരുടെ ഒരു സ്മാർട്ട് ഫോൺ സീരീസ് ജൂലൈ 25 ഇന്ത്യയിൽ ഇറക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, 25 ജൂലൈ വേൾഡ് എംബ്രയോളജിസ്റ്റ് ഡേ ഓർ വേൾഡ് IVF ഡേ ആണ്. അപ്പോൾ 1978 ഈ ഡേയിലാണ് ആദ്യമായിട്ട് IVF വഴി ഒരു കുട്ടി ജനിക്കുന്നത്. ലൂയിസ് ജോൺ ബ്രൗൺ എന്നാണ് ആ ഫസ്റ്റ് ബേബിയുടെ പേര്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു കുട്ടിയാണത്. അപ്പോൾ എംബ്രയോളജിസ്റ്റ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. സ്പേം, എഗ്, എംബ്രയോസ് ഇതിനെ എക്സാമിൻ ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും ചെയ്യുന്ന പ്രൊഫഷണൽസിനെയാണ് നമ്മൾ എംബ്രയോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, 24 ജൂലൈ നാഷണൽ ഇൻകം ടാക്സ് ഡേ ആണ്. അപ്പോൾ ഇന്ത്യ ഇൻകം ടാക്സ് ഡേ അല്ലെങ്കിൽ ഐഖാർ ദിവസ് സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ വർഷവും ജൂലൈ 24 ഈ ഡേയിലാണ് ഇൻകം ടാക്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് 1860 അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലെവി ചെയ്തത്. ഇൻകം ടാക്സ് ലെവി ചെയ്തത് ജൂലൈ 24 അപ്പോൾ
ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1992 എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തു. നമ്മുടെ കൺട്രിയിൽ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കോംപ്രിഹെൻസീവ് ഇൻകം ടാക്സ് ആക്ട് 1992 കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് 2010 മുതലാണ്. അതായത് 2010 ആയപ്പോഴത്തേക്കും ഈ ഇൻകം ടാക്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 150 വർഷമായിരുന്നു. അപ്പോൾ അന്ന് മുതലാണ് നമ്മൾ ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ്, July 21 വാസ് വേൾഡ്സ് ഹോട്ടസ്റ്റ് ഡേ ഇൻ അറ്റ്ലീസ്റ്റ് 84 ഇയേഴ്സ്, യൂറോപ്യൻ ക്ലൈമറ്റ് ഏജൻസി. ഇപ്പം എർത്ത് വളരെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ, കഴിഞ്ഞ 84 വർഷത്തിനിടയ്ക്ക് വളരെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ എർത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കഴിഞ്ഞ July 21 ആണ്. ആവറേജ് ടെമ്പറേച്ചർ റെക്കോർഡ് ഹൈയിലാണ് വന്നത്. 17.09 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു July 21 ആവറേജ് ടെമ്പറേച്ചർ ആണ് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻസ് കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ സീരീസ് ഓഫ് റെക്കോർഡ് ബ്രേക്കിംഗ് ടെമ്പറേച്ചേഴ്സ് ആണ് ജൂണിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിലായിട്ടും 12th കോൺസിക്യൂട്ടീവ് മന്ത് ഓഫ് ഗ്ലോബൽ ടെമ്പറേച്ചർ റീച്ചിങ് ഓർ എക്സീഡിംഗ് ദി 1.5 ഡിഗ്രി സെൽഷ്യസ് ത്രഷോൾഡ്. 1.5 ഡിഗ്രി സെൽഷ്യസ് ത്രഷോൾഡിനെ എക്സീഡ് ചെയ്തുകൊണ്ട് വരുന്ന കുറേ മന്തുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഓരോ മന്തും ജൂണിലെ ലാസ്റ്റ് ഇയർ വാർമസ്റ്റ് ഓൺ റെക്കോർഡായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നു. എവറി മന്ത് സിൻസ് ജൂൺ ലാസ്റ്റ് ഇയർ ഹാസ് ബീൻ ദ വാർമസ്റ്റ് ഓൺ റെക്കോർഡ്. അപ്പോൾ ജൂൺ വരെ എല്ലാ മന്തും ലാസ്റ്റ് ഇയറിലെ എല്ലാ മന്തും നമ്മൾ വാർമസ്റ്റ് ഓൺ റെക്കോർഡായിട്ട് കണക്കാക്കിയിരുന്നു. July 21 എന്ന് പറയുന്നത് ഹോട്ടസ്റ്റ് ഡേ ആയിരുന്നു. 1940s ശേഷമാണ് ഇത്രയും ഹോട്ടായിട്ടുള്ള ഒരു ഡേ വരുന്നത്. പ്രീവിയസ് റെക്കോർഡ് 17.08 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത് July 6, 2023 അതിനെയും സർപ്പാസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 17.09 ഡിഗ്രി സെൽഷ്യസ് ആവറേജ് ടെമ്പറേച്ചർ വന്നിരിക്കുന്നത്. ഇപ്പോൾ ബിഫോർ July 2023 മുന്നേ എർത്തിലെ ഡെയിലി ആവറേജ് ടെമ്പറേച്ചർ റെക്കോർഡ് ഓഗസ്റ്റ് 2016 റെക്കോർഡ് ഒരു ഹൈ വന്നത് 16.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. പിന്നീട് July 3, 2023 57 ഡേയ്സ് വിത്ത് ടെമ്പറേച്ചർ എക്സീഡിംഗ് ദാറ്റ് പ്രീവിയസ് റെക്കോർഡ്. അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് ടെമ്പറേച്ചർ റെക്കോർഡ് വന്നു. പിന്നെ 2024 എന്ന് പറയുന്നത് ഒരു വാമസ്റ്റ് ഇയർ ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഇറ്റ്സ് ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ലാനിന. ലാനിന എന്ന് പറയുന്ന ഒരു ഫിനോമിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. അത് എഫക്ട് ചെയ്തുകൊണ്ടാണ് ഇത് വാമസ്റ്റ് ഇയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 2024 എന്ന് പറയുന്നത് വാം ഇനഫ് ടു സർപ്പാസ് 2023 ഹോട്ടസ്റ്റ് ഡേ ആയിട്ടായിരുന്നു നമ്മൾ ഇത്രയും നാൾ കണക്കാക്കിയിരുന്നത്. അതിനേക്കാൾ ഒരു വാം ആയിട്ടുള്ള ഒരു ഇയർ ആയിരിക്കും 2024 എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റിസർച്ചേഴ്സ് ഡിസ്കവർ ഡാർക്ക് ഓക്സിജൻ പ്രൊഡക്ഷൻ ഓൺ സീ ഫ്ലോർ. അപ്പോൾ റിസർച്ചേഴ്സ് ഒരു മെറ്റാലിക് മിനറൽസ് ഡീപ്പ് ഓഷ്യൻ ഫ്ലോറിൽ അവർ കണ്ടുപിടിച്ചു. അതിന് കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലോങ് ഹെൽഡ് ആയിട്ടുള്ള ബിലീഫ് നമുക്കുണ്ട്. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ നടക്കുള്ളൂ, അവിടെ മാത്രമേ ഓക്സിജൻ ഉണ്ടാകുള്ളൂ എന്നുള്ളത്. എ പ്രോസസ് ദാറ്റ് ചാലഞ്ചസ് ലോങ് ഹെൽഡ് ബിലീഫ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് ദ റോൾ ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന്റെ റോളും ലൈഫിന്റെ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാലമായിട്ട് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളെയും ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡാർക്ക്നെസ്സിൽ ഓക്സിജന്റെ പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചത്. പോളിമെറ്റാലിക് നോഡ്യൂൾസ്, അത് നാച്ചുറലി മിനറൽ മാസസിൽ ഓഷ്യൻ ഫ്ലോറിൽ കാണുന്ന ഒരു സാധനമാണ്. അത് മാംഗനീസ്, അയോൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, ലിഥിയം പോലുള്ള മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റി വഴി ഓക്സിജൻ ലൈറ്റിന്റെ ആബ്സെൻസിലും ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. നെക്സ്റ്റ്, സുപ്രീം കോർട്ട് ടു ഓർഗനൈസ് സ്പെഷ്യൽ ലോക് അദാലത്ത് ഫ്രം 29th July to 3rd August 2024. ഇതൊരു സിഗ്നിഫിക്കൻറ്റ് മൂവ് ആണ്. അതായത് പെൻഡിങ് കേസസും അങ്ങനെ ബാക്കി വരുന്ന സെറ്റിൽമെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഒരു സ്പെഷ്യൽ ലോക് അദാലത്തിന് 29 ജൂലൈ മുതൽ August 3, 2024 വരെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ 75ാമത്തെ ഇയറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള വരുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡാണ് ഇത് അപ്പീൽ ചെയ്തിരിക്കുന്നത്. അതായത് അപ്പെക്സ് കോർട്ടിന്റെ മുന്നിൽ പെൻഡിങ് ആയിട്ടുള്ള എല്ലാ കേസസും ഈ ഒരു ഇനീഷ്യേറ്റീവ് പ്രകാരം സോൾവ് ചെയ്ത് കൊടുക്കും. ലോക് അദാലത്ത് എന്താണെന്ന് വെച്ചാൽ വൺ ഓഫ് ദി ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം ഇൻ ഇന്ത്യ. അതായത് കോടതികൾ വഴി കേസുകൾ ഇങ്ങനെ പെൻഡിങ് ആകുമ്പോൾ വൺ ഓഫ് ദി ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് ഈ ഒരു ലോക് അദാലത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോറം വെർ ഡിസ്പ്യൂട്ട്സ് ഓർ കേസസ് പെൻഡിങ് ഇൻ ദ കോർട്ട് ഓഫ് ലോ ഓർ അറ്റ് ദ പ്രീ ലിറ്റിഗേഷൻ സ്റ്റേജ് ആർ സെറ്റിൽ കോംപ്രമൈസ്ഡ് അമിക്കബിളി. അപ്പം ഇതൊരു ഫോറമാണ്. കോർട്ടിന്റെ മുന്നിൽ പെൻഡിങ്ങിലുള്ള ഡിസ്പ്യൂട്ട്സും കേസസും ഒക്കെ അല്ലെങ്കിൽ പ്രീ ലിറ്റിഗേഷൻ സ്റ്റേജിലുള്ള കേസസ് ഒക്കെ ഇവർ സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ലോക് അദാലത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ആദ്യം കൊടുത്തത്
ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 പ്രകാരമാണ്. ഇപ്പോൾ ലോക് അദാലത്ത് ഡിസ്ട്രിക്റ്റിലോ സ്റ്റേറ്റിലോ നാഷണൽ ലെവലിലോ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലോക് അദാലത്ത് എന്ന് പറയുന്നത് can make awards or decisions which are deemed to be a decree of a civil court and are final and binding on all the parties concerned. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു കേസിൽ ലോക് അദാലത്ത് തീർപ്പ് പറയുകയാണെങ്കിൽ അത് സിവിൽ കോർട്ട് പറയുന്നത് പോലെ തന്നെയാണ്, അത് ഫൈനൽ ആണ്, ബൈൻഡിങ് ആണ്. രണ്ട് പാർട്ടീസും, അതായത് ഒരു കേസിൽ വരുന്ന രണ്ട് പാർട്ടീസിന്റെ മേലെ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ലോക് അദാലത്തിൻ്റെത്. അപ്പോൾ it provides that any matter related to an offence not compoundable under the law shall not be settled in Lok Adalat. Not compoundable ആയിട്ടുള്ള ലോസ് ലോക് അദാലത്തിന്റെ കീഴിൽ സെറ്റിൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 2002 നമ്മൾ അമെൻഡ് ചെയ്തു. എന്നിട്ട് ഒരു പെർമനന്റ് ലോക് അദാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തു. To deal with the cases pertaining to public utility services like transport, postal, telegraph. അതായത് ഈ ട്രാൻസ്പോർട്ട്, പോസ്റ്റൽ, ടെലിഗ്രാഫ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട യൂട്ടിലിറ്റി സർവീസസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ലോക് അദാലത്ത് 2002 ഈ ആക്ടിന് അമെൻമെന്റ് കൊണ്ടുവന്നുകൊണ്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ These have been set up as permanent bodies and consist of a chairman and 2 members. അപ്പോൾ ഇതൊരു പെർമനന്റ് ബോഡീസ് ആയിട്ട് തന്നെയാണ് സെറ്റപ്പ് ചെയ്യുക. ഇതിനൊരു ചെയർമാനും 2 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഇന്ത്യൻ പാസ്പോർട്ട് റാങ്ക് 82nd അലൗസ് വിസ ഫ്രീ ട്രാവൽ ടു ദീസ് 58 ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ ഹെല്ലീസ് പാസ്പോർട്ട് ഇൻഡെക്സ് വന്നു. ഇത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ സിംഗപ്പൂരാണ് ടോപ്പ് സ്പോട്ടിൽ എത്തിയിരിക്കുന്നത്. വേൾഡിലെ മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ട് സിംഗപ്പൂരിൻ്റെയാണ്. അതുപോലെ 195 കൺട്രീസിലേക്ക് അത് സിംഗപ്പൂരിയൻ സിറ്റിസൺസിന് വിസ ഫ്രീ ആക്സസും ഉണ്ടായിരിക്കും. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, ജപ്പാൻ ഇതൊക്കെയാണ് സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. ഇവർക്ക് 192 ഡെസ്റ്റിനേഷനുകളിലേക്ക് വിസ ഫ്രീ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, നാഷണൽ ജൽ ജീവൻ മിഷൻ അച്ചീവ്സ് ഹിസ്റ്റോറിക് മൈൽസ്റ്റോൺ ഓഫ് പ്രൊവൈഡിംഗ് ടാപ്പ് വാട്ടർ കണക്ഷൻസ് ടു 15 crore റൂറൽ ഹൗസ് ഹോൾഡ് അക്രോസ് കൺട്രി. അപ്പോൾ 2019 3 കോടി ആളുകൾക്കായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ 5 വർഷത്തിന് ശേഷം 2024 15 കോടി ജനങ്ങൾക്ക് ടാപ്പ് വാട്ടർ കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ജൽ ജീവൻ മിഷന് സാധിച്ചു. അപ്പോൾ ഈ മിഷൻ 2019 അനൗൺസ് ചെയ്തത്. എയിം എന്ന് പറയുന്നത് 2024 ആകുമ്പോഴത്തേക്കും എല്ലാ റൂറൽ ഹോമിലേക്കും ടാപ്പ് വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2024 ജൂലൈ 25 വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 8 സ്റ്റേറ്റിലും 3 യൂണിയൻ ടെറിട്ടറീസിലും 100% കവറേജ് ആണ് ഇവർ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗോവ, തെലങ്കാന, ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, മിസോറാം, അരുണാചൽ പ്രദേശ്, പുതുച്ചേരി, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും, അതായത് 8 സ്റ്റേറ്റ്സിലും 3 യൂണിയൻ ടെറിട്ടറിയിലുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഹൗസ് ഹോൾഡിലേക്കും റൂറൽ ഹൗസ് ഹോൾഡിലേക്കും ടാപ്പ് വാട്ടർ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, NTPC വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ് ടു സെറ്റ് അപ്പ് ഗ്രീൻ ചാർക്കോൾ പ്ലാന്റ് ഇൻ ഹരിയാന. NTPC വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ് അവർ ഒരു 2 ഗ്രീൻ ചാർക്കോൾ പ്ലാന്റ്സ് ഗുരുഗ്രാമിലും ഫരീദാബാദിലും, ഹരിയാനയിലെ 2 സ്ഥലങ്ങളാണ് അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ്സ് മുനിസിപ്പൽ വേസ്റ്റിനെ ചാർക്കോളോ അല്ലെങ്കിൽ ഗ്രീൻ ചാർക്കോൾ ആക്കിയിട്ട് മാറ്റുന്ന ഒരു സംവിധാനമാണ് ഈ പ്ലാന്റ്സിൽ നടക്കുന്നത്. ഇതൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് NTPC വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡും മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗുരുഗ്രാമും ഫരീദാബാദും തമ്മിൽ. അപ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്നത് ബന്ദുവാരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഗുരുഗ്രാം അതുപോലെ മൊട്ടുക്ക ഇൻ ഫരീദാബാദ് ഈ 2 സ്ഥലങ്ങൾ, അതായത് ബന്ദുവാരി ഗുരുഗ്രാമിലുള്ള ഒരു സ്ഥലമാണ്, മൊട്ടുക്ക എന്ന് പറയുന്നത് ഫരീദാബാദിലുള്ള ഒരു സ്ഥലമാണ്. ഈ 2 സ്ഥലങ്ങളിലാണ് ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നത്. ഓരോ പ്ലാന്റിന്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് 500 crores ആണ്. ഒരു കമ്പൈൻഡ് കപ്പാസിറ്റി 2 പ്ലാന്റ്സിന്റെ നോക്കുകയാണെങ്കിൽ 1500 tons ഓഫ് ഡെയിലി കളക്റ്റഡ് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. അത്രയും വേസ്റ്റ് മെറ്റീരിയൽസിനെ ചാർക്കോൾ ആയിട്ട് മാറ്റാനുള്ള ഒരു കഴിവ് ഈ 2 പ്ലാന്റ്സിനും ഉണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ചാർക്കോൾ എന്ന് പറയുന്നത് തെർമൽ പ്ലാന്റിൽ പവർ പ്രൊഡ്യൂസിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് വിച്ച് യൂസസ് കോൾ ആസ് എ റോ മെറ്റീരിയൽ. സാധാരണ റോ മെറ്റീരിയൽ ആയിട്ട് കോൾ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ചാർക്കോൾ യൂസ് ചെയ്യാൻ പറ്റും. India's largest waste to charcoal plant is in Varanasi, Uttar Pradesh, and it can process 600 tons of waste daily. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാർക്കോൾ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്.
അവിടെ ഡെയിലി 600 ടൺസ് ഓഫ് വേസ്റ്റിനെ അവർക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. NTPC വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ NK ശർമ്മയാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആൻഡ് ഇന്ത്യൻ നേവി പാർട്ട്നേർഡ് ഫോർ ഹൈഡ്രജൻ മൊബിലിറ്റി. ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് ഇന്ത്യൻ നേവിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇത് ഹൈഡ്രജൻ അതുപോലെ ഫ്യൂവൽ സെൽ ടെക്നോളജീനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ബോത്ത് എൻറ്റിറ്റീസും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്, SM വൈദ്യ, ചെയർമാൻ ഓഫ് ഇന്ത്യൻ ഓയിൽ, ഇവർ രണ്ടുപേരുടെയും പ്രസൻസിലാണ് ഇവരിത് സൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, തെലങ്കാന യുണീക് മോഡൽ ഫോർ TB ഫ്രീ മുനിസിപ്പാലിറ്റീസ് അണ്ടർ പ്രൊജക്ട് സ്വസ്ഥ്യ നഗരം ലോഞ്ച്ഡ്. അപ്പോൾ ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് എയിം ചെയ്യുന്നത് TB ട്യൂബർകുലോസിസ് ഫ്രീ ആയിട്ടുള്ള മുനിസിപ്പാലിറ്റീസ് ആണ്. അപ്പോൾ ഇവർ the model will be implemented in urban settings, various municipal corporations over a period of 3 years, aiming at bringing down 1/3 of TB incidents and bringing down TB related mortality. അപ്പോൾ TB റിലേറ്റഡ് ആയിട്ടുള്ള മോർട്ടാലിറ്റി കുറയ്ക്കുക, TB ഇൻസിഡൻറ്റ് 1/3 ആയിട്ട് കുറച്ച് കൊണ്ടുവരിക അടുത്ത 3 വർഷത്തെ പീരീഡിനുള്ളിൽ. അത് എയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം, സ്വസ്ഥ്യ നഗരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ടൂറിസം മിനിസ്റ്റർ ടു ഇനാഗ്രേറ്റ് മലബാർ റിവർ ഫെസ്റ്റിവൽ. ഇപ്പോൾ 10th എഡിഷൻ ഓഫ് മലബാർ റിവർ ഫെസ്റ്റിവൽ കേരളയിൽ ജൂലൈ 25 മുതൽ 28 വരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആസ് മെനി ആസ് 13 ഇന്റർനാഷണൽ കൈക്കേഴ്സ് 8 കൺട്രീസിൽ നിന്നുള്ളവർ അപ്പാർട്ട് ഫ്രം അതർ സ്റ്റേറ്റ്സ് പങ്കെടുക്കുന്നുണ്ട് ഇതിനകത്ത്. ഇത് ഇറ്റ്സ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ കോമ്പറ്റീഷൻ ടു ബി ഹെൽഡ് ഇൻ അപ്ലാൻ കോഴിക്കോട്. കോഴിക്കോടിൻ്റെ അപ്ലാൻ ഭാഗങ്ങളിലായിട്ടാണ് ഇതിന് കോമ്പറ്റീഷൻസ് നടക്കുന്നത്. നെക്സ്റ്റ്, അരുണാചൽ പ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്ഡ് ദ അരുണാചൽ പ്രദേശ് പബ്ലിക് എക്സാമിനേഷൻ ബിൽ 2024 unanimously. The bill on recruitment test is aimed at providing effective measures to prevent and curb offences of question paper leaks and use of unfair means in examination for the purpose of recruitment to any post under the state government. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് വരുന്ന ഏത് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടന്നാലും അതിന് വേണ്ട എക്സാമിനേഷൻസ് നടക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്ന ഒഫൻസസ് ഒന്നും ഇല്ലാതെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള, അത് ഇഫക്റ്റീവായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബില്ല് ഇവർ പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ പണിഷ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 വർഷത്തിൽ കുറയാത്ത ഇംപ്രിസൺമെൻറ്റ് കിട്ടും. അത് മേ ബി 5 years വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം. ഫൈൻ എന്ന് പറയുന്നത് 1 crore വരെ, അപ് ടു 1 crore വരെയുള്ള ഫൈനാണ് വരുന്നത്. അതുപോലെ കാൻഡിഡേറ്റ്സിന് ലൈഫ് ടൈം എക്സാമിനേഷനിൽ നിന്ന്, അതായത് സ്റ്റേറ്റിലെ കീഴിൽ വരുന്ന എല്ലാ എക്സാമിനേഷനിൽ നിന്നും ഡീബാർ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ്, CT കുര്യൻ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് എക്കണോമിസ്റ്റ് പാസസ് എവേ. അപ്പം കുര്യൻ എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ തോമസ്, കുര്യൻ്റെ മുഴുവൻ പേര് ക്രിസ്റ്റഫർ തോമസ് കുര്യൻ എന്നാണ്. 2 July 1931 ജനിച്ചത്. 23 July 2024 അദ്ദേഹം മരിച്ചു. അദ്ദേഹം CTK എന്നാണ് പോപ്പുലർലി അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു എക്കണോമിക്സിലെ ഒരു ഇന്ത്യൻ പ്രൊഫസറാണ്. കർണാടക ബാംഗ്ലൂർ ബേസ്ഡാണ്. അദ്ദേഹം കുറേ എക്കണോമിക്സിൽ കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഐഡിയോളജി ഒക്കെ ഉള്ള ഒരാളാണ്. CT കുര്യൻ ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് എക്കണോമിസ്റ്റ് ആണ്. അതുപോലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ഒരു ഫോമർ പ്രൊഫസറാണ്. അദ്ദേഹം ഇന്ത്യൻ എക്കണോമിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് 2000 സെർവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ബിഭൂതി ഭുസാൻ നായക് ഇലക്ടഡ് ന്യൂ പ്രസിഡന്റ് ഓഫ് ICMAI. അപ്പോൾ ഫോർ ദ 2024-25 പീരീഡിലേക്കാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ICMAI എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ്. അദ്ദേഹം അശ്വിൻ ദൽവാദിനെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇദ്ദേഹം 2023-24 കാലയളവിലെ പ്രസിഡന്റ് ആയിരുന്നു അശ്വിൻ ദൽവാദി. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, ചിൽഡ്രൻ അറ്റ് റിസ്ക് ആസ് ന്യൂ എംപോക്സ് വേരിയന്റ് ഹിറ്റ് കോങ്കോ. അപ്പോൾ എംപോക്സ് എന്ന് പറയുന്നത് ആദ്യം ഐഡന്റിഫൈ ചെയ്ത 50 വർഷങ്ങൾക്ക് മുൻപാണ്. എംപോക്സ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇത് ക്ലോസ് കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ആകും. യൂഷ്വലി ഇത് മൈൽഡ് ആണ്, പക്ഷേ ചില കേസസിൽ ഇത് ഡെത്തിന് വരെ കാരണമാകും. ഇതൊരു ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആണ് കാണിക്കുന്നത്. പസ്ഫീൽഡ് ആയിട്ടുള്ള ലേഷൻസ് ബോഡിയിൽ ഫോം ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. ഈ കറന്റ് എംപോക്സ് ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് കോങ്കോയിലാണ് ഉണ്ടായത്. ഏകദേശം 27,000-ഓളം കേസുകൾ ഇപ്പം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മോർ ദാൻ 1100 ലൈവ്സ് ഇപ്പം തന്നെ നഷ്ടപ്പെട്ടു.
സോ അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്, അതായത് ഈ ഒരു എംപോക്സ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത് ഒരു എൻഡമിക് ആയിട്ടുള്ള സ്ട്രെയിൻ ക്ലെയ്ഡ് 1 എന്ന് പറയുന്ന ഒരു സ്ട്രെയിനിൻ്റെ സ്പ്രെഡ് കാരണമാണ്. അതായത് ആ സ്ട്രെയിനാണ് ഇതിങ്ങനെ സ്പ്രെഡ് ആവാൻ കാരണമായത്. ബട്ട് ദ ന്യൂ വേരിയൻറ്റിൻ്റെ പേര് ക്ലെയ്ഡ് 1B എന്നാണ്. ഇറ്റ് അപ്പിയേഴ്സ് ടു സ്പ്രെഡ് മോർ ഈസിലി ത്രൂ റുട്ടീൻ ക്ലോസ് കോണ്ടാക്ട്. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന റുട്ടീൻ ക്ലോസ് കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന വേരിയൻറ്റ്. അത് കൂടുതലായിട്ടും കുട്ടികളിലാണ് കാണുന്നത്. അപ്പോൾ മറ്റൊരു എംപോക്സ് വേരിയൻ്റ് ആണ് ക്ലെയ്ഡ് 2B എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിക്കാൻ കാരണമായിട്ടുണ്ട്. 2022 ഇത് സ്പ്രെഡ് ആയത് മൂലം ഇൻ്റർനാഷണൽ ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ കോങ്കോയിൽ ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സോ വാക്സിൻസോ ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ പുറത്താണ് അവൈലബിൾ ആയിരിക്കുന്നത്. നെക്സ്റ്റ്, Indosin Bank launched Wrestle for Glory to empower female wrestlers. അപ്പോൾ Indos in the Bank എന്ന് പറയുന്നത് ഇൻസ്പയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്ടുമായിട്ട് ചേർന്നിട്ട് റെസ്ലർ ഫോർ ഗ്ലോറി എന്ന് പറയുന്ന ഒരു CSR പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 ടാലൻറ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ റെസ്ലേഴ്സിന് അക്രോസ് ഇന്ത്യ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക, കൂടാതെ IASൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം ടോപ്പ് ടയർ ട്രെയിനിങ് ഫെസിലിറ്റീസ് ആണ് ആക്സസബിൾ ആക്കി കൊടുക്കുന്നത്. എക്സ്പേർട്ട് ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കും, അതുപോലെ സ്പോർട്സ് സയൻസ് റിസോഴ്സസ് കൊടുക്കും, ന്യൂട്രീഷണൽ സപ്പോർട്ട് കൊടുക്കും, എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസും അത്ലറ്റ്സിന് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, ജിയോ സിനിമ പാർട്ട്നേഴ്സ് ഷെയർ ചാറ്റ് ടു പ്രൊവൈഡ് ഷോർട്ട് ഫോം കണ്ടന്റ് ഫോർ ഒളിമ്പിക്സ് 2024. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഷെയർ ചാറ്റ് വയാകോം 18 ഓൺഡ് ആയിട്ടുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ജിയോ സിനിമയായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ഷോർട്ട് ഫോം മൾട്ടി ലിംഗ്വൽ കണ്ടന്റ് പാരീസ് ഒളിമ്പിക്സ് 2024 ബന്ധപ്പെട്ടത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാർട്ട്ണർഷിപ്പ് വന്നിരിക്കുന്നത്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11, 2024 വരെയാണ് ഇവരത് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സാനിയ മിർസ, മാരി കോം ആൻഡ് റാൻ വിജയ് സിൻഹ ജോയിൻ പ്ലേ സ്പോർട്സ് ആസ് ബ്രാൻഡ് അംബാസഡേഴ്സ്. ഇപ്പോൾ പ്ലേ സ്പോർട്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്പോർട്സ് എക്കോസിസ്റ്റം ഇന്ത്യയിലുടനീളം ക്രിയേറ്റ് ചെയ്യുക. മെയിൻ ആയിട്ട് സ്കൂൾസും ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുക, സ്പോർട്സിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യാം, റണ്ണിങ് അക്കാദമീസിനും സ്കൗട്ടിംഗ് ടാലൻ്റ് ഒക്കെയുള്ള, അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ സ്പോർട്സിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 3 പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് സാനിയ മിർസയും മേരി കോമും റാൻ വിജയ് സിംഗയും. നെക്സ്റ്റ്, ഹർമൻപ്രീത് കൗർ സർപാസസ് സ്മൃതി മന്ദാന ടു ബിക്കം ഇന്ത്യസ് ഹയസ്റ്റ് 2020 റൺ ഗെറ്റർ. അപ്പോൾ ഈ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഇന്ത്യ വുമൻസ് ഏഷ്യ കപ്പ് 2020 അവരത് അച്ചീവ് ചെയ്തത്. സ്മൃതി മന്ദാനയായിരുന്നു ഈ ഒരു ഹയസ്റ്റ് സ്കോറിൽ ഉണ്ടായിരുന്നത്. അവരെ മറികടന്നുകൊണ്ടാണ് ഹർമൻപ്രീത് കൗർ ഈ ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അത്തിക്വ മിർ ബിക്കെയിംസ് ഫസ്റ്റ് ഫീമെയിൽ റേസർ എവർ ടു വിൻ അറ്റ് റോട്ടാക്സ് ചലഞ്ച്. അപ്പോൾ അത്തിക്വ മിർ എന്ന് പറയുന്ന ഒരു 9 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു റേസറാണ്, ശ്രീനഗറിൽ നിന്നുള്ളൊരു റേസറാണ്. റോട്ടാക്സ് ചലഞ്ച് ഇന്റർനാഷണൽ ട്രോഫി വിൻ ചെയ്യുന്ന ആദ്യത്തെ ഫീമെയിൽ റേസറും കൂടെയാണ് അത്തിക്വ മിർ എന്ന് പറയുന്നത്. ഇവർ ഒരു റിനൗണ്ട് ആയിട്ടുള്ള ലീമാൻ സ്കാർട്ട് ഇന്റർനാഷണൽ സർക്യൂട്ട് ഇവർ അച്ചീവ് ചെയ്തിരുന്നു. ഇപ്പോൾ ഡ്രൈവിംഗ് ഫോർ ദാൻ ഹൊലാൻഡ് റേസിംഗ് ടീം ഇൻ ദ മൈക്രോമാക്സ് കാറ്റഗറിയിൽ ദാൻ ദൊലാൻ റേസിംഗ് ടീമിലാണ് ഇവർ ഡ്രൈവ് ചെയ്തിരുന്നത്. നെക്സ്റ്റ്, ആൽഫ ഹോക്കി ലോഞ്ചസ് #ബാങ്ക് ഖാൽഫ ക്യാമ്പയിൻ, ഇന്ത്യസ് ഓൺലി ഹോക്കി ക്യാമ്പയിൻ എഹെഡ് ഓഫ് പാരീസ് ഒളിമ്പിക്സ്. അപ്പോൾ ആൽഫ ഹോക്കി ഏഷ്യയിലെ നമ്പർ 1 മാനുഫാക്ചർ ഓഫ് ഹോക്കി സ്റ്റിക്സ് ആണ്, അതുപോലെ ആക്സസറീസ് ആണ്. ഇവർ ഒരു ബാങ്കി തിക്ക ആൽഫ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആൽഫ ഹോക്കി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹോക്കി ക്യാമ്പയിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ്, സ്കോട്ട്ലൻഡ്സ് ചാർലി കാസൽ സെറ്റ്സ് ODI റെക്കോർഡ്, ടേക്ക് 7 വിക്കറ്റ്സ് ഫോർ 21 അഗെയിൻസ്റ്റ് ഒമാൻ. ICC മെൻസ് ക്രിക്കറ്റ് ODI വേൾഡ് കപ്പ് ലീഗ് 2 സ്കോട്ട്ലൻഡിലെ ഫാസ്റ്റ് ബൗളർ ആയിട്ടുള്ള ചാർലി കാസലിനാണ് ഈ ഒരു പർട്ടിക്കുലർ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. അതായത് ODIയിൽ 7 വിക്കറ്റ്സ് 21 റൺസിൽ 21 ബോൾസിൽ 7 വിക്കറ്റ്സ് എടുത്തിരിക്കുകയാണ് അഗെയിൻസ്റ്റ് ഒമാൻ. ഇപ്പൊ കാസൽ എന്ന് പറയുന്നത് 2016 6 for 16 എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ എതിരെ ആയിട്ടുള്ള ഒരു മാച്ചിൽ.
അപ്പാർട്ട് ഫ്രം റബാദ എന്ന് പറയുന്ന കീസോ റബാദ എന്ന് പറയുന്ന ഒരു പേസ്മാൻ ആണ് ബംഗ്ലാദേശിനെതിരായിട്ട് സൗത്ത് ആഫ്രിക്കൻ മെമ്പർ ആയിട്ടുള്ള ഒരാൾ. അദ്ദേഹവും ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരുന്നു. അപ്പൊ റബാദ അല്ലാതെ വെസ്റ്റ് ഇൻഡീസിന്റെ പേസർ ആയിട്ടുള്ള ഫെഡൽ എഡ്വേർഡ്സും 6 വിക്കറ്റ് 22 റൺസിൽ നിന്ന് ODI ഡെബ്യൂട്ടിൽ ചെയ്തിരുന്നു. നെക്സ്റ്റ് കാർഗിൽ വിജയ് ദിവസ്. അപ്പൊ ആനുവലി ഇത് ജൂലൈ 26 സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വർഷം കാർഗിൽ വിജയ് ദിവസം എന്ന് പറയുന്നത് ജൂലൈ 26 തന്നെയാണ് ഒബ്സർവ് ചെയ്തത്. ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കാർഗിൽ വാറിന്റെ 25th ആനിവേഴ്സറിയാണ് ഇന്ത്യ ആഘോഷിക്കുന്നത്. അപ്പൊ ഇത് കാർഗിൽ വാർ 1999 നടന്നപ്പോൾ അവിടെ ജീവൻ വെടിഞ്ഞ കുറെ ഇന്ത്യൻ സോൾജിയേഴ്സ് ഉണ്ട്. അവർക്ക് ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടാണ് ഈ ഒരു ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. Additionally, it also commemorates the country's victory over Pakistan in Kargil War of 1999. അതായത് 1999 പാകിസ്ഥാനുമായിട്ട് നടന്ന വാറാണ് കാർഗിൽ വാർ. അത് കൺട്രിയുടെ വിക്ടറി കമ്മമറേറ്റ് ചെയ്യാൻ കൂടെയാണ് ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ പാകിസ്ഥാനിൽ ലൈൻ ഓഫ് കൺട്രോളിൽ കാർഗിൽ ഡിസ്ട്രിക്ട് ജമ്മു കാശ്മീരിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ കോഡ് നെയിം ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ആർമിയാണ് ബ്രേവ്ലി നമ്മുടെ ടൈഗർ ഹില്ല് മറ്റ് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുകളും ഓപ്പറേഷൻ വിജയുടെ കീഴിൽ തിരിച്ചു പിടിച്ചു. പാകിസ്ഥാനി ട്രൂപ്പുകളെ നമ്മൾ എവിക്റ്റ് ചെയ്തു അവിടെ നിന്ന്. അപ്പോൾ കാർഗിൽ വാർ എന്ന് പറയുന്നത് TV ചാനൽസ് വഴി ഫസ്റ്റ് വാർ ആദ്യമായിട്ടാണ് TV ചാനൽസ് വഴി ഒരു വാർ ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. അത് കാർഗിൽ വാർ ആയിരുന്നു. നെക്സ്റ്റ് 29 അഗ്നിവീർ വായു വുമൺ ഫ്രം ഇന്ത്യൻ എയർഫോഴ്സ് ടു ഫോം ഫസ്റ്റ് എവർ ഓൾ വുമൺ ഡ്രിൽ ടീം. അപ്പോൾ ഇവർ ഇന്ത്യൻ ഗേറ്റ് കോംപ്ലക്സ് കാർഗിൽ വിജയ് ദിവസത്തിൽ 2026 ജൂലൈ 26 പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് സിറ്റിസൺസിനെ ഈ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് സ്ട്രെങ്ത് സിംപ്ലൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റി ആൻഡ് ദ ബ്രേക്കിംഗ് ഓഫ് ന്യൂ ഗ്രൗണ്ട് അക്കമ്പനീഡ് ബൈ എയർഫോഴ്സ് ബാൻഡുമായിട്ട് ചേർന്ന് യൂണിറ്റി അതുപോലെ ന്യൂ ഗ്രൗണ്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു പെർഫോമൻസിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യ ടോപ്സ് ഗ്ലോബൽ മിൽക്ക് പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ടിംഗ് 25% ഓഫ് ദി വേൾഡ്സ് സപ്ലൈ. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡക്ഷനിൽ ഫസ്റ്റ് എത്തിയിരിക്കുകയാണ്. 25% ഗ്ലോബൽ മിൽക്ക് പ്രൊഡക്ഷനും ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. മിൽക്ക് പ്രൊഡക്ഷൻ കൺട്രിയിൽ എന്ന് പറയുന്നത് ആനുവൽ ഗ്രോത്ത് റേറ്റ് 6% ആണ് ഓവർ ലാസ്റ്റ് 9 ഇയേഴ്സ്. അപ്പോൾ വേൾഡ് മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2.1% ആണ് ആനുവൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. നമുക്ക് മാത്രം 6% ഒരു ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ നമുക്ക് 6% ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈസ് മിൽക്കിൻ്റെ സെയിൽ പ്രൈസ് ഇതെല്ലാം ഡിസൈഡ് ചെയ്ത് കോപ്പറേറ്റീവ് ആൻഡ് പ്രൈവറ്റ് ഡയറീസ് ആണ്. അത് അവരുടെ പ്രൊഡക്ഷനും മാർക്കറ്റ് ഫോഴ്സസും ഒക്കെ അനുസരിച്ചിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ലോഞ്ചസ് കാശ്മീർ മാരത്തൺ ഇനീഷ്യേറ്റീവ്. ഇപ്പം ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള മനോജ് സിൻഹ ഒരു ലോഗോയും വെബ്സൈറ്റും ഈ മാരത്തണിന് വേണ്ടിയിട്ട് കാശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ശ്രീനഗറിൽ വെച്ചിട്ട് റിലീസ് ചെയ്തു. ഈ മാരത്തൺ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈയിങ് ടൂറിസം പൊട്ടൻഷ്യൽ ഇൻ കാശ്മീരിലെ ടൂറിസം പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം കാശ്മീർ മാരത്തൺ എന്ന് പറയുന്നത് 2 ഇവന്റ് ആണ്. 42 കിലോമീറ്റർ ഫുൾ മാരത്തൺ ഉണ്ട്, 21 കിലോമീറ്റർ ഹാഫ് മാരത്തൺ ഉണ്ട്. അപ്പം കാശ്മീർ മാരത്തൺ കൾച്ചറൽ ഇവന്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്തും പെർഫോമൻസസും എക്സിബിഷൻസും ഒക്കെ നടത്തുന്നത്. മെയിനായിട്ട് കാശ്മീരിന്റെ റിച്ച് ഹെറിറ്റേജ് ഷോക്കേസ് ചെയ്യുന്ന രീതിയിലാണ് പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. നെക്സ്റ്റ് ബീഹാർ അസംബ്ലി പാസസ് ബിൽ ടു കോമ്പാക്ട് പേപ്പർ ലീക്സ് ആൻഡ് മാൽ പ്രാക്ടീസസ് ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസ്. അപ്പം ബീഹാർ അസംബ്ലി കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്നതും അതുപോലെ മാൽ പ്രാക്ടീസ് നടത്തുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ബില്ല് പാസ്സാക്കി. ബീഹാർ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024 എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ പേര്. അപ്പോൾ ഈ ബില്ല് എന്ന് പറയുന്നത് ഒരു ഇംപ്രിസൺമെന്റ് കൊടുക്കുന്നത് 3 to 5 years ആണ്. ഫൈൻ വരുന്നത് 10 ലക്ഷം വരെയാണ്. ഈ സർവീസ് പ്രൊവൈഡർ ഗവൺമെന്റ് എൻറ്റിറ്റി ആണെങ്കിലും പ്രൈവറ്റ് ഏജൻസി ആണെങ്കിലും മാൽ പ്രാക്ടീസസിൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ 1 crore rupees വരെ ഫൈനിലേക്ക് വരും. അതുപോലെ 4 year ടെർമിനേഷൻ ആയിരിക്കും സർവീസിൽ നിന്ന് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പം എല്ലാ ക്രൈംസും ഈ ലോഡ് അണ്ടറിൽ കോഗ്നൈസബിൾ ആയിട്ടുള്ളതും നോൺ ബെയിലബിൾ ആയിട്ടുള്ളതൊക്കെ ഇതിന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ പേപ്പർ ലീക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന DSP റാങ്ക് ഓഫീസേഴ്സ് ആണ്. DRDO സക്സസ്ഫുള്ളി ടെസ്റ്റ് phase 2 ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. അപ്പം ഇന്ത്യ സക്സസ്ഫുള്ളി phase 2 ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഫ്ലൈറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹോസ്റ്റൈൽ മിസൈൽസിനെതിരെയുള്ള ഡിഫൻസ് കാപ്പബിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് 5000 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ടെസ്റ്റ് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ഒഡീഷ ചന്ദിപ്പൂരിൽ വെച്ചിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തത്. നെക്സ്റ്റ്
2 Russian stealth frigates for Indian Navy launched. അപ്പോൾ ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ബിൽഡ് ആയിട്ടുള്ള തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ് ആണ്. അതിന് ത്രിപുത്ത് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ത്രിപുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഗോവ ഷിപ്പ് യാർഡ് ലിമിറ്റഡിലാണ് കൺസ്ട്രക്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ടു വാട്ടേഴ്സ്. അപ്പോൾ ഈ ഷിപ്പ് എന്ന് പറയുന്നത് 2 ഫ്രിഗേറ്റ്സ് ഇന്ത്യയുടെ ഉണ്ട് ഇൻഡിജിനിയസ്ലി ബിൽഡ് ചെയ്തത്. അത് റഷ്യയുടെ ഹെൽപ്പോട് കൂടി അതിൻ്റെ ഭാഗമാണ് ഇത്. അപ്പോൾ ഈ ഷിപ്പ് എന്ന് പറയുന്നത് വാട്ടറിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സെറിമണി ഗോവയിലാണ് നടക്കുന്നത്. അത് PS ശ്രീധരൻ പിള്ള, ഗവർണർ ഓഫ് ഗോവ, അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഹാഡ് കണ്ടക്ടഡ് 4 ഫ്രിഗേറ്റ്സ് ഫ്രം റഷ്യ ഇൻ ഒക്ടോബർ 2016. ഒക്ടോബർ 2016 റഷ്യയിൽ നിന്ന് 4 ഫ്രിഗേറ്റ്സ് ആണ് ഇന്ത്യ കോൺട്രാക്ട് ചെയ്തത്. അതിൽ 2 എണ്ണം റഷ്യയിൽ തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്തത്. 2 എണ്ണം നമ്മൾ ഇന്ത്യയിൽ കൺസ്ട്രക്ട് ചെയ്തു, റഷ്യയിൽ നിന്നുള്ള ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ വാർഷിപ്പിന്റെ ഡെലിവറി എന്ന് പറയുന്നത് റഷ്യയിൽ കൺസ്ട്രക്ട് ചെയ്തത് ഈ COVID-19 പാൻഡമിക് ഒക്കെ കാരണം ഡിലേ ആയിരുന്നു. പിന്നീട് റഷ്യ യുക്രൈനായിട്ട് വാർ വന്നതുകൊണ്ടൊക്കെ കുറച്ച് ഡിലേ വന്നിരുന്നു. അപ്പോൾ റഷ്യ ഇത് ആദ്യത്തെ 2 ഷിപ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്, ഡെലിവറി ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തു. തുഷിൽ എന്ന് പറയുന്നത് സെപ്റ്റംബർ 2024 അവർ ഡെലിവറി ചെയ്യും. തമാൽ എന്ന് പറയുന്നത് ഫെബ്രുവരി 2025 അവർ ഡെലിവറി ചെയ്യും. നെക്സ്റ്റ്, ടു കോമ്പാക്ട് ഹൈ റേറ്റ് ഓഫ് ചൈൽഡ് ഡ്രോണിംഗ് ഡെത്ത് ഇൻ ദ സുന്ദർബൻസ്, ഇന്ത്യ ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് പോണ്ട് ബേസ്ഡ് സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ വേൾഡ് ഡ്രോണിംഗ് പ്രിവെൻഷൻ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് 2 പോണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾസ് സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളിൽ, അതായത് ബൈകുന്തർപൂർ വില്ലേജിൽ ഓപ്പൺ ചെയ്തു. ഇത് യങ് ചിൽഡ്രൻസിനെ സ്വിമ്മിംഗ് പഠിപ്പിക്കാനും അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രോണിംഗ് സിറ്റുവേഷൻസിൽ അവരെ സേവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചൈൽഡ് ഡ്രോണിംഗ് കേസസ് കുറയ്ക്കും. ചൈൽഡ് ഡ്രോണിംഗ് കേസസ് എന്ന് പറഞ്ഞാൽ മുങ്ങി മരിക്കുന്നതില്ലേ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്, അത് കുറയ്ക്കും. അതുപോലെ തന്നെ യങ് ചിൽഡ്രൻസ്, കൂടുതലായിട്ട് 6 to 10 ഇയേഴ്സിനിടയിലുള്ളവരാണ് ഈ ഏരിയയിൽ ഇങ്ങനെ ചൈൽഡ് ഡ്രോണിംഗ് കാരണം മരിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ലോക്കൽ പോണ്ട്സിൽ കൺട്രോൾഡ് എൻവയോൺമെന്റ്സിലാണ് ഇവരെ സ്വിമ്മിംഗ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ടോടുകൂടി ഒരു കമ്പൈൻഡ് ഇഫേർട്ടോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു NGO ഉണ്ട്, ദ ജോർജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് ചൈൽഡ് ഇൻ നീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന, അവരും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ യുനെസ്കോ ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ 30% ഓഫ് ലാൻഡ് ഇൻ സുന്ദർബൻ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് വാട്ടർ ബോഡീസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ റീജിയൻ എന്ന് പറയുന്നത് വേൾഡിലെ ഹയസ്റ്റ് റേറ്റ് ഓഫ് ചൈൽഡ് മോർട്ടാലിറ്റി ഡ്യൂ ടു ഡ്രോണിംഗ് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ WHO ഇത് ജൂലൈ 25 വേൾഡ് ഡ്രോണിംഗ് പ്രിവെൻഷൻ ഡേ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വിമ്മിംഗ് പൂൾസ് വരുന്നത്. നെക്സ്റ്റ്, മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് സെറ്റ് ടു ലോഞ്ച് ഗ്രാമോഡേ സങ്കൽപ് മാഗസിൻ. അപ്പോൾ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് had issued a call for articles and success stories for its upcoming issue of Gramode Sankalp magazine focusing on the theme Vikasit Bharat and role of Panchayat. അപ്പോൾ ഇവർ ഗ്രാമഡേ സങ്കല്പ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സക്സസ് സ്റ്റോറീസും ആർട്ടിക്കിൾസും ഒക്കെ ഇവർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് വികസിത് ഭാരത് ആൻഡ് റോൾ ഓഫ് പഞ്ചായത്ത് എന്നുള്ളതാണ്. അപ്പോൾ എക്കണോമിക് അഡ്വൈസർ ഓഫ് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആണ് ഈ മാഗസിൻ്റെ എംഫസൈസ് ചെയ്യുന്നത്. വേരിയസ് ഗവൺമെൻറ് സ്കീംസ് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഡെസിമിനേറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പോൾ ഈ മിനിസ്ട്രി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് റീച്ച് ഔട്ട് ഉണ്ട്, ഓർഗനൈസേഷൻസിലേക്ക് റീച്ച് ഔട്ട് ഉണ്ട്. അവിടെ നിന്നുള്ള ഹൈലൈറ്റഡ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇന്ത്യയുടെ പഞ്ചായത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ജേർണിയിലേക്ക് എങ്ങനെ ഇമ്പാക്ട് ചെയ്തു എന്നുള്ളതൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ് ലോറേറ്റ് ഫാദർ ഫ്രാൻസിസ് ഡി ബ്രിട്ടോ പാസ്ഡ് അവേ. അപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് ലോറേറ്റ് ആയിട്ടുള്ള ഫാദർ ഫ്രാൻസിസ് ഡി ബ്രിട്ടോ മരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹോം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഡിസ്ട്രിക്റ്റിലെ പൽഘാർ എന്ന് പറയുന്ന സ്ഥലമാണ്. ജനുവരി 2020 അദ്ദേഹത്തിന് 93rd ഓൾ ഇന്ത്യ മറാത്തി ലിറ്ററസി കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു ഒസ്മന്താബാദിൽ വെച്ചിട്ട്. എമംഗ് അതർ വർക്കേഴ്സ് ഓഫ് ലിറ്ററേച്ചർ ഫാദർ ഡി ബ്രിട്ടോ എന്ന് പറയുന്ന ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഹോളി ബൈബിളിൻ്റെ ട്രാൻസ്ലേറ്റർ കൂടിയാണ്. മറാത്തി ഭാഷയിലേക്ക് അത് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സുബോധ് ബൈബിൾ നവ കരാർ എന്നുള്ള പേരിൽ. അത് ഈ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. ഒത്തിരി അത് വിറ്റ് പോയിട്ടുണ്ട്. ഓവർ 3 റീപ്രിൻറ്റ്സ് വരെ അതിന് വന്നിട്ടുണ്ട്. എലിയോട്ട് മോർഗൻ വിൽ ബി വെയിൽസ് ഫസ്റ്റ് ഫീമെയിൽ ലീഡർ. അപ്പോൾ വെയിൽസിൽ നിന്ന് ഫസ്റ്റ് ഫീമെയിൽ
ഫസ്റ്റ് മിനിസ്റ്റർ വന്നിരിക്കുകയാണ്. എല്യൂണ്ട് മോർഗൻ എന്നാണ് അവരുടെ പേര്. വെൽഷ് ലേബർ പാർട്ടിയുടെ മെമ്പറായിട്ടാണ് അവർ വരുന്നത്. കറൻ്റ്ലി വെൽഷ് ഹെൽത്ത് മിനിസ്റ്ററാണ് എല്യൂണ്ട് മോർഗൻ. അപ്പോൾ വെയിൽസ് എന്ന് പറയുന്നത് 3 മില്യൺ ആണ് പോപ്പുലേഷൻ വരുന്നത്. 1 of 4 parts of യുണൈറ്റഡ് കിങ്ഡം along with ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് നോർത്ത് അയർലൻഡ്. ഓക്കെ, നെക്സ്റ്റ് സൗത്ത് ആഫ്രിക്ക പാസസ് ഇറ്റ്സ് ഫസ്റ്റ് സ്വീപ്പിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ലോ. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ ഒരു ലോ പാസ് ചെയ്തിരിക്കുകയാണ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ലാർജ് എമിറ്റേഴ്സിന് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു ലോ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ ടൗണിലും സിറ്റിയിലും ഒരു അഡാപ്റ്റേഷൻ പ്ലാൻ പബ്ലിഷ് ചെയ്യാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ബില്ലെന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കന് അവരുടെ റിഡക്ഷൻ എമിഷൻസ് കുറയ്ക്കണം എന്നുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് COP21 ബന്ധപ്പെട്ട്. അപ്പം അതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ബില്ല് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് വേൾഡിലെ മോസ്റ്റ് കാർബൺ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മേജർ എക്കണോമിയാണ്. ടോപ്പ് 15 ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റേഴ്സ് ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒത്തിരി കോൾ ബേസ്ഡ് ആയിട്ട് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്, ഒത്തിരി കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ക്ലൈമറ്റ് ചേഞ്ച് റെസ്പോൺസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് ലോ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. എമിഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഫോർ ഈച്ച് 8 എമിറ്റിംഗ് ഗവൺമെൻറ് സെക്ടർ, അതായത് കൂടുതലായിട്ട് കാർബൺ എമിറ്റ് ചെയ്യുന്ന 8 ഗവൺമെൻറ് സെക്ടേഴ്സാണുള്ളത്. അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രി. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ റെലവൻറ്റ് മിനിസ്റ്റേഴ്സ് അതിനൊരു ടാർഗറ്റ് വച്ചിട്ടുണ്ട്. അതിനുവേണ്ട മെഷേഴ്സ് അവർ അച്ചീവ് ചെയ്യാനുള്ള മെഷേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലോ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ must allocate a carbon budget to large greenhouse gas emitter companies, setting a limit on their emissions over specified period. ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്ക് ഈ എൻവയോൺമെൻറ്റ് മിനിസ്ട്രി കാർബൺ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്ന കമ്പനീസിന് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കൊടുത്തിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഇത്ര എമിഷൻസേ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എമിറ്റേഴ്സ് അവരുടെ ബഡ്ജറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഹയർ റേറ്റ് ഓഫ് കാർബൺ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതാണ് അവർക്ക് കിട്ടുന്ന പെനാൽറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തായ്വാൻ പ്രിപ്പയേഴ്സ് ഫോർ ടൈഫൂൺ ജെയ്മി amid military drills. തായ്വാൻ ക്യാൻസൽസ് എയർ ഡ്രിൽസ് അവർ ക്യാൻസൽ ചെയ്തു. എയർഫോഴ്സ് എക്സസൈസ് ഓഫ് ദി ഈസ്റ്റ് കോസ്റ്റ് ഓഫ് തായ്വാൻ വർ ക്യാൻസൽഡ് ഓൺ ട്യൂസ്ഡേ ഡ്യൂ ടു ടൈഫൂൺ ഗമൈ. ഗമൈ എന്ന് പറയുന്നത് അവിടെ തായ്വാനിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈഫൂൺ ആണ്. ആ ടൈഫൂൺ കാരണം അവരുടെ ഒരു മിലിറ്ററി ഡ്രിൽ പ്രോഗ്രാം അവർ വേണ്ടാന്ന് വെച്ചു, അവർ ക്യാൻസൽ ചെയ്തു. ഇതൊരു നേവി ആൻഡ് ആർമി എക്സസൈസ് ആണ്. അത് മറ്റ് പാർട്ടുകളിൽ സെൽഫ് റൂൾഡ് ആയിട്ട് ഡെമോക്രാറ്റിക് ഐലൻഡ്സിലൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എയർ എക്സസൈസിലും ചേഞ്ചസ് കൊണ്ടുവന്നു. അപ്പോൾ മിലിറ്ററി സ്പോക്മാൻ ആണ് ആനുവൽ ഹാൻ ക്വാങ് മിലിറ്ററി ഡ്രിൽസ് ചില അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടി സേഫ്റ്റി നോക്കിയിട്ട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞത്. ചില മാരിടൈം ആൻഡ് എയർ ഡ്രിൽസ് വെതർ കാരണം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, നിത അംബാനി റീ ഇലക്റ്റഡ് ആസ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി മെമ്പർ. അപ്പം നിത അംബാനി ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്, റിലയൻസ് ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറാണ്. അവർ യുനാനിമസ്ലി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മെമ്പറായിട്ട് വീണ്ടും റീ ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യനെ ഗ്ലോബൽ ഒളിമ്പിക് ബോഡിയിൽ 142ാമത്തെ സെക്ഷൻ പാരീസിൽ നടന്നപ്പോഴാണ് അവർ ഇലക്ട് ചെയ്യപ്പെട്ടത്. She was first elected as an individual member of IOC in 2016. 2016ലാണ് IOCയുടെ മെമ്പറായിട്ട് അവർ ആദ്യമായിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്നത്, റിയോ ഡി ജനറോ ഒളിമ്പിക് ഗെയിംസിന്റെ സമയത്ത്. അപ്പോൾ ആദ്യമായിട്ട് IOCയിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇന്ത്യൻ വുമൺ ആയിരുന്നു നിത അംബാനി. അപ്പോൾ ലോങ് ടൈം പാർട്ണർഷിപ്പ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് ചേർന്ന് റിലയൻസ് ഫൗണ്ടേഷൻ ഉണ്ട്. ആദ്യമായിട്ട് ഇന്ത്യ ഹൗസ് പാരീസ് ഒളിമ്പിക്സ് 2024 ഈ സമ്മറിൽ നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ ഹൗസ് ഒക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ചൈനീസ് ലൂണാർ പ്രോബ് ഫൈൻസ് വാട്ടർ ട്രേസസ് ഇൻ മൂൺ സോയിൽ. അപ്പോൾ ചൈനീസ് ലൂണാർ പ്രോബ് വാട്ടർ ട്രേസസ് മൂണിൻ്റെ സോയിൽ സാമ്പിൾസിൽ അവർ കണ്ടുപിടിച്ചു. സയൻറ്റിസ്റ്റ് പറയുന്നത് ഇത് കൺട്രീനെ അംബീഷ്യസ് ആയിട്ടുള്ള സ്പേസ് പ്രോഗ്രാം ഒരു ഹൈ ഗിയറിലേക്ക് തന്നെ എത്തിക്കും എന്നാണ്. അപ്പം ചാങ് E5 റോവർ എന്ന് പറയുന്നത് അതിൻ്റെ മിഷൻ 2020 കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് എർത്തിലേക്ക് മൂണിൽ നിന്നുള്ള റോക്കും സോയിൽ സാമ്പിളുമായിട്ട് എർത്തിലേക്ക് അത് റിട്ടേൺ ചെയ്തു. അപ്പം ലൂണാർ സാമ്പിൾസ് എന്ന് പറയുന്നത് വാട്ടർ ട്രേസസ് റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള മൂണാർ സാമ്പിൾസ് ആണ് കിട്ടിയത്. ഓക്കെ, നാച്ചുറൽ ആസ്ട്രോണമി ജേർണൽ എന്ന് പറയുന്ന ഒരു ജേർണലിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം നാസ
infrared detector already confirmed in 2020 the existence of water on the moon. അപ്പോൾ 2020 തന്നെ നാസയുടെ ഇൻഫ്രാറെഡ് ഡിറ്റക്ടർ ഓൾറെഡി ഈ വാട്ടറിന്റെ എക്സിസ്റ്റൻസ് മൂണിൽ ഉണ്ടെന്ന് കൺഫേം ചെയ്തിരുന്നു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 മിഷന്റെ ഭാഗമായിട്ടും വാട്ടർ മോളിക്യൂൾസ് മൂണിന്റെ സർഫസിൽ ഉണ്ടെന്ന് നമ്മളും കണ്ടെത്തിയിരുന്നു. അപ്പോൾ പുതിയ റിസർച്ച് പ്രകാരം ചാങ് E5 നിന്ന് കിട്ടിയ സാമ്പിൾസ് എന്ന് പറയുന്നത് ഹയർ ലാറ്റിറ്റ്യൂഡ് മൂണിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ടാണ് അതിൽ ഹൈഡ്രേറ്റഡ് സോൾട്ട് ആയിട്ടാണ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം മൂണിലേക്ക് ഓൾറെഡി സൺലൈറ്റ് കൂടുതലായിട്ട് അടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ചാങ് E5 എന്ന് പറയുന്നത് വേൾഡിലെ ഫസ്റ്റ് മിഷനാണ് ടു കളക്ട് സാമ്പിൾസ് ഫ്രം മൂൺ ആൻഡ് റിട്ടേൺ ബാക്ക് ടു എർത്ത്. അതായത് അവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് തിരിച്ച് ഭൂമിയിലെത്തുന്ന ആദ്യത്തെ മിഷനാണിത്. അപ്പം ചാങ് E4 എന്ന് പറയുന്നത് ആദ്യമായിട്ട് മൂണിൽ ഫാർ സൈഡിൽ ലാൻഡ് ചെയ്തിരുന്നു. അത് 2019 അതിനുശേഷമാണ് ഈ ചാങ് E5 എന്ന് പറയുന്ന ഈ ഒരു മിഷൻ അവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് മന്ത് ചാങ് E6 ലൂണാർ പ്രോബ് അവർ കംപ്ലീറ്റ് ചെയ്തു. ഇത് ഫാർ സൈഡ് ഓഫ് മൂണിൽ നിന്ന് ഫസ്റ്റ് സാമ്പിൾസ് കളക്ട് ചെയ്യാനുള്ളൊരു മിഷനാണ്. നെക്സ്റ്റ് റൊണാൾഡ് എൽ റോവർ JR named acting chief of US Secret Service. ഇപ്പോൾ റൊണാൾഡ് എൽ റോവെ JR US സീക്രട്ട് സർവീസിൻ്റെ ആക്ടിംഗ് ചീഫായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കിംബർലി ചേറ്റ്ലിയുടെ റെസിഗ്നേഷൻ ഫോളോ ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിന് അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കിംബർലി എന്ന് പറയുന്നത് സീക്രട്ട് സർവീസിൽ നിന്ന് കുറേ ക്രിറ്റിസിസം ഫേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ഓക്കെ, മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അസാസിനേറ്റ് ചെയ്യാനൊരു അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇത് സെക്യൂരിറ്റി ലാപ്സ് ആണ് എന്നത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം സർവീസിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. അപ്പോൾ പുതിയ ചീഫിനെ അവർ സെലക്ട് ചെയ്തു. അതാണ് റൊണാൾഡ് എൽ റോവെ JR എന്ന് പറയുന്നത്. റാഹബ് അല്ലാന ഓണേർഡ് വിത്ത് ഫ്രഞ്ച് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ഇൻസിഗ്നിയ. ഇപ്പോൾ ക്യൂറേറ്ററും ഓതറുമായിട്ടുള്ള റഹാബ് അല്ലാനയ്ക്ക് ഓഫീസർ ഡാൻസ് ഇൽഡ് ഓൾഡ്രേ ഡെസ് ആർട്സ് എറ്റ് ഡെസ് ലെറ്റേഴ്സ് ബൈ ദ ഫ്രഞ്ച് ഗവൺമെൻറ്. അതൊരു ഫ്രഞ്ച് വേർഡാണ്. ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓണറാണ് അവർക്ക് കിട്ടിയത്. ഇത് സൗത്ത് ഏഷ്യൻ ഫോട്ടോഗ്രാഫിയിലേക്ക് കണ്ടംപററി ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയ ആളുകൾക്കാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. ഇത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓണറാണ്. ഇൻഡിവിജ്വൽസിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ഈ ഒരു ഫീൽഡിലേക്ക് ഗ്ലോബൽ ആർട്സ് ലാൻഡ്സ്കേപ്പിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകളെയാണ് ഇതിന് പരിഗണിക്കുന്നത്. Next, Bollywood superstar Shah Rukh Khan makes history becoming first Indian actor to have gold coins dedicated to him at Paris Grevin Museum. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ വളരെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ആളാണ് ഷാരൂഖ് ഖാൻ. അദ്ദേഹത്തിൻ്റെ പിക്ചർ ഡെപിക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പാരീസിലെ ഗ്രെവിൻ മ്യൂസിയത്തിൽ ഒരു ഗോൾഡ് കോയിൻ അവർ അടിച്ചിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ആക്ടറിനെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ കോയിൻ ഡെഡിക്കേറ്റ് ചെയ്ത് ഇറക്കുന്നത്. അപ്പോൾ മ്യൂസിയം ഗ്രെവിൻ എന്ന് പറയുന്ന ഒരു വാക്സ് മ്യൂസിയം ആണ്. പാരീസിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സീൻ എന്ന് പറയുന്ന നദിയുടെ തീരത്താണിത് സ്ഥിതി ചെയ്തത്. നെക്സ്റ്റ്, രാഷ്ട്രപതി ഭവൻ റീനെയിംസ് ദർബാർ ഹാൾ അശോക് ഹാൾ as ഗണതന്ത്ര മണ്ഡപ് ആൻഡ് അശോക് മണ്ഡപ്. അപ്പോൾ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് ഈ റീനെയിമിംഗ് അനൗൺസ് ചെയ്തത്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാളുകളാണ് ദർബാർ ഹാളും അശോക് ഹാളും. ദർബാർ ഹാൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സെറിമണീസും സെലിബ്രേഷൻസും ഒക്കെ നടക്കുന്ന നാഷണൽ അവാർഡ്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഹാളാണ്. അതിനെയാണ് ഗണതന്ത്ര മണ്ഡപം എന്നുള്ള പേരിലേക്ക് മാറ്റിയത്. അശോക് ഹാൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നതാണ്. അതിന് അശോക് മണ്ഡപം എന്നുള്ള പേരാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ദർബാർ എന്ന് പറയുന്നത് കോർട്സിനെയും അസംബ്ലീസിനെയും ഒക്കെ ഇന്ത്യൻ റൂളേഴ്സ്, അത് പണ്ട് ഇന്ത്യൻ റൂളേഴ്സിൻ്റെ കോർട്സിനെയും അസംബ്ലീസിനെയും ഒക്കെ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തിരുന്ന ഒരു പേരാണ് ഈ ദർബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആ ഒരു പേരിൻ്റെ റെലവൻസ് പോയി എന്ന് പറഞ്ഞിട്ടാണ് റിപ്പബ്ലിക് ഗണതന്ത്ര എന്നുള്ളൊരു പേര് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ ഈ അശോക് ഹാൾ എന്ന് പറയുന്നത് ഒറിജിനലി ഒരു ബോൾ റൂം ആയിരുന്നു. അശോക് എന്ന് പറയുന്നത് ഫ്രീ ഫ്രം ഓൾ സഫറിങ് എന്നുള്ള ഒരു കൊണോട്സ് കൂടിയിട്ടാണ് ആ ഒരു നെയിം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി ലാസ്റ്റ് ഇയറിൽ ഹിസ്റ്റോറിക് മുഗൾ ഗാർഡൻസിന് എ ഡേ ബിഫോർ ദ ഹിസ്റ്റോറിക് മുഗൾ ഗാർഡൻസ് വാസ് ഓപ്പൺ ടു ദ പബ്ലിക് ഫോർ ദ സീസൺ. അപ്പോൾ ഈ ഹിസ്റ്റോറിക് ആയിട്ടുള്ള മുഗൾ ഗാർഡൻസിന് പബ്ലിക്കിലേക്ക് തുറന്നു കൊടുക്കുന്നതിന് മുൻപ് രാഷ്ട്രപതി ഭവനിൽ ഇങ്ങനെ ഒരു കോമൺ നെയിം
ഓഫ് അമൃത് ഉദ്യാൻ എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനൗൺസ്മെന്റ് വന്നിരുന്നു. അപ്പോൾ 2022 പാത്വേ ഫ്രം രാഷ്ട്രപതി ഭവൻ ടു ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് രാജ്പഥ് എന്നായിരുന്നു മുന്നേ അറിയപ്പെട്ടിരുന്നത്. ഇപ്പം അത് കർത്തവ്യ പഥ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കുറേ പേരുകളുടെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പാരീസ് ഒളിമ്പിക്സ് ഓപ്പണിംഗ് സെറിമണി. അപ്പോൾ ആദ്യമായിട്ട് ഗെയിംസിന്റെ ഓപ്പണിംഗ് സെറിമണി എന്ന് പറയുന്നത് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ദ സ്റ്റേഡിയം, ഒരു സ്റ്റേഡിയത്തിൽ നടന്നില്ല. ഇൻസ്റ്റഡ് അതിന് പകരം അറൌണ്ട് ഒരു 85 ബോട്ട്സ് നിയർലി ഒരു 7000 അത്ലറ്റ്സിന് 6 കിലോമീറ്റർ ഫ്ലോട്ട് ചെയ്തുകൊണ്ടാണ് പരേഡ് നടന്നത്. സെയിൻ നദിയിലാണ് ഇത് നടന്നത്. സെയിൻ നദി എന്ന് പറയുന്നത് പാരീസിന്റെ ഹാർട്ടിലാണ് നിലനിൽക്കുന്നത്. അപ്പം അവിടെ ബോട്ടിൽ, അതായത് വെള്ളത്തിൽ വെച്ചിട്ടാണ് സെറിമണി നടന്നത്, സ്റ്റേഡിയത്തിലല്ല. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിന്റെ ഓപ്പണിംഗ് സെറിമണി എല്ലാ അത്ലറ്റ്സ് ഫ്രം എവറി കൺട്രി എന്നുള്ള എല്ലാവരും ഈ റിവർ പരേഡിൽ പങ്കെടുത്തു. അപ്പോൾ ഈ കോഴ്സ് ഫോർ ദ പരേഡ് ഓഫ് നേഷൻസ് വിൽ ഫോളോ എ 6 കിലോമീറ്റർ കോഴ്സ് ഓഫ് ദ സീൻ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ സീൻ നദിയിൽ 6 കിലോമീറ്ററിലാണ് ഈ ഒരു പരേഡ് നടന്നത്. ഈ പരേഡ് നേഷൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സെറിമണി എന്ന് പറയുന്നത് എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും കോമ്പറ്റിംഗ് നേഷൻസിനെയും പുറത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരേഡ് നടത്തുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് പരേഡിലെ 84ാമത്തെ കൺട്രി ആയിരുന്നു ഈ ഒരു 2024 പാരീസ് ഒളിമ്പിക്സിലെ ഓപ്പൺ സെറിമണിയിൽ. ചണ്ഡീഗഡ് ബോയ് ഫിനിഷസ് സെക്കൻഡ് ഇൻ വേൾഡ് ജൂനിയർ ഗോൾഫ് ചാമ്പ്യൻഷിപ്പ്. 14 വയസ്സ് മാത്രമുള്ള ഒരു ചണ്ഡീഗഡിൽ നിന്നുള്ള ഒരു ഗോൾഫ് പ്ലെയർ നീൽ ജോളി SCG വേൾഡ് ജൂനിയർ ഗോൾഫ് ചാമ്പ്യൻഷിപ്പ് കാലിഫോർണിയയിൽ വെച്ച് നടന്നപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പായി. അപ്പോൾ ഹീസ് കറന്റ്ലി പ്ലേസ്ഡ് സെക്കൻഡ് ഇൻ ദ IGU കാറ്റഗറി ബി റാങ്കിങ്. അപ്പോൾ IGU കാറ്റഗറി ബി റാങ്കിങ്ങിൽ അവർക്ക് നീൽ ജോളിക്ക് സെക്കൻഡ് പ്ലേസ് ഉണ്ട്. നെക്സ്റ്റ് ഗവൺമെന്റ് ലോഞ്ചസ് റിവൈസ്ഡ് മോഡൽ സ്കിൽ ലോൺ സ്കീം. അപ്പോൾ ഈ സെന്റർ എന്ന് പറയുന്ന ഒരു റിവൈസ്ഡ് മോഡൽ സ്കിൽ ലോൺ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസിന് നേഷൻസിന്റെ യൂത്തിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ജയന്ത് ചൗധരി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ഈ സ്കീം എന്ന് പറയുന്നത് സ്കിൽ എഡ്യൂക്കേഷനിൽ വരുന്ന ഫിനാൻഷ്യൽ ബാരിയേഴ്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം. അപ്പോൾ ഈ അപ്ഡേറ്റഡ് സ്കീം എന്ന് പറയുന്നത് കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ലോൺ ഏകദേശം 7.5 ലക്ഷം രൂപ വരെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിലേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്തു. NPC മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്കും കൂടെ ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ റെഡി ഫോഴ്സ് ബൈ ഫെസിലിറ്റേറ്റിംഗ് ആക്സസ് ടു ഹൈ കോസ്റ്റ് അഡ്വാൻസ്ഡ് സ്കിൽ കോഴ്സസ് എസെൻഷ്യൽ ഫോർ മീറ്റിംഗ് എമർജിംഗ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്സ്. അപ്പം നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് മാറുന്നതിനനുസരിച്ച് സ്കിൽ കോഴ്സസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ച് ഫ്യൂച്ചറിലേക്ക് വേണ്ടി വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ലേബേഴ്സ്. അപ്പോൾ ഓൾ ഇന്ത്യ CPI എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ലേബേഴ്സ് CPI AL എന്ന് പറയും, റൂറൽ ലേബേഴ്സ് CPI RL എന്ന് പറയും. അത് 11 പോയിന്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഈച്ച് ഇൻ ജൂൺ 2024. അത് 1280ഉം 1292ലേക്കും എത്തി. അതിങ്ങനെ പോയിന്റ്സിലാണ് പറയാം. അപ്പോൾ ഇയർ ഓൺ ഇയർ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് CPI ALനെയും CPI RLനെയും ബേസ് ചെയ്തിട്ടാണ്. അത് 7.02%ഉം 7.04%ഉം ആണ്. അപ്പോൾ 2023 ജൂണിൽ നോക്കുകയാണെങ്കിൽ അത് 6.31%ഉം 6.16%ഉം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് വർധനവ് ഉണ്ടായിട്ടുണ്ട്. മെയ് 2024 ഈ റേറ്റ് 7% ആയിരുന്നു CPI ALന്. CPI RLന് 7.02% ആയിരുന്നു. നെക്സ്റ്റ് CRPF ഫൗണ്ടേഷൻ ഡേ സെലിബ്രേറ്റിംഗ് വാലർ ആൻഡ് സർവീസ്. ജൂലൈ 27, 1939 CRPF എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഇന്ത്യയുടെ ഒരു ഇന്റേണൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിട്ടാണ് വന്നത്. 1949 അതിനെ റീനെയിം ചെയ്തു. VIP പ്രൊട്ടക്ഷനും ഡിസാസ്റ്റർ മാനേജ്മെന്റിനും കൗണ്ടർ ഇൻസർജൻസിക്ക് വേണ്ടിയിട്ടൊക്കെ അവർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ക്രൗൺ റെപ്രസെൻറ്റേറ്റീവ് പോലീസ് എന്നുള്ള പേരിലായിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് ഇവോൾവ് ചെയ്ത് ഒരു സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സായി. ഇപ്പോൾ നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റോളുണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു റീനെയിമിംഗ് നടത്തിയത് 1949 ഡിസംബർ 28 ലെജിസ്ലേറ്റീവ് ആക്ട് പ്രകാരം. ഇപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്.
നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് ഫെസിലിറ്റി അറ്റ് ജവഹർലാൽ നെഹ്റു പോർട്ട്. അപ്പോൾ ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി, അത് ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് ഫെസിലിറ്റി, മുംബൈയിലാണ് ഈ പോർട്ട് ഉള്ളത്. ഏകദേശം 284.19 കോടി രൂപയുടെ വാല്യൂ വരുന്ന ഒരു അഗ്രി എക്സ്പോർട്ട് ഫെസിലിറ്റിയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ശ്രീ സർബാനന്ദ സോനോവാൾ ആണ് ഇത് അപ്രൂവ് ചെയ്തത്. ഇത് ഏകദേശം ഒരു 67,422 സ്ക്വയർ മീറ്റേഴ്സ് ആണ് ഒരു ഏരിയ കവർ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റി എയിംസ് ടു സ്ട്രീംലൈൻ ലോജിസ്റ്റിക്സ്, reduce multiple handling and extend the shelf life of agriculture products, thus enhancing the export capacity of Indian agriculture commodities. അപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിൻ്റെ എക്സ്പോർട്ട് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുക, മൾട്ടിപ്പിൾ ഹാൻഡ്ലിംഗ് റെഡ്യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അതുപോലെ സ്ട്രീം ലൈൻ ലോജിസ്റ്റിക്സ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, OpenAI launches Search GPT, a new era in AI powered search. അപ്പോൾ ശരിക്കും ഇതൊരു ഇൻ്റർനെറ്റ് സെർച്ചിലൊരു ബോൾഡ് മൂവ് ആണ്. OpenAI എന്ന് പറയുന്ന കമ്പനി റവല്യൂഷണറി ആയിട്ടുള്ള ChatGPT ഉണ്ടാക്കിയവരാണ്. അവർ മറ്റൊരു AI പവേർഡ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻ ഉണ്ടാക്കി, അതിൻ്റെ പേരാണ് സെർച്ച് GPT എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ 2024. ഡേറ്റ്, തീം ആൻഡ് സിഗ്നിഫിക്കൻസ്, ഹിസ്റ്ററിയാണ് പറയുന്നത്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് പറയുന്നത് എല്ലാ വർഷവും ജൂലൈ 28-നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറൽ ഡിസീസാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഫെഷ്യസ് ഡിസീസസ് ആണ്. അപ്പോൾ ഇത് ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലിവർ ഡിസീസിലേക്കും ക്യാൻസറിലേക്കും എത്തിക്കും. അപ്പോൾ 2024 നമ്മൾ ഗ്ലോബൽ ഹെൽത്ത് ചലഞ്ചസ് ഒരുപാടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുള്ളതും ഇതിനെക്കുറിച്ചുള്ള ചികിത്സ കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളതും വളരെ അർജൻസി ആയിട്ട് വന്നിരിക്കുകയാണ്. നെക്സ്റ്റ്, HS ധലിവാൾ അപ്പോയിൻറ്റഡ് ആസ് ന്യൂ DGP ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അപ്പം മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് ജൂലൈ 25-ന് സീനിയർ IPS ഓഫീസറായിട്ടുള്ള ഹർഗോബിന്ദർ സിംഗ് ധലിവാളിനെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ റോളിന് മുമ്പ് അദ്ദേഹം 1997 ബാച്ചിലെ ഒരു IPS ഓഫീസറായിരുന്നു. അദ്ദേഹം ന്യൂഡൽഹിയിലെ ഓവർസീയിങ് ട്രാഫിക് സോൺ 2-ലെ സ്പെഷ്യൽ കമ്മീഷണർ ഓഫ് പോലീസായിട്ടായിരുന്നു സെർവ് ചെയ്തിരുന്നത്. നെക്സ്റ്റ്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇൻ ഇന്ത്യ. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിലൂടെയാണ് അതിൻ്റെ എത്രത്തോളം ഉണ്ടെന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആണ് 2017-18 മുതൽ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സർവേയുടെ പീരീഡ് എല്ലാ വർഷവും ജൂലൈ ടു ജൂൺ ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് അവൈലബിൾ ആനുവൽ റിപ്പോർട്ട് പ്രകാരം വർക്ക് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് യൂഷ്വൽ സ്റ്റാറ്റസ് ഫോർ ഏജ് 15 ഇയേഴ്സ് ആൻഡ് എബവ് ഡ്യൂറിംഗ് 2022-23 എന്ന് പറയുന്നത് 56% ആണ്. റൂറൽ ഏരിയയിൽ ഇത് 59.4% ആണ്. നെക്സ്റ്റ്, രാജ് ഭാഷ ഗൗരവ് സമ്മാൻ 2023-24 അവാർഡ് സെറിമണി. രാജ് ഭാഷ ഗൗരവ് സമ്മാൻ എന്ന് പറയുന്നത് 2023-24 അവാർഡ് വിശാഖപട്ടണം PSUN വിശാഖപട്ടണം ബൈ ടോലിക് അവർക്കാണ് കൊടുത്തത്. അപ്പോൾ ഈ സെറിമണി ഹോസ്റ്റ് ചെയ്യുന്നത് NTPC ആണ്. ഇത് 3 കാറ്റഗറീസിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ടൗൺ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റിയാണ് ടോലിക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഓണേർഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, വിശാഖപട്ടണത്താണുള്ളത്. അവർക്കാണ് രാജഭാഷ ഗൗരവ് സമ്മാൻ 2023-24 കിട്ടിയത്. ഇത് ഹോസ്റ്റ് ചെയ്തത് NTPC ആണ് ആൻഡ് പ്രിസൈഡ് ചെയ്തത് അതുൽ ഭട്ടാണ്, ടോലിക്കിൻ്റെ ചെയർമാൻ ആൻഡ് CMT ഓഫ് RINL. ഇപ്പോൾ കാറ്റഗറി 1-ൽ അവാർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈസ് HPCL വിശാഖ റിഫൈനറിക്കാണ് കിട്ടിയത്. സെക്കൻഡ് പ്രൈസ് NTPC സിംഹാദ്രിക്കാണ് കിട്ടിയത്. തേർഡ് പ്രൈസ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് കിട്ടിയത്. കാറ്റഗറി 2-ൽ ഫസ്റ്റ് പ്രൈസ് ഗെയിലിനാണ് കിട്ടിയത്. സെക്കൻഡ് പ്രൈസ് HPCL വിശാഖ റീജിയണൽ ഓഫീസിനാണ് കിട്ടിയത്. തേർഡ് പ്രൈസ് സെയിൽ ബ്രാഞ്ച് ട്രാൻസ്പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ഓഫീസിനാണ് കിട്ടിയത്. പിന്നെ കൺസോളേഷൻ പ്രൈസ് ഉണ്ടായിരുന്നു, അത് FCI റീജിയണൽ ഓഫീസിനാണ് ലഭിച്ചത്. കാറ്റഗറി 3-ലെ ഫസ്റ്റ് പ്രൈസ് MSTCക്കാണ് കിട്ടിയത്. സെക്കൻഡ് പ്രൈസ് HPCL LPGക്ക് കിട്ടി. തേർഡ് പ്രൈസ് ECGC അതായത് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് ലഭിച്ചത്. നെക്സ്റ്റ്, വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ, അത് ജൂലൈ 28-നാണ്. എല്ലാ വർഷവും ജൂലൈ 28-ന് വേൾഡ് നാച്ചുറൽ കൺസർവേഷൻ ഡേ നമ്മൾ അക്നോളജ് ചെയ്യുന്നുണ്ട്. ഹെൽത്തി എൻവയോൺമെൻറ്റ് ഹെൽത്തി സൊസൈറ്റിയുടെ ഒരു ഫൗണ്ടേഷനാണ്. അതിന് എക്നോളജ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ
ആയിട്ട് നാച്ചുറൽ റിസോഴ്സസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻസും അതിൻ്റെ അവയർനെസ്സും ഇൻക്രീസ് ചെയ്യാനാണ് ഈ ഡേ ഒബ്സർവ് ചെയ്തത്. ഇപ്രാവശ്യത്തെ ഒഫീഷ്യൽ തീം എന്ന് പറയുന്നത് കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാന്റ്സ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നുള്ളതാണ്. രാഷ്ട്രപതി ഭവൻ അനൗൺസസ് കീ ചേഞ്ചസ് ഇൻ ഗവർണർഷിപ്പ്. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ്. അവിടെ നിന്ന് ഗവർണേഴ്സ്, അതായത് ഇന്ത്യയുടെ സെവറൽ സ്റ്റേറ്റ്സിലുള്ള ഗവർണേഴ്സിനെ റീഷഫിൾ ചെയ്യാനുള്ള ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂവ് എന്ന് പറയുന്നത് ശരിക്കും പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരു മേജർ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മൂവാണ്. അതായത് ക്രൂഷ്യൽ ആയിട്ടുള്ള നാഷണൽ പൊസിഷൻസിലേക്ക് ന്യൂ ഫേസസ് ചാർജ് എടുക്കാൻ പോവാണ്. അപ്പോൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് പുതിയ ഗവർണേഴ്സ് എവിടെയൊക്കെയാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഇപ്പോൾ രാജസ്ഥാനിലേക്ക് ഹരിബാവു കിസൻ റാവു ബാഗ്ഡെ ആണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. തെലങ്കാനയിലേക്ക് ജിഷ്ണു ദേവ് വർമ്മ, സിക്കിമിൽ ഓം പ്രകാശ് മത്തൂർ, ജാർഖണ്ഡിലേക്ക് വരുന്നത് സന്തോഷ് കുമാർ ഗാംഗ്വാർ ആണ്, ഛത്തീസ്ഗഡിലേക്ക് വരുന്നത് രാമൻ ദേഖയാണ്, മേഘാലയയിലേക്ക് CH വിജയശങ്കർ, മഹാരാഷ്ട്രയിലേക്ക് CP രാധാകൃഷ്ണൻ, പഞ്ചാബിലേക്ക് ഗുലാബ് ചന്ദ് കഥാറിയ, അസാമിലേക്കും മണിപ്പൂരിലേക്കും കൂടെ ഒരു ഗവർണറാണ് ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. നെക്സ്റ്റ്, മനു ബാക്കേഴ്സ് ഹിസ്റ്റോറിക് ബ്രോൺസ് മെഡൽ അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024. അപ്പം നമുക്ക് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ കിട്ടിയിരിക്കുകയാണ്. അതൊരു ബ്രോൺസ് മെഡലാണ്. മനു ഭാക്കറാണ് ആ മെഡൽ കരസ്ഥമാക്കിയത്. അപ്പം ഇന്ത്യയുടെ സ്പോർട്സ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് വുമൺസ് 10 മീറ്റർ എയർ പിസ്റ്റൺ ഇവൻറ്റിൽ നമുക്ക് ഒരു മെഡൽ കിട്ടുന്നത്. അതും ബ്രോൺസ് മെഡൽ കിട്ടി. അപ്പോൾ ഇതൊരു റിമാർക്കബിൾ അച്ചീവ്മെൻ്റ് ആണ്. ശരിക്കും ഭാക്കർ എന്ന് പറയുന്നത് ഷൂട്ടിങ്ങിൽ ഒളിമ്പിക് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. നെക്സ്റ്റ്, സെറ്റർ ക്ലിയേഴ്സ് അർബൻ ഫ്ലഡ് മാനേജ്മെന്റ് പ്രൊജക്ട്സ് വർത്ത് 2514.36 crores ഓഫ് 5 സ്റ്റേറ്റ്സ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയുടെ വിഷൻ ആയിരുന്നു ഡിസാസ്റ്റർ റിസൈലന്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ ഹോം മിനിസ്റ്ററിന്റെ ഗൈഡൻസിൽ, ഹോം മിനിസ്റ്റർ ശ്രീ അമിത് ഷാ ആണ്, അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ കുറേ ഇനീഷ്യേറ്റീവ്സ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി നമ്പർ ഓഫ് സ്റ്റെപ്സ് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലൈഫ് ലോസ്, പ്രോപ്പർട്ടി ലോസ്, ഇതൊക്കെ ഡിസാസ്റ്ററിന്റെ സമയത്ത് ഉണ്ടാവുന്നതാണ്. അപ്പം ഇതെല്ലാം പ്രിവെന്റ് ചെയ്യുക, അതുപോലെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേജർ എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈ ലെവൽ കമ്മിറ്റി മീറ്റിംഗ് 6 പ്രൊജക്ട് പ്രപ്പോസൽസ് ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് 5 സ്റ്റേറ്റ്സിലായിട്ട്. തെലങ്കാന, ഗുജറാത്ത്, കർണാടക, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, ഈ 5 സ്റ്റേറ്റ്സിലായിട്ടാണ് ഈ പ്രൊജക്ട്സ് വരാൻ പോകുന്നത്. മൊത്തം കോസ്റ്റ് 2514.36 crores ആണ്. മെയിനായിട്ട് അർബൻ ഫ്ലഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് 6 മെട്രോ സിറ്റീസ് ആണ് വരുന്നത്: മുംബൈ, കൊൽക്കത്ത, ബാംഗ്ലൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് ആൻഡ് പൂനെ. അപ്പോൾ ഇത്തരം സിറ്റീസിലാണ് ഈ ഒരു അർബൻ ഫ്ലഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട്സ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഹേർലിയർ HLC എന്ന് പറയുന്നത് 27th November 2023 ഈ പ്രൊജക്ടിൻ്റെ അപ്രൂവൽസ് ഒക്കെ നടന്നിരുന്നതും ഈ ഫ്ലഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷനായിട്ട്. ആക്ച്വലി ഇത് തമിഴ്നാട്ടിലെ ചെന്നൈ സിറ്റിയിൽ ഫ്ലഡ് വന്ന സമയത്താണ് ഇതിൻ്റെ അപ്രൂവൽ നടത്തുക. അപ്പോൾ ആ സമയത്ത് 561.29 കോടി രൂപ ഈ ഒരു അർബൻ ഫ്ലഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, ഗവൺമെന്റ് സെറ്റിംഗ് അപ്പ് 7 PM മിത്ര പാർക്സ് വിത്ത് വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഗവൺമെന്റ് ഒരു 7 PM മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ സെറ്റപ്പ് ചെയ്യാനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PM മിത്ര പാർക്സ്, അതായത് ഒരു ഗ്രീൻഫീൽഡ് അല്ലെങ്കിൽ ബ്രൗൺ ഫീൽഡ് സൈറ്റ്സ് ആണ്. ഇതിനകത്ത് ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ തമിഴ്നാട് വിരുദ്ധനഗറിലൊക്കെ ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്ട്സ് ഉണ്ട്, അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4445 കോടി രൂപ ഒരു 7 ഇയർ പീരീഡിലേക്ക്, അതായത് 2027-28 ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, PM to chair 9th ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ഓഫ് നീതി ആയോഗ്. അപ്പോൾ പ്രൈം മിനിസ്റ്ററാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. അപ്പോൾ അദ്ദേഹം 9ാമത്തെ നീതി ആയോഗിന്റെ കൗൺസിൽ മീറ്റിംഗ് ഹെഡ് ചെയ്യാൻ പോവുകയാണ്. അത് July 27, 2024 നടന്നത്. രാഷ്ട്രപതി ഭവനിൽ കൾച്ചറൽ സെന്ററിൽ വെച്ച് ന്യൂഡൽഹിയിലാണ് നടന്നത്. അപ്പോൾ ഈ ഇയറിലെ തീം എന്ന് പറയുന്നത് വികസിത് ഭാരത് അറ്റ് 2047 എന്ന് പറയുന്നതാണ്. സെൻട്രലിൽ മെയിൻ ആയിട്ട് ഇന്ത്യയെ ഡെവലപ്ഡ് നേഷൻ ആക്കുക എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്.
നെക്സ്റ്റ്, ഇന്ത്യ അസ്യൂംസ് ചെയർ ഓഫ് ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെന്റർ. അപ്പോൾ ഇന്ത്യ ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെന്ററിന്റെ ഹെഡായിട്ട്, അത് ചെയർ ആയിട്ട് വരാൻ പോവാണ്. അപ്പോൾ ഇന്ത്യ ആണ് 2024-25 കാലത്തേക്ക് അതിന്റെ ചെയർ ആയിട്ട് വരുന്നത്. ചൈനയെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ചൈനയായിരുന്നു ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ചെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിലും ക്ലൈമറ്റ് റിസൈലൻസിലുള്ള ലീഡർഷിപ്പാണ് നമുക്ക് ഈ ഒരു ചെയറിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് July 25, 2024 ബാങ്കോക്ക്, തായ്ലൻഡിൽ വെച്ചിട്ടാണ് ഫോർമലൈസ് ചെയ്തത്. ആൻഡ് ദ അപ്പോയിൻമെന്റ് അണ്ടർസ്കോർസ് ഇന്ത്യസ് ഗ്രോയിങ് ഗ്ലോബൽ ആൻഡ് റീജിയണൽ ലീഡർഷിപ്പ് ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയുടെ കീഴിൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട് റീജിയണൽ ആയിട്ടും ഗ്ലോബൽ ആയിട്ടും ഇന്ത്യയുടെ ലീഡർഷിപ്പ് അണ്ടർസ്കോർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു അപ്പോയിൻമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, മോയിഡംസ് ഓഫ് അസാം ആഡഡ് ടു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. അപ്പോൾ അഹോം ഡൈനാസ്റ്റിയുടെ മോയിഡംസ് അസാമിലുള്ളതാണ്. അത് ഒഫീഷ്യലി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഇന്ത്യയുടെ 43ാമത്തെ എൻട്രി ആയിട്ട് അത് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. മോയിഡംസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ബറിയൽ മൗണ്ട്സ് ആണ്. അത് ചറൈദിയോ അസാമിലാണ് കാണുന്നത്. അതായത് അഹോം കിങ്സിന്റെയും ക്യൂൻസിന്റെയും നോബിൾസിന്റെയും ഒക്കെ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസസ് ആണ് ഈ മോയിഡംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോയിഡം എന്ന് പറയുന്ന ടേം വന്നത് ഒരു തായ് വേർഡിൽ നിന്നാണ്. ടു ബറി, അതുപോലെ ദ സ്പിരിറ്റ് ഓഫ് ഡെഡ് എന്ന് പറയുന്ന വേർഡ്സിൽ നിന്നാണ് ഈ ഒരു വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഈജിപ്തിന്റെ പിരമിഡ്സിനോട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചേഴ്സ് ആണ്. ശരിക്കും ആർക്കിടെക്ചർ ആയിട്ടാണെങ്കിലും കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണെങ്കിലും നമുക്കിത് കമ്പാരബിൾ ആണ്. അപ്പോൾ ദേ ആർ വാൾസ് വിത്ത് ആർച്ച്ഡ് പാസേജസ് ബിൽഡ് വിത്ത് ലെയേഴ്സ് ഓഫ് ബ്രിക്സ് ആൻഡ് എർത്ത് ഓവർ ഹെമിസ്ഫെറിക്കൽ മഡ് മൗണ്ട്സ്. അപ്പോൾ ഇത് ആർച്ച്ഡ് പാസേജസ് ഉണ്ട്. അപ്പോൾ ഇത് ബ്രിക്സ് ലെയേഴ്സ് വെച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഹെമിസ്ഫെറിക്കൽ മഡ് മൗണ്ട് അതിന് മുകളിലുണ്ടായിരിക്കും. അപ്പോൾ ഈ മൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു പോളിഗണൽ ടോ വാള് റെയിൻഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊരു ആർച്ച്ഡ് ഗേറ്റ് വേ ആയിട്ട് ഫീച്ചർ ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുക. നെക്സ്റ്റ്, ഹിസ്റ്റോറിക് കൾച്ചറൽ പ്രോപ്പർട്ടി എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ USA. അപ്പോൾ ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും കൂടി ആദ്യമായിട്ട് കൾച്ചറൽ പ്രോപ്പർട്ടി എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അത് 46ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി മീറ്റിംഗ് ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിൽ വെച്ച് നടന്നപ്പോഴാണ് ഇവരിത് സൈൻ ചെയ്തത്. അപ്പോൾ ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് to combat the illicit trafficking of Indian antiquities to the USA. അത് USA-യിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുറേ കൾച്ചറലായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കുറേ പ്രോപ്പർട്ടിയൊക്കെ ട്രാഫിക്കിംഗ് ചെയ്യുന്നുണ്ട്, ഇല്ലിസിറ്റ് ആയിട്ട് ട്രാഫിക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് അലൈൻസ് വിത്ത് ദ 1970 യുനെസ്കോ കൺവെൻഷൻ ടു വിച്ച് ബോത്ത് നേഷൻസ് ആർ സിഗ്നേറ്ററീസ്. അപ്പോൾ 1970 യുനെസ്കോ കൺവെൻഷൻ ഇത് തന്നെയാണ് പറയുന്നത്. ആ യുനെസ്കോ കൺവെൻഷനിൽ 2 നേഷൻസ്, അതായത് USA-യും ഇന്ത്യയും സിഗ്നേറ്ററീസ് ആണ്. And this agreement signifies a major step in protecting India's cultural heritage. അപ്പോൾ ഇന്ത്യയുടെ കൾച്ചറൽ ഹെറിറ്റേജ് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഒരു മേജർ സ്റ്റെപ്പായിട്ടും നമുക്ക് ഈ എഗ്രിമെന്റിനെ കാണാം. നെക്സ്റ്റ്, RBI introduces PCA framework to improve financial health of UCBs. അപ്പോൾ RBI July 26 ഒരു PCA ഫ്രെയിംവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തു ഫോർ റിലേറ്റീവ്ലി വീക്ക് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതായത് റിലേറ്റീവ്ലി വീക്ക് ആയിട്ടുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന് 100 crores എബവ് ഡെപ്പോസിറ്റ്സ് ഉള്ള ടു നേഴ്സ് ദം ബാക്ക് ടു ഹെൽത്ത്, അതിന് ഒരു ഹെൽത്തി നേച്ചറിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രെയിംവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രെയിംവർക്ക് പ്രകാരം ഫിനാൻഷ്യലി അൺസൗഡ് ആയിട്ടുള്ള ഇൽ മാനേജ്ഡ് ആയിട്ടുള്ള UCB എന്ന് പറയുന്നത് ഈ PCAയുടെ അണ്ടറിൽ കൊണ്ടുവരും. ഇഫ് ഇറ്റ് ബ്രീച്ചസ് ദ റിസ്ക് ത്രഷോൾഡ് ഓഫ് ഐഡന്റിഫൈഡ് ഇൻഡിക്കേറ്റേഴ്സ് പെർട്ടൈനിങ് ടു ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അതായത് സപ്പോസ് ഇത് ഈ ഒരു റിസ്ക് ത്രഷോൾഡൊക്കെ പ്രോഫിറ്റബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവർ ബ്രീച്ച് ചെയ്യുവാണെങ്കിൽ ഈ PCAയുടെ അണ്ടറിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ PCA ഫ്രെയിംവർക്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ RBI പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അതായത് ഇനാബിൾ സൂപ്പർവൈസറി ഇൻ്റർവെൻഷൻ അറ്റ് എൻ അപ്രോപ്രിയേറ്റ് ടൈം ആൻഡ് റിക്വയർ ദ UCBs ടു ഇനീഷ്യേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് റെമഡിയൽ മെഷേഴ്സ് ഇൻ എ ടൈംലി മാനർ ടു റീസ്റ്റോർ ദെയർ ഫിനാൻഷ്യൽ ഹെൽത്ത്. അപ്പോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് കുറച്ച് മോശമായിട്ടുള്ള UCBസിനെയാണ് PCA വർക്ക് ഫ്രെയിംവർക്കിൻ്റെ കീഴിൽ കൊണ്ടുവരിക. അപ്പോൾ അവർക്കൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈം കൊടുത്തിട്ട് റെമഡിയൽ മെഷേഴ്സ് ടൈംലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ സൂപ്പർവൈസറി ആയിട്ട് നോക്കുന്നതാണ് ഈ ഒരു PCA ഫ്രെയിംവർക്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 29th July ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ്.
അപ്പോൾ നമ്മുടെ ടൈഗർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അവയർനെസ് റൈസ് ചെയ്യുക, അതുപോലെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസ് ഫേസ് ചെയ്യുന്ന ത്രെട്ട് അതിനെ കുറിച്ചുള്ള അവയർനെസ്സും റൈസ് ചെയ്യുക. ഇതാണ് മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്. ഇപ്പം 2010 സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ടൈഗർ സബ്മിറ്റ് നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ടൈഗർ ഡേ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് WWF ഒരു ടൈഗർ പോപ്പുലേഷൻ ഒരു ഡ്രാസ്റ്റിക് ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് അപ്രോക്സിമേറ്റ്ലി ഏകദേശം 1 lakh ടൈഗേഴ്സ് വൈൽഡിൽ ഒരു സെഞ്ചുറി എഗോ തന്നെ റോംഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കറന്റ് എസ്റ്റിമേറ്റ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഓൺലി ഒരു 4000 ടൈഗേഴ്സ് മാത്രമാണ് ഇപ്പോൾ റിമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പർ വീണ്ടും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കൊരു പ്രൊജക്ട് ടൈഗർ ഉണ്ട്. അപ്പോൾ April 1, 1973 പ്രൊജക്ട് ടൈഗർ കോർബറ്റ് ടൈഗർ റിസർവിൽ നമ്മൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇപ്പം നമുക്ക് 55 ടൈഗർ റിസർവ്സ് ആണ് ഇന്ത്യക്കകത്തുള്ളത്. ഓക്കെ, ടൈഗർ റിസർവ് ഇൻ രാജസ്ഥാനിലെ ടൈഗർ റിസർവ് എന്ന് പറയുന്നതാണ് 55th ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ, ധോൽപൂർ കറൌളിയിൽ. 2022-23 കുറേ ഇന്ത്യൻ ടൈഗർ റിസർവ്സ് ഇന്റർനാഷണൽ അക്കോളേറ്റ്സ് റിസീവ് ചെയ്തിരുന്നു, അതായത് ഇന്റർനാഷണൽ ശ്രദ്ധ നേടിയിരുന്നു. അപ്പം പെഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശ്, അതുപോലെ സത്പുര ടൈഗർ റിസർവ് മധ്യപ്രദേശ്, ഇവർ ജോയിൻലി ഒരു പ്രസ്റ്റീജിയസ് T/2 അവാർഡ് കരസ്ഥമാക്കിയിരുന്നു. അപ്പോൾ ഒരു കൊമമറേറ്റീവ് പ്രോഗ്രാം, അതായത് 50 years ഓഫ് പ്രൊജക്ട് ടൈഗർ ആണ് PM മോദി അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് 2023 ലോഞ്ച് ചെയ്തിരുന്നു. 7 ബിഗ് കാറ്റ്സിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിഗ് കാറ്റ് അലയൻസ് കൊണ്ടുവന്നത്. ഈ 7 ബിഗ് കാറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ടൈഗർ, രണ്ടാമത്തേത് ലയൺ, മൂന്നാമത്തെ ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ജംഗോർ, പ്യൂമ. ഇത്രയാണ് ഈ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ വരുന്നത്. നെക്സ്റ്റ്, The National Film Development Corporation (NFDC) and Netflix India launched the Voice Box initiative to train voice-over artists in multiple languages. അപ്പോൾ NFDC എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇവർ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടാണ് ഒരു വോയിസ് ഓവർ അതായത് അപ്സ്കില്ലിംഗ് പ്രോഗ്രാം ഫോർ വോയിസ് ഓവർ ആർട്ടിസ്റ്റിന് വേണ്ട അപ്സ്കില്ലിംഗ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ദ വോയിസ് ബോക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം മൾട്ടിപ്പിൾ ലാംഗ്വേജസിലാണ് ഇത് വരുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജസ് ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, ബംഗാളി, മലയാളം, തമിഴ്, തെലുങ്ക്, ഗുജറാത്തി, അങ്ങനെ 7-8 ലാംഗ്വേജസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ സ്ട്രക്ചേർഡ് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് 7 മേജർ സിറ്റീസിൽ: ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, അഹമ്മദാബാദ്, ഹൈദരാബാദ്, ചെന്നൈ, കൊച്ചി. ഇത് ഒക്കെ വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അറ്റ്ലീസ്റ്റ് 50% ഓഫ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് വുമൻസും ആയിരിക്കും. അപ്പോൾ ഓരോ ബാച്ചിൽ നിന്നും ഈച്ച് ബാച്ച് വുഡ് അക്കോമഡേറ്റ് 30 candidates. ഓരോ ബാച്ചിലും 30 കാൻഡിഡേറ്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 210 പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്നത് പ്രിലിമിനറി സ്ക്രീനിങ് വഴിയാണ്. അറ്റ്ലീസ്റ്റ് 50% ഓഫ് ആ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് വുമൻസ് തന്നെയായിരിക്കും. അപ്പോൾ ടോപ്പ് പാർട്ടിസിപ്പൻസിനെ നെറ്റ്ഫ്ലിക്സിൻ്റെ സ്പെഷ്യൽ പ്രൊജക്റ്റ് ആയിട്ടുള്ള ആസാദി കി അമൃത് കഹാനിയ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രൊജക്റ്റ് ഉണ്ട്, അതിലേക്ക് ചൂസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വോയിസ് ഈ സ്റ്റോറീസ് നരേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിസിപ്പൻസിൻ്റെ വോയിസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇവർ കൊടുക്കുന്ന ഒരു സമ്മാനം പോലെ വരുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസാണ് അവിടെ നരേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടിസിപ്പൻസിന് കിട്ടുന്നത്. അപ്പോൾ പേൾ അക്കാദമി വിൽ ജോയിൻ ആസ് എ ട്രെയിനിങ് പാർട്ണർ ഫോർ ദിസ് പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാമിന് ഒരു ട്രെയിനിങ് പാർട്ണർ വേണമല്ലോ, അപ്പോൾ അത് പേൾ അക്കാദമിയാണ്. നെക്സ്റ്റ്, ഹുമയൂൺ ടോംബ് മ്യൂസിയം. അപ്പം കൺട്രിയിൽ ആദ്യമായിട്ടാണ് ഒരു സങ്കൺ മ്യൂസിയം ഹുമയൂൺ ടോംബ് കോംപ്ലക്സ് വരുന്നത്. അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്, ഡൽഹിയിലാണ് ഉള്ളത്. ഇത് യൂണിയൻ കൾച്ചർ മിനിസ്റ്റർ ആയിട്ടുള്ള ഗജേന്ദ്ര സിംഗ് ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. July 29 ഇനോഗ്രേഷൻ. ഇതിനകത്ത് മുഗൾ എംപറർ ഹുമയൂണിൻ്റെ ലെഗസിയാണ് ഷോക്കേസ് ചെയ്യുന്നത്. അതുപോലെ ലെസർ നോൺ, അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ലെസർ നോൺ ഫാക്ട്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നിസാമുദ്ദീൻ ലാസ്റ്റ് 7 centuries ആയിട്ടുള്ള ഹെറിറ്റേജ് ഓഫ് നിസാമുദ്ദീൻ ഏരിയ, അതിനകത്ത് ഇതും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹുമയൂണിൻ്റെ ടോംബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിഡോ ആണ് ബിൽഡ് ചെയ്തത്. ബീഘ ബീഗം എന്ന് പറയും, അല്ലെങ്കിൽ ഹാജി ബീഗം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. 1569 to 70 ആ സമയത്ത്, ഏകദേശം അദ്ദേഹത്തിൻ്റെ ഡെത്തിന് 14 yearsന് ശേഷമാണ് ഇത് ബിൽഡ് ചെയ്യപ്പെടുന്നത്.
ഈ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ഒരു പോർട്ടൽ പ്രകാരം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അഘാ ഖാൻ ട്രസ്റ്റ് ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതാണ് ഇറ്റ് ഹാസ് ബിൽഡ് ദ മ്യൂസിയം ഓൺ ബിഹാഫ് ഓഫ് ASI ആസ് പാർട്ട് ഓഫ് അർബൻ റിന്യൂവബിൾ ഇനീഷ്യേറ്റീവ്. അപ്പോൾ അർബൻ റിന്യൂവബിൾ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി ASIയുടെ ഓൺ ബിഹാഫിൽ ഈ മ്യൂസിയം പണിതത് അഘാ ഖാൻ ട്രസ്റ്റ് ഫോർ കൾച്ചറാണ്. ഈ മ്യൂസിയത്തിൽ 700ഓളം എക്സ്ക്യൂസൈറ്റ് ആയിട്ടുള്ള ആർട്ടിഫാക്ട്സ് ഉണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. 300 ഏക്കർ ഹ്യൂമയൂൺസ് ടോം സുന്ദർ നഴ്സറി നിസാമുദ്ദീൻ ബാസ്തി ഏരിയയുടെ പാർട്ട് തന്നെയാണ് അത്. അണ്ടർഗ്രൗണ്ട് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് മ്യൂസിയത്തിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് വെൽ ആയിട്ടാണ്. അതായത് 100 സീറ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ടെമ്പററി ഗാലറീസ് ഉണ്ട്, കഫേസ് ഉണ്ട്, മീറ്റിംഗ് റൂംസ് ഉണ്ട്, ലൈബ്രറി ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. എംപറർ അക്ബറിന്റെ സിൽവർ കോയിൻസ്, അത് അല്ലാ എന്ന ഒരു സൈഡിലും റാം എന്ന് മറ്റേ സൈഡിലും എഴുതിയ കോയിൻസ് ആണ്. അത് ഭയങ്കര ഫേമസ് ആണ്. അത് ഏകദേശം CE 1596 സമയത്താണ് ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് the museum also boasts an extensive array of coins representing all 18 Mughal empires. എല്ലാ 18 Mughal empires-നെയും റെപ്രസെന്റ് ചെയ്യുന്ന കോയിൻസ് അവിടെയുണ്ട്. ബഹദൂർ ഷാ സഫാസ് ത്രോൺ സെർവസ് എ പോയിഗ്നന്റ് റിമൈൻഡർ ഓഫ് ദ എംപയേഴ്സ് ഡിക്ലൈൻ. എംപയറിന്റെ ഡിക്ലൈൻ കാണിക്കുന്ന ബഹദൂർ ഷാ സഫറിന്റെ ത്രോണും ഇതിനകത്ത് ഉണ്ട്. എർത്ത് സയൻസ് മിനിസ്ട്രി സെലിബ്രേറ്റ്സ് ITS 18th ഫൗണ്ടേഷൻ ഡേ. അപ്പോൾ ഇത് പൃഥ്വി ഭവൻ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്തത്. മിനിസ്ട്രി എന്ന് പറയുന്നത് 27 ജൂലൈ 2006 ഫൗണ്ട് ചെയ്തത്. ആൻഡ് ഒരു 2 decades ഓഫ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ എർത്ത് സിസ്റ്റം സയൻസിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ. പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊഫസർ അജയ് കുമാർ സൂദാണ് ഈ ഫൗണ്ടേഷൻ ഡേയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്. നെക്സ്റ്റ്, Commemorative postage stamp released for 25th anniversary of കാർഗിൽ വിജയ് ദിവസ്. അപ്പോൾ കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ 25th ആനിവേഴ്സറി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റേജ് സ്റ്റാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് കാർഗിൽ വിജയ് ദിവസിൻ്റെ സിൽവർ ജൂബിലി അറ്റ് ദ്രാസ് കാർഗിലിൽ ലഡാക്കിൽ. അപ്പോൾ ഈ സ്പെഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാർഗിൽ വാറിലെ വിക്ടറി കാണിക്കുന്ന 25th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അൺമാച്ച്ഡ് ആയിട്ടുള്ള ബ്രേവറി, ഡിറ്റർമിനേഷൻ, സാക്രിഫൈസ് ഒക്കെ കാഴ്ചവെച്ച നമ്മുടെ ആംഡ് ഫോഴ്സസിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സമർപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഓൺ കാർഗിൽ വിജയ് ദിവസ് സെവറൽ BJP ലെഡ് സ്റ്റേറ്റ്സ് അനൗൺസ് ജോബ് കോട്ടാസ് ഫോർ അഗ്നിവീസ്. ഗുജറാത്ത്, ഒഡീഷ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ പോലുള്ള പല സ്റ്റേറ്റ്സിലും പോലീസ് ഫോഴ്സസിലും ഗവൺമെൻറ് ജോബ്സിനൊക്കെ അഗ്നിവേഴ്സിന് റിസർവേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹരിയാനയിലെ നായബ് സിംഗ് സൈനി ഗവൺമെൻറ് 10% ഹൊറിസോണ്ടൽ റിസർവേഷൻ ഗവൺമെൻറ് ജോബ്സിൽ 17 ജൂലൈ മുതൽ അഗ്നിവേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെൻറ്റർ അഗ്നിപത് സ്കീം 2022 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു ഇറ്റ്സ് ഫോർ എ ഷോർട്ട് ടൈം ഇൻഡക്ഷൻ ഓഫ് പേഴ്സണൽ ഇൻ ദ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് വിത്ത് എൻ എയിം ടു ബ്രിങ് ഡൗൺ ദ ഏജ് പ്രൊഫൈൽ ഓഫ് ദി 3 സർവീസസ്. ഈ 3 സർവീസസിലേക്കും ഷോർട്ട് ടൈം ആയിട്ട് ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ആർമി, നേവി, എയർഫോഴ്സിലേക്ക് ഷോർട്ട് ടൈം ആയിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അഗ്നിപത് സ്കീം എന്ന് പറയുന്നത്. 2022 തുടങ്ങിയത്. അപ്പോൾ ഈ സ്കീം അഗ്നിവീറിനകത്തേക്ക് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ മെയിനായിട്ട് 17-നും 17.5-ഉം 21-നും ഇടയിലുള്ള the age group of 17.5 and 21 for a block period of 4 years with a provision to retain 25% of them for another 15 years. അതായത് ഏകദേശം 17 മുതൽ 20 ആ ഒരു ഏജ് ഗ്രൂപ്പിനകത്തേക്ക് വരുന്നവരെ 4 വർഷത്തേക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 25% ആൾക്കാരെ 15 ഇയേഴ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നതായിരുന്നു ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫെയേഴ്സ് 10% വേക്കൻസീസ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റിന്, അതുപോലെ പാർലമെൻ്ററി ഫോഴ്സസിലൊക്കെ എക്സ് അഗ്നിവേഴ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, സുദീപ്ത സെൻഗുപ്ത റിലീസ്ഡ് ഹെയർ മെമ്മോയർ ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയേഴ്സ്. അപ്പോൾ ഒരു ന്യൂ ബുക്ക്, അതിനകത്ത് ക്രോണിക്ലിംഗ് ദ വർക്ക് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് സുദീപ്ത സെൻഗുപ്ത. ഒരു പൈനിയറിംഗ് ജിയോളജിസ്റ്റാണ്, മൗണ്ടെയ്നറാണ്. അപ്പോൾ സെൻഗുപ്ത എന്ന് പറയുന്നത് 3rd ഇന്ത്യൻ എക്സ്പെഡീഷൻ ടു അന്റാർട്ടിക്കയുടെ ഭാഗമായിരുന്നു. അത് December 3, 1983 മുതൽ March 25, 1984 വരെയാണ് നടന്നത്. അപ്പോൾ ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഹാർപ്പർ കോളിൻസ് ഇന്ത്യയാണ് പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, ഗവൺമെൻറ് സെറ്റ് എ ടാർഗറ്റ് ടു ഓപ്പൺ 25,000
PMBJKs by 31st March 2027 across India. ഇപ്പോൾ PMBJK എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രാസ് ആണ്. അപ്പോൾ ഇത് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയുടെ കീഴിലാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ, മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് നവംബർ 2008 ഇത് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്വാളിറ്റി മെഡിസിൻസ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിൽ എല്ലാവർക്കും, പർട്ടിക്കുലർലി പൂർ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു എയിം. നെക്സ്റ്റ്, CSIR ലോഞ്ചസ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ പാക്കേജിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് CSIR എന്ന് പറയുന്നത്. ഇവരൊരു നാഷണൽ മിഷൻ ഓൺ സയൻറ്റിഫിക് പാക്കേജിംഗ് സൊല്യൂഷൻസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ മിഷൻ എന്ന് പറയുന്നത് ഫണ്ട് ചെയ്യുന്നത് CSIR തന്നെയാണ്. സസ്റ്റൈനബിൾ പാക്കേജിംഗ് ഡിമാൻഡ്സിന് വേണ്ട സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ പാക്കേജിംഗ് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുക, സ്മാർട്ട് റീസൈക്ലിംഗ് റീയൂസ് മെത്തേഡ്സ് കൊണ്ടുവരിക, അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള സ്മാർട്ട് റിലയബിൾ ആയിട്ട് അഡ്വാൻസ്ഡ് ടെസ്റ്റിങ്ങും മോണിറ്ററിംഗ് ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വിൽ ഓൾസോ സീ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കൺട്രീസ് പൈനറിംഗ് ബയോഡീഗ്രേഡബിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് സെന്റർ. അപ്പോൾ ബയോഡീഗ്രേഡബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന മോണിറ്ററിംഗ് സെന്റേഴ്സ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. നെക്സ്റ്റ്, ഗുജറാത്ത് ടു എസ്റ്റാബ്ലിഷ് ഗ്രിറ്റ് തിങ്ക് ടാങ്ക്. അപ്പോൾ ഗുജറാത്ത് CM ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്ത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ ഗ്രിറ്റ് മോഡൽ, അത് നീതി ആയോഗ് മോഡൽ ഇതൊന്നാണ്. അവരൊരു ഇനീഷ്യേറ്റീവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. PM മോദിയുടെ മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പരിപാടി 2047 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ ഡെവലപ്ഡ് ആക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ പട്ടേൽ ഗുജറാത്ത് അറ്റ് 2047 ഡൈനാമിക് ഡോക്യുമെന്റ് റോഡ് മാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വികസിത് ഗുജറാത്ത് ഫോർ എ വികസിത് ഭാരത് എന്നുള്ളതാണ് അവരുടെ ഒരു ടാഗ് ലൈൻ. വി വേദാചലം വിൻസ് വി വെങ്കയ്യ എപ്പിഗ്രഫി അവാർഡ് 2024. അപ്പോൾ വി വേദാചലത്തിന് എമിനന്റ് തമിഴ് എപ്പിഗ്രാഫറാണ്, ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിന് വി വെങ്കയ്യ എപ്പിഗ്രഫി അവാർഡ് 2024 കിട്ടിയിരിക്കുകയാണ്. ഡോക്ടർ വേദാചലം എന്ന് പറയുന്നത് ഹാസ് റിട്ടൺ ആൻഡ് co-written more than 25 books on subjects. അതായത് എപ്പിഗ്രഫി, ന്യൂമിസ്മാറ്റിക്സ്, ടെമ്പിൾ ആർട്ട്, റിലീജിയൻ, സൊസൈറ്റിയിലൊക്കെ 25-ലധികം ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ അവാർഡ് എന്ന് പറയുന്നത് വി വെങ്കയ്യയുടെ പേരിലാണ് വരുന്നത്. അദ്ദേഹം ആദ്യത്തെ ഇന്ത്യൻ ചീഫ് എപ്പിഗ്രാഫിസ്റ്റ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. നെക്സ്റ്റ്, UN CITAD റിപ്പോർട്ട് ഇന്ത്യ സോ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ഇൻ ഇലക്ട്രോണിക് വേസ്റ്റ് ജനറേഷൻ, a 163% surge in electronic waste generation from 2010 to 2022. അപ്പോൾ 2024 ഡിജിറ്റൽ എക്കണോമി റിപ്പോർട്ട് ഷേപ്പിംഗ് ആൻഡ് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡിജിറ്റൽ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് യുണൈറ്റഡ് നേഷൻസ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, അതാണ് UN CITAD അവർ ഇറക്കിയിരുന്നു. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ഏഷ്യയിലുള്ളതാണ് കൂടുതലായിട്ട് 2022 മോസ്റ്റ് വേസ്റ്റ് ജനറേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചൈനയാണ്. ഓൾമോസ്റ്റ് ഹാഫ് വേസ്റ്റും ജനറേറ്റ് ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ഡിജിറ്റലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ്, ടോക്സിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള ആഴ്സനിക്, കാഡ്മിയം, ലെഡ്, മെർക്കുറി ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് പൊല്യൂട്ടൻസ് ആണ്. ഇത് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്ത് ട്രീറ്റ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ മെയിനായിട്ട് എൻവയോൺമെൻറ്റിനും ഹ്യൂമൻ ഹെൽത്തിനൊക്കെ ഡാമേജിങ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന പൊല്യൂട്ടൻസ് ആണ് ഈ പറഞ്ഞതെല്ലാം. നെക്സ്റ്റ്, ഗൂഗിൾ, Tata Motors, Amazon, Jio and Apple ranked as the most inclusive brands in India. Cantor study. ഇപ്പോൾ കാന്തർ ബ്രാൻഡ് ഇൻക്ലൂഷൻ ഇൻഡെക്സ് 2024 സർവേയിൽ അത് ഏകദേശം മോർ ദാൻ 23,000 പീപ്പിൾ 18 കൺട്രീസിലായിട്ടാണ് സർവേ നടത്തിയത്. ഇന്ത്യ കംപ്രൈസസ് 1,000+ റെസ്പോണ്ടൻസ് വിത്ത് എൻ ഇൻക്ലൂസീവ് ഡെമോഗ്രാഫിക്. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ ഓഫ് ഇന്ത്യ ബ്രാൻഡ് ഇൻക്ലൂസീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതായത് സ്കിൻ കെയർ, ബാങ്കിങ്, ഓട്ടോമോട്ടീവ്, ടെക്നോളജി കാറ്റഗറീസിനെയാണ് എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ ഇന്ത്യ ഇൻഡെക്സ് റാങ്ക്ഡ് ഗൂഗിൾ, ടാറ്റ മോട്ടോഴ്സ്, ആമസോൺ, ജിയോ, ആപ്പിൾ. ഇതാണ് മോസ്റ്റ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇന്ത്യയിലെ ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്ലോബൽ ഇൻഡെക്സ് ഓഫ് വേൾഡ്സ് മോസ്റ്റ് ഇൻക്ലൂസീവ് ബ്രാൻഡ്സിൽ ഗൂഗിൾ, ആമസോൺ, നൈക്ക്, ഡോവ്, MC ഡൊണാൾഡ്സ്, അതുപോലെ ഇതൊക്കെയാണ് ഗ്ലോബൽ ടോപ്പ് 5 ബ്രാൻഡ്സ് ആയിട്ട് പറയുന്നത്. 75% ഓഫ് കൺസ്യൂമേഴ്സ് അക്രോസ് ദി ഗ്ലോബ് DEI, അതായത് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു
റെപ്യൂട്ടേഷൻ ഇൻഫ്ലുവൻസസ് ദെയർ പർച്ചേസ് ബിഹേവിയർ. അവരുടെ പർച്ചേസ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ DEI ആണ്, അതായത് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ. ഇത് മൂന്നുമാണ്. നെക്സ്റ്റ്, പാർലെ കണ്ടിന്യൂസ് ടു ബി ദ മോസ്റ്റ് ചൂസൺ ഇൻ ഹോം FMCG ബ്രാൻഡ്. ഇപ്പോൾ പാർലെ എന്ന് പറയുന്നത് ടോപ്പ് ഇൻ ഹോം ബിസ്ക്കറ്റ് ബ്രാൻഡ്. ഹോം ബിസ്ക്കറ്റ് ബ്രാൻഡ് ഏറ്റവും ടോപ്പ് പാർലെയാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ആ ഒരു ബ്രാൻഡ് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്, അക്കോർഡിംഗ് ടു കാന്താസ് ബ്രാൻഡ് ഫുഡ് പ്രിന്റ് റിപ്പോർട്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ബ്രാൻഡ് ബേസ്ഡ് ആണ് ഓൺ കൺസ്യൂമർ റീച്ച് പോയിന്റ്സ്. കൺസ്യൂമർ റീച്ച് പോയിന്റ്സ് വെച്ചിട്ട് ബ്രാൻഡ് ബേസ്ഡ് ആയിട്ടാണ് അവർ റിപ്പോർട്ട് ഇറക്കുന്നത്. CRP considers the actual purchase made by consumers and the frequency at which these purchases are made in a calendar year. അപ്പോൾ ഒരു കലണ്ടർ ഇയറിൽ ഈ പർച്ചേസസിൻ്റെ ഫ്രീക്വൻസിയും കൺസ്യൂമേഴ്സ് എത്രത്തോളം ആക്ച്വലി പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് CRP എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് CRPS ഓഫ് 445 ബ്രാൻഡ്സിൻ്റെയാണ് മെഷർ ചെയ്തത്. മറ്റ് ബ്രാൻഡ്സ് ഇൻ ടോപ്പ് 5 റാങ്കിങ്സിനകത്ത് വരുന്നത് ബ്രിട്ടാനിയ, അമൂൽ, ക്ലിനിക് പ്ലസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്നിവരൊക്കെയാണ്. നെക്സ്റ്റ്, ഓറോപൗച്ചി വൈറസ്. ബ്രസീലിൽ വേൾഡിൽ ആദ്യമായിട്ട് ഓറോപോച്ചി വൈറസിൻ്റെ ഒരു ഡെത്ത് റിപ്പോർട്ട് ചെയ്തു. ഇതൊരു അൺനോൺ ഡിസീസാണ്. ആക്ച്വലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മിഡ്ജസും മോസ്കിറ്റോസും വഴി, അവരുടെ ബൈറ്റ് വഴിയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. സിംറ്റംസ് എന്ന് പറയുന്നത് ഡെങ്കുവിൻ്റെ അതേ സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഇവർ എക്സിബിറ്റ് ചെയ്തത്. ഈ വൈറസ് ആദ്യം ഡിസ്കവർ ചെയ്തത് ട്രിനിഡാഡ്, ടൊബാഗോ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ 1955 ഇത് മിഡ്ജസിൻ്റെ ബൈറ്റ് വഴിയാണ് അന്ന് ട്രാൻസ്മിറ്റ് ചെയ്തത്. ഇതിനകത്ത് ഇത് മോസ്കിറ്റോ വഴിയും ഇത് സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് പിന്നീട് കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഡിസീസ് എന്ന് പറയുന്നത് അത്ര കണ്ടിജിയസ് അല്ല. പ്രഗ്നന്റ് വുമണിന് ഈ വൈറസ് അവരുടെ അൺബോൺ ചിൽഡ്രനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, പ്രഗ്നന്റ് വുമണിന് ഈ വൈറസ് എഫക്ട് ചെയ്താൽ അത് അൺബോൺ ആയിട്ടുള്ള ചിൽഡ്രൻസിലേക്ക് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ, അതും സിവിയർ ആയിട്ടുള്ള കേസസിൽ ഒക്കുവർ ആകാറുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സോ വാക്സിൻസോ ഈ വൈറസിന് വേണ്ടി ഇതുവരെയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ കേസസ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, കരീബിയൻ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ബ്രസീലിയൻ ഹെൽത്ത് മിനിസ്ട്രി പറയുന്നത് ബ്രസീലിൽ തന്നെ 7236 കേസസ് 2024 റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. നെക്സ്റ്റ്, റിസർച്ചേഴ്സ് ഫൗണ്ട് തിൻസബാരിൻ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ് ഡാമേജ് ടു ഹ്യൂമൻ സെൽസ് ഡ്യൂ ടു സ്പിറ്റിംഗ് കോബ്ര വെനം. അപ്പോൾ ഇതൊരു ഡ്രഗാണ്. സീരിയസ് ബ്ലഡ് ക്ലോട്ട്, അതായത് ഡീപ് വെനം ത്രോംബോസിസ് എന്ന് പറയുന്ന സീരിയസ് ബ്ലഡ് ക്ലോട്ടിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിന് കോബ്ര വെനം സ്പിറ്റ് ചെയ്യുന്നത്, അതായത് കോബ്ര എന്ന് പറയുന്നത് പാമ്പാണ്. ആ പാമ്പ് കുത്തുമ്പോൾ അതിൻ്റെ വെനം നമ്മുടെ ശരീരത്തിലേക്ക് വരും. അപ്പോൾ അതുവഴി ഡാമേജ് ആകുന്ന സെൽസിനെ റിഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രഗിന് സാധിക്കുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. നെക്സ്റ്റ്, NSA Ajit Doval represents India at 4th annual BIMSTEC Security Chiefs meeting in Naypyidaw. ഇപ്പോൾ BIMSTEC എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടിപ്പിൾ സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് മ്യാൻമാർ സീനിയർ ജനറൽ മിൻ ഓങ് ഹിലാങ് ആണ് ഇത് നടത്തുന്നത്. അപ്പോൾ BIMSTEC സെക്യൂരിറ്റി ചീഫ് മീറ്റിംഗ് എന്ന് പറയുന്നത് 2016 ഗോവയിലാണ് ബിംസ്റ്റെക് ലീഡേഴ്സ് റിട്രീറ്റ് ചെയ്തത്. അപ്പോൾ അവരൊരു ഡിസിഷൻ എടുത്തു, ആനുവലായിട്ട് ഈ മെമ്പർ കൺട്രീസിൻ്റെ സെക്യൂരിറ്റി ചീഫുകൾ മീറ്റിംഗ് നടത്തണം എന്നുള്ളത്. അവിടെ മുതൽ 4 മീറ്റിങ്ങുകളാണ് ഇതുവരെ നടന്നത്. അപ്പോൾ ബിംസ്റ്റെക് എന്ന് പറയുന്നത് 1997 എസ്റ്റാബ്ലിഷ് ചെയ്ത് ശരിക്കും ഒരു റീജിയണൽ ഗ്രൂപ്പാണ്. അതായത് ബേ ഓഫ് ബംഗാൾ റീജിയനിലുള്ള സ്റ്റേറ്റ്സ് തമ്മിൽ, അല്ലെങ്കിൽ അവിടെയുള്ള കൺട്രീസ് തമ്മിലുള്ള ഒരു കോപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കറൻ്റ്ലി 7 മെമ്പേഴ്സ് ആണുള്ളത്. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, തായ്ലൻഡ് ആൻഡ് മ്യാൻമർ. ബിംസ്റ്റെക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ധാക്ക, ബംഗ്ലാദേശിലാണ്. നെക്സ്റ്റ്, ഹിസ്റ്റോറിക് കൾച്ചറൽ പ്രോപ്പർട്ടി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. അപ്പോൾ ഇന്ത്യയും USA. ഇന്ത്യയും USA തമ്മിൽ ആദ്യമായിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള കൾച്ചറൽ പ്രോപ്പർട്ടി ട്രാഫിക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ US ഇന്ത്യ കൾച്ചറൽ പ്രോപ്പർട്ടി എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും യൂണിയൻ കൾച്ചറൽ സെക്രട്ടറി ആയിട്ടുള്ള കോവിന്ദ് മോഹനും US എൻവോയ് എറിക് ഗാർസെറ്റിയും തമ്മിലാണ് ഇതൊരു സൈൻ ചെയ്തത്. 46 സെക്ഷൻ ഓഫ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. ഹിസ്റ്റോറിക് കൾച്ചറൽ പ്രോപ്പർട്ടി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് US എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക് ആർട്ടിഫാക്റ്റ് US നിന്ന് ഇന്ത്യയിലേക്ക് സ്മൂത്ത് റിപ്പാട്രിയേഷന് അലോ ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ 297 ഐറ്റംസ് that are lying in the US ready to be repatriated. അതായത് US ഏകദേശം 297 ഐറ്റംസ് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്.
But India ranks 29 existing US bilateral cultural property agreement partners. UK and India launches new technology security initiative. ഇപ്പോൾ ഗവൺമെൻറ്റ്സ് ഓഫ് ഇന്ത്യ ആൻഡ് UK ജസ്റ്റ് സ്റ്റാർട്ടഡ് ദ ടെക്നോളജി സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പാണ്. അതായത് ടെക്നോളജീസിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടും നാഷണൽ സെക്യൂരിറ്റിയും എക്കണോമിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ TSIയുടെ കീഴിൽ, അതായത് ടെക്നോളജി സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവിൻ്റെ കീഴിൽ 2 വേ സിസ്റ്റമാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് ഉണ്ട് 2 കൺട്രീസിനും ഇൻചാർജ് ആയിട്ട്. അതുപോലെ ദിസ് സിസ്റ്റം വിൽ ഹാൻഡിൽ ട്രേഡ് പ്രോബ്ലംസ് ഇൻവോൾവിങ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ന്യൂ ടെക്നോളജീസ്. അതായത് പുതുതായിട്ടുള്ള ടെക്നോളജീസ് ഇൻവോൾവ്, അതിൻ്റെ ട്രേഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിൽ ഈ സിസ്റ്റംസ് ഹാൻഡിൽ ചെയ്യും. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഓഫ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ ഡിസ്കസ് ചെയ്യും. TSA എന്ന് പറയുന്നത് പീപ്പിൾസിന് കുറേ ഏരിയാസിൽ ഒന്നിച്ച് വർക്ക് ടുഗദർ ചെയ്ത് അത് ഈസിയർ ആക്കാനും ടെലികോം, സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, ബയോടെക്നോളജി, ഹെൽത്ത് ടെക്, ക്രിട്ടിക്കൽ മിനറൽസ്, ഇത്രയും ഏരിയാസിൽ ഒന്നിച്ച് വർക്ക് ടുഗദർ ചെയ്യുക, അത് ഈസിയർ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സുഹേൽ അജാസ് ഖാൻ കൺകറൻ്റ്ലി അപ്പോയിൻറ്റഡ് ആസ് അംബാസിഡർ ടു യമൻ. സുഹേൽ അജാസ് ഖാൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. യമൻ എന്ന് പറയുന്നത് ഒരു സൊവേറിയൻ സ്റ്റേറ്റ് ആണ്, വെസ്റ്റ് ഏഷ്യയിലുള്ളതാണ്. ഇത് സദേൺ അറേബ്യൻ പെനിൻസുലയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യ ടു ദ നോർത്ത്, ഇതിൻ്റെ ഒരു ബോർഡർ നോക്കുകയാണെങ്കിൽ നോർത്തിൽ സൗദി അറേബ്യ, ഒമാൻ നോർത്ത് ഈസ്റ്റിൽ, ഇന്ത്യൻ ഓഷ്യൻ സൗത്തിൽ. നെക്സ്റ്റ്, ഫ്രഞ്ച് ആൽപ്സ് ടു ഹോസ്റ്റ് 2030 ഒളിമ്പിക് വിൻ്റർ ഗെയിംസ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി 26th വിൻ്റർ ഒളിമ്പിക് ഗെയിംസ് 2030 ഫ്രഞ്ച് ആൽപ്സിൽ വെച്ചിട്ടാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് എന്ന് പറയുന്നത് വിൻ്റർ ഗെയിംസ് 4th ടൈമിലാണ് ഇൻ ദ ഹിസ്റ്ററിയിൽ അവർ 4th ടൈമാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 1924 അവർ ഹോസ്റ്റ് ചെയ്തിരുന്നു, 1968 അവർ ഹോസ്റ്റ് ചെയ്തിരുന്നു, 1992 അവർ ഹോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വിൻ്റർ ഗെയിംസ് എന്ന് പറയുന്നത് മിലാനോ കോർട്ടിയാന 2026 ആണ്. ഇറ്റാലിയൻ സിറ്റീസ് ഓഫ് മിലാൻ, കോർട്ടിയാന, ഡി അംപേസോ എന്ന് പറയുന്ന സിറ്റീസിലാണ് ഇത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, അജിൻക്യ നായക് ബിക്കംസ് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ യങ്ങസ്റ്റ് എവർ പ്രസിഡന്റ്. അപ്പോൾ അജിൻക്യ നായക് 37 വയസ്സേ ഉള്ളൂ. അപ്പോൾ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ യങ്ങസ്റ്റ് പ്രസിഡന്റായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, സൂര്യകുമാർ യാദവ് നെയിംഡ് ഇന്ത്യ 2020 ക്യാപ്റ്റൻ. ഇപ്പോൾ ദ ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI സൂര്യകുമാർ യാദവിനെ നെക്സ്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് കൺഫേം ചെയ്തിരിക്കുകയാണ്. രോഹിത് ശർമ്മയെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് പുതിയ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം വരുന്നത്. India has maintained its 124th position in the latest FIFA men's ranking. Next, 29th July വേൾഡ് ORS ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, അതാണ് ORSൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ഡയറിയ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ നന്നായി ഉണ്ടാകും. ആ സമയത്ത് ഡീഹൈഡ്രേഷനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ORS സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഡെത്തിന് കാരണമാകുന്ന ഒരു ഡിസീസും കൂടിയാണ് ഡയറിയ, അതായത് ഈ ഡീഹൈഡ്രേഷൻ വന്നിട്ട് മരിക്കുക എന്നുള്ളത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് മാജിക് മിക്സ്ചർ എന്നുള്ളതാണ്. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ORS സൊല്യൂഷനെ ഒരു ടോട്ടൽ ഓസ്മോളാരിറ്റി 245 mmol/ലിറ്റർ എന്നുള്ളത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഡയറിയയും മറ്റ് കാരണങ്ങളാലും ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് ഇഫക്റ്റീവ്ലി തടയാൻ വേണ്ടിയിട്ട് ഉള്ള അതിൻ്റെ ഒരു ഓസ്മോളാരിറ്റി, അതിൻ്റെ ഒരു അളവ് ഇത്രയും വേണം എന്നുള്ളത് WHO റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, 13th ജൂലൈ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് 2011 ആദ്യമായിട്ട് പ്രൊക്ലൈം ചെയ്തത്. അത് UN ജനറൽ അസംബ്ലിയാണ് കൊണ്ടുവന്നത്. അതായത് പീപ്പിൾസും കൺട്രീസും കൾച്ചേഴ്സും ഇൻഡിവിജ്വൽസൊക്കെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ഒരു ഐഡിയ അത് ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാജ്യങ്ങൾക്കിടയിലും കമ്മ്യൂണിറ്റീസിനിടയിലും ഒക്കെ ഒരു പീസ് ഇഫേർട്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, 13th ജൂലൈ വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസ് കൂടെയാണ്. അപ്പം ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ലീവ് നോ ചൈൽഡ് ബിഹൈൻഡ് ഇൻ ദ ഫൈറ്റ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നാണ്. അതായത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ചിൽഡ്രൻസിനെയാണ്.
ഇപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു വിക്ടിംസ് ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ 3 വിക്ടിംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ എന്തായാലും ചൈൽഡ് ആയിരിക്കും. കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ചിൽഡ്രൻസിനെയാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ചിൽഡ്രൻസിന് കുറച്ചും കൂടെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു തീം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ക്രൈം എൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഉണ്ട്. അതായത് ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, NGO സ്റ്റാഫ്, ഇത്തരത്തിൽ വേൾഡിൻ്റെ പല ഭാഗത്തായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇവരെ ഓണർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മനോജ് മിറ്റാൽ ടേക്സ് ചാർജസ് സിഡ്ബീസ് CMD ആഫ്റ്റർ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ മനോജ് മിറ്റാൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ സിഡ്ബി ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് April 2, 1919 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ലക്നൗ ആണ്, ഉത്തർപ്രദേശ്. നെക്സ്റ്റ്, ലാവോസ് ഇഷ്യൂസ് വേൾഡ്സ് ഫസ്റ്റ് എവർ സ്റ്റാമ്പ് ഡെപിക്റ്റിംഗ് ശ്രീ രാം ലല്ല ഓഫ് അയോധ്യ. അപ്പോൾ EAM ജയ്ശങ്കർ, അതായത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് ജയ്ശങ്കർ. അദ്ദേഹമാണ് ഹി അൺവെയിൽസ് ദ കൊമമറേറ്റീവ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഓഫ് രാംലല്ല ഇൻ ലാവോസ്. ലാവോസിൽ രാംലല്ലയുടെ പോസ്റ്റ് സ്റ്റാമ്പ് കമമറേറ്റ് ചെയ്ത അദ്ദേഹമാണ്. ലാവോ PDR, അതായത് ലാവോ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് നമ്മുടെ അയോധ്യയിലെ ശ്രീരാം ലല്ലയെ ഫീച്ചർ ചെയ്തുകൊണ്ട് ഒരു സ്റ്റാമ്പ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കൺട്രി ഇത്തരത്തിലൊരു ഡേറ്റിനെ ഡെപിക്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത് 2 ഡിസ്റ്റിങ്റ്റീവ് സ്റ്റാമ്പാണ് വരുന്നത്. ഒരെണ്ണത്തിൽ ലോർഡ് ബുദ്ധ ഓഫ് ലോങ് പ്രഭാങ് ആണ് വരുന്നത്, ആൻഷ്യൻ ക്യാപിറ്റൽ ഓഫ് ലാവോസിൽ. അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ബുദ്ധിസ്റ്റ് സൈറ്റാണ്. മറ്റേതിൽ ലോർഡ് ശ്രീറാം ഓഫ് അയോധ്യ. അപ്പോൾ ലാവോസിലെ രാമായണ എന്ന് പറയുന്നത് രാമഖീൻ എന്നറിയപ്പെടുന്നുണ്ട്. സ്റ്റോറി ഓഫ് ഫ്രാ ലാക് ഫ്രാ റാം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയും രാമായണയുടെ ചില രാമായണം തന്നെ രാമഖീൻ എന്നുള്ള പേരിൽ അവിടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഓഫൺ പെർഫോം ഡ്യൂറിങ് ഓസ്പീഷ്യസ് ഒക്കേഷൻസ്. അപ്പോൾ ഓസ്പീഷ്യസ് ഒക്കേഷൻസിലാണ് ഇത് പെർഫോം ചെയ്യാറുമുണ്ട്, ഈ സ്റ്റോറി ഓഫ് ഫ്രാ ലാക് ഫ്രാ റാം എന്ന് പറയുന്നത്. ഈ സ്റ്റാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് ഷെയർഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ലാവോ PDR ആൻഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ലാവോ PDRും ഈ ഷെയർഡ് കൾച്ചറൽ ഹെറിറ്റേജ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു തീം. അപ്പോൾ ഇതൊരു ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ടൈ ആണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ലാവോസിലേക്കുള്ള അംബാസഡർ പ്രശാന്ത് അഗർവാൾ ആണ്. നെക്സ്റ്റ്, നിത അംബാനി ഇനോഗ്രേറ്റ്സ് ഇന്ത്യ ഹൗസ് എ ഫസ്റ്റ് ഫോർ ദ കൺട്രി അറ്റ് ദ ഒളിമ്പിക്സ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യമായിട്ട് ഇന്ത്യൻ കൺട്രിയുടെ ഒരു ഇന്ത്യൻ ഹൗസ് ഒളിമ്പിക്സിൻ്റെ വേദിയിൽ റിലയൻസ് ഫൗണ്ടേഷൻ്റെ പാർട്ട്ണർഷിപ്പോട് കൂടി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെയും പാർട്ട്ണർഷിപ്പോട് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിത അംബാനിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. നിത അംബാനി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മെമ്പറാണ്, അതുപോലെ റിലയൻസ് ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറുമാണ്. അപ്പോൾ ഇന്ത്യ ഹൗസ് എന്ന് പറയുന്നത് പാർക്ക് ഡില വില്ലറ്റെ പാർക്ക് ഓഫ് നേഷൻസിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒളിമ്പിക്സിൻ്റെ സമയത്ത് ത്രൂ ഔട്ട് ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ്, വുമൻസ് ഏഷ്യ കപ്പ് ഫൈനൽ 2024 ശ്രീലങ്ക ബീറ്റ് ഇന്ത്യ ഇൻ ഫൈനൽസ്. അപ്പോൾ ശ്രീലങ്കൻ വുമൻസ് ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത് ലിഫ്റ്റ് ദെയർ മെയ്ഡൻ വുമൻസ് ക്രിക്കറ്റ് ഏഷ്യ കപ്പ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീലങ്കയാണ്. അപ്പോൾ അവർ തന്നെയാണ് ഫൈനലിൽ എത്തിയതും. ദ 9th വുമൻസ് ക്രിക്കറ്റ് ഏഷ്യ കപ്പ് എന്ന് പറയുന്നത് റങ്കിരി ധാംബുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം ധാംബുള്ള ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് നടന്നത്. India is the only team that has played in the finals of all the Asian Cups and have been the most successful team with 7 title wins. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഈ എല്ലാ ഏഷ്യൻ കപ്സിൻ്റെ ഫൈനലിൽ എത്തിയ ഒരു ടീമാണ്. മാത്രമല്ല 7 പ്രാവശ്യം ഈ ടൈറ്റിൽ വിൻ ചെയ്ത ഒരു മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചമാരി അന്തപ്പാത്തുതു ആണ്. നെക്സ്റ്റ്, ലെവിസ് ഹാമിൽട്ടൺ വിൻസ് ബെൽഗിയൻ ഗ്രാൻഡ് പ്രിക്സ് ആഫ്റ്റർ ജോർജ് റൂസൽ ഡിസ്ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ലൂയിസ് ഹാമിൽട്ടൺ എന്ന് പറയുന്നത് ബെൽജിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ഫസ്റ്റ് പ്ലേസിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ഇത് മെഴ്സിഡസ് ടീംമേറ്റ് ആയിട്ടുള്ള ജോർജ് റൂസലിനെ ഡിസ്ക്വാളിഫൈ ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹം ഫസ്റ്റ് പ്ലേസിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ്,
all 5 Indian participants bagged medals at 54th International Physics Olympiad 2024. 2024 54ാമത്തെ ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പിയാഡിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 5 ഇന്ത്യൻസിനും മെഡൽസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ 54th ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പിയാഡ് 2024 ജൂലൈ 21 മുതൽ ജൂലൈ 29 വരെ ഇസ്ഫഹാൻ ഇറാനിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ 5 ഇന്ത്യൻ പാർട്ടിസിപ്പൻസ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അവർ 5 പേർക്കും അതിൽ 2 പേർക്ക് ഗോൾഡ് മെഡലും 3 പേർക്ക് സിൽവർ മെഡലുമാണ് കിട്ടിയത്. റിതം കേഡിയ ഫ്രം ഛത്തീസ്ഗഡ്, അതുപോലെ വേദ് ലഹോത്തി ഫ്രം മധ്യപ്രദേശ്, അവർക്കാണ് ഗോൾഡ് മെഡൽസ് കിട്ടിയത്. ഇപ്പോൾ ടോട്ടൽ 193 സ്റ്റുഡൻസ് 43 കൺട്രീസിൽ നിന്നായിട്ട് ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. കൺട്രി വൈസ് മെഡൽ ടാലി നോക്കുകയാണെങ്കിൽ ഇന്ത്യ 4th പൊസിഷനാണ്, ജോയിൻലി വിത്ത് വിയറ്റ്നാം ഇന്ത്യയുടെ 4th പൊസിഷനിൽ വരുന്നത്, ചൈനയാണ് ടോപ്പ് പൊസിഷനിൽ വരുന്നിരിക്കുന്നത്. നെക്സ്റ്റ്, government to celebrate 4th anniversary of NEP 2020 with Akhil Bharatiya Shiksha Samangam in ന്യൂഡൽഹി. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതാണ് NEP 2020 എന്ന് പറയുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 4th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് വിത്ത് ABSS, അതായത് അഖില ഭാരതീയ ശിക്ഷ സമാഗം 2024. ഇത് മനേക്ഷ സെൻട്രൽ ഓഡിറ്റോറിയം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യസ് ആവറേജ് ഡാറ്റ ബ്രീച്ച് കോസ്റ്റ് ടോപ്ഡ് $2 million in 2023 RBI റിപ്പോർട്ട്. ഇപ്പോൾ ആവറേജ് കോസ്റ്റ് ഓഫ് ഡാറ്റ ബ്രീച്ച് ഇന്ത്യയിൽ 28% ജമ്പ് ചെയ്തിരിക്കുകയാണ് ബിറ്റ്വീൻ 2020 and 2023. അത് $2.18 million റീച്ച് ചെയ്തിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു കറൻസി ആൻഡ് ഫിനാൻസിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രി വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൈബർ അറ്റാക്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഇസ് ദ മോസ്റ്റ് വൾണറബിൾ ടു സച്ച് ഇൻസിഡൻസ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഡാറ്റ ബ്രീച്ച് അതുപോലെയുള്ള സൈബർ അറ്റാക്സ് ഒക്കെ ഒത്തിരി കൂടി വരികയാണ്. അതിൽ ഏറ്റവും ടോപ്പിൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീനെയാണെന്നാണ് RBI പറയുന്നത്. ഇപ്പോൾ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ അത് ഇറ്റ്സ് ഗവേൺഡ് ബൈ വെൽ ഡിഫൈൻഡ് റെഗുലേഷൻ ഈസ് റിലേറ്റീവ്ലി പ്രൊട്ടക്റ്റഡ് ഫ്രം സച്ച് അറ്റാക്സ്. അവർ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഫിഷിംഗ് അറ്റാക്സ് ആണ് കുറച്ചും കൂടെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്, 22% ഷെയർ, ഫോളോഡ് ബൈ 16% ഫോർ സ്റ്റോളൻ ആൻഡ് കംപ്രൈസ്ഡ് ക്രെഡൻഷ്യൽസ്. അപ്പോൾ ഫിഷിംഗ് അറ്റാക്സ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ അറ്റാക്സിലുള്ള റൈസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ എക്കണോമീനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കൺട്രിയുടെ 10% ഓഫ് കൺട്രീസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് ഇസ് എക്സ്പെക്ടഡ് ടു ഡബിൾ ടു 20% ബൈ 2026. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഡിജിറ്റൽ എക്കണോമി എന്ന് പറയുന്നത് കൺട്രിയുടെ GDPയുടെ 10% ആണ്. അപ്പോൾ അതിൽ 2026 20% വരും എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഡിജിറ്റൽ എക്കണോമിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ റിയൽ ടൈം പേയ്മെന്റ്സിൽ ഏറ്റവും ലീഡിൽ നിൽക്കുന്ന ആളാണ്. 48.5% ഗ്ലോബൽ മാർക്കറ്റിലും കൗണ്ട് ചെയ്യുന്നത് ഈ ഇന്ത്യയുടെ റിയൽ ടൈം പേയ്മെന്റ് ആണ്. Domestic digital payment have recorded a compound annual growth rate of 50% and 10% in volume and value terms. അപ്പോൾ വോളിയം ആൻഡ് വാല്യൂ ടേംസിൽ 50% and 10% ആണ് വരുന്നത് 2017-18 ഫിനാൻഷ്യൽ ഇയർ മുതൽ. നെക്സ്റ്റ്, ഇൻ എ ഫസ്റ്റ് പെരിയാർ ടൈഗർ റിസർവ് ഇൻസ്റ്റാൾസ് വിൻഡ് ടർബൈൻ ഇൻ ഇറ്റ്സ് ഫോറസ്റ്റ് ഫോർ പവർ ജനറേഷൻ. അപ്പോൾ ആദ്യമായിട്ട് പെരിയാർ ടൈഗർ റിസർവ് തേക്കടിയിലാണുള്ളത് കേരളത്തിൽ. അവിടെ ഒരു വിൻഡ് ടർബൈൻ അവർ വെച്ചിരിക്കുകയാണ്. അത് അവരൊരു റിയൽ ടൈം മോണിറ്ററിംഗ് ക്യാമറ വെച്ചിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. വൈഫൈ കണക്ടിവിറ്റിയും ഫോറസ്റ്റിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വിൻഡ് ടർബൈൻ സ്ഥാപിക്കുന്നത്. ഈ സെക്ഷൻസ് ആണ് ഇതുവരെ ഈ സെക്ഷൻസ് ഒരു സോളാർ പവർ വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സോളാർ പവറിനായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസസിലൊക്കെ. ഫോക്കി ക്ലൈമറ്റും ഹെവി റെയിനൊക്കെ ഉള്ളതുകൊണ്ട് ഈ സോളാർ പാനൽസ് കൃത്യമായിട്ടുള്ള എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യാറില്ല. അതുകൊണ്ടാണ് വിൻഡ് ടർബൈൻസ് സ്ഥാപിക്കാൻ കാരണമായത്. ഇനി പെരിയാർ ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ഓഫ് കേരളയിലാണ്. അതിന് നെയിം കിട്ടിയത് റിവർ പെരിയാർ ഈ റിസർവിന്റെ ഒരു ഡീപ്പ് ഇൻസൈഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ റിസർവിന് പെരിയാർ ടൈഗർ റിസർവ് എന്നുള്ള പേര് കിട്ടിയത്. 2 മെയിൻ റിവേഴ്സ് ആണ് ഈ റിസർവിൽ ഡ്രെയിൻ ചെയ്യുന്നത്, മുല്ലയാറും പെരിയാറും. അപ്പോൾ കുറേ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത്. മാനൻസും പാലിയൻസും ഒക്കെ ഇതിനകത്ത് ഒരുപാട് ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീലഗിരി താറിൻ്റെ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഹാബിറ്റേറ്റ് ആയിട്ട് കണക്കാക്കുന്നതും ഈ പെരിയാർ ടൈഗർ റിസർവ് ആണ്.
നെക്സ്റ്റ്, ചാൾസ് ഡാർവിൻസ് ഫ്രോഗ് എക്സിബിറ്റ് യുണീക്ക് അപ്സൈഡ് ഡൗൺ സ്പോണിംഗ് ബിഹേവിയർ. ഇപ്പോൾ ഇൻഡോ അമേരിക്കൻ ടീം ഓഫ് ബയോളജിസ്റ്റ് ഒരു എക്സ്ട്രാ ഓർഡിനറി റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ ചാൾസ് ഡാർവിൻ ഫ്രോഗ് എന്നറിയപ്പെടുന്ന അതിൻ്റെ ഒരു സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് മിനർവാരിയ ചാൾസ് ഡാർവിനി എന്നാണ്. അതിനൊരു എക്സ്ട്രാ റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ആണ്. ആൻഡമാൻ ഐലൻഡ്സിൽ മാത്രം എൻഡമിക് ആയിട്ട് കാണപ്പെടുന്ന ഒരു എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ആണ് ഈ ചാൾസ് ഡാർവിൻ ഫ്രോഗ് എന്ന് പറയുന്നത്. അപ്പം മറ്റ് ഫ്രോഗ് പോലെയല്ല ഈ സ്പീഷ്യസിൽ എഗ് എന്ന് പറയുന്നത് എഗ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ്, അതായത് അപ്സൈഡ് ഡൗൺ പൊസിഷനിലാണ് ഓൺ ദ ഇന്നർ വാൾസ് ഓഫ് വാട്ടർ ഫിൽഡ് ട്രീ ക്യാവിറ്റീസിന്റെ ഇന്നർ വോൾസിലാണ് അല്ലെങ്കിൽ റൂട്ട് ബട്ടർസസിലൊക്കെയാണ് ഇവരിത് മുട്ടയിടുന്നത്. അപ്പോൾ ഒരിക്കൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ എഗ്സ് ഇവൻച്വലി വാട്ടർ ഫ്ലോ ബിലോ വാട്ടറിലേക്ക് ഫോളോ ചെയ്യും. അങ്ങനെ അത് ടാഡ്പോൾസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റ് ഫ്രോഗ്സ് ഒക്കെ ടെറസ്ട്രിയൽ എഗ്സ് ലേ ചെയ്യുന്നത് അപ്സൈഡ് ഡൗൺ പൊസിഷനിൽ ട്രീ ഹോൾസിനുള്ളിലാണ്. ഇപ്പോൾ ചാൾസ് ഡാർവിൻ ഫ്രോഗ് എന്ന് പറയുന്നത് വൾണറബിൾ ആയിട്ട് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, അതായത് IUCN വൾണറബിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഫ്രോഗാണ്. നെക്സ്റ്റ്, ടെക് ലീഡേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് അറ്റ് വേൾഡ് എഡ്യൂക്കേഷൻ കോൺഫറൻസ് 2024 ഇൻ ദുബായ്. അപ്പോൾ ടെക് ലീഡേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒഫീഷ്യലി വേൾഡ് എഡ്യൂക്കേഷൻ കോൺഫറൻസ് 2024 നടന്നപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫെഡറേഷൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അസോസിയേഷൻ ആണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. ഹംദാൻ ബിൻ മുഹമ്മദ് സ്മാർട്ട് യൂണിവേഴ്സിറ്റി ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. ഇപ്പോൾ TLFI എന്ന് പറയുന്നത്, അതായത് ടെക് ലീഡേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ന്യൂ ഇനീഷ്യേറ്റീവ് ആണ്. എഞ്ചിനീയേഴ്സിനെ എംപവർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സിന് വേണ്ട റിസോഴ്സസ്, നോളജ്, ആവശ്യമുള്ള നെറ്റ്വർക്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ടെക്നിക്കൽ അഡ്വാൻസ്മെന്റിലേക്ക് അവർ ഡ്രൈവ് ചെയ്യുക. അത് ഇന്റർനാഷണലി അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ആർമി ലോഞ്ചസ് സെഹത് ടെലി കൺസൾട്ടൻസി ഫോർ വെറ്ററൻസ്. എക്സ് സർവീസ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം, അതാണ് ECHS എന്ന് പറയുന്നത്. അവരാണ് സെഹത്ത് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വെറ്ററൻസിന് ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻ ഹോമിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ECHS ബെനിഫിഷ്യറീസിന് ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻസ് അവരുടെ ഹോമിൽ കിട്ടും. അവർ ECHS പോളിക്ലിനിക്കിൽ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യം ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഈ സഹേത് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വീഡിയോ ബേസ്ഡ് കൺസൾട്ടേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഹെൽത്ത് കെയർ ഡെലിവറി വെറ്ററൻസിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനും അത് എൻഹാൻസ് ചെയ്യാനും ടൈമിലി ക്വാളിറ്റി മെഡിക്കൽ കെയർ റിമോട്ട്ലി എത്തിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. നെക്സ്റ്റ്, UP അസംബ്ലി പാസസ് അമെൻഡഡ് ആന്റി കൺവേർഷൻ ബിൽ. അപ്പോൾ ഉത്തർപ്രദേശ് അസംബ്ലി ജൂലൈ 30 UP പ്രൊഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയൻ അമെൻമെന്റ് ബിൽ 2024 പാസ് ചെയ്തു. അതായത് ഇത് ഫോഴ്സ്ഡ് കൺവേർഷൻസിന് പണിഷ്മെന്റ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് അമെൻമെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ദ പണിഷ്മെന്റ് ഫോർ മാരിങ് എ വുമൺ ബൈ ഡിസീവിങ് her or converting her religion was 10 years with a fine of 50,000 rupees. അപ്പോൾ ഒരു വുമണിനെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിച്ച് അവരെ മറ്റൊരു റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത് 10 വർഷം വരെ തടവും 50,000 രൂപ വരെ ഫൈനും കിട്ടുന്ന ഒരു കുറ്റമായിട്ടാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ ന്യൂ ബില്ലെന്ന് പറയുന്നത് ലൈഫ് ഇംപ്രിസൺമെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സിംഗിൾ നാഷണൽ സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് ഫോർ പാക്സ് കമ്പ്യൂട്ടറൈസേഷൻ. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏകദേശം 2516 കോടി രൂപ പാക്സ് കമ്പ്യൂട്ടറൈസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്രോസ് 27 സ്റ്റേറ്റ്സിലായിട്ട്. ഇത് ERP സോഫ്റ്റ്വെയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഇവരുടെ എഫിഷ്യൻസിയും സർവീസ് ഡൈവേഴ്സിഫൈ ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് പാക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ERF ബേസ്ഡ് ആയിട്ടുള്ള നാഷണൽ സോഫ്റ്റ്വെയർ വഴി. അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നബാർഡ് ലിങ്കിങ് ദം വിത്ത് നബാർഡ്, ഇവരെ നബാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക ത്രൂ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ ജൂലൈ 21, 2024 വരെ 25,904 പാക്സ് ആണ് അക്രോസ് 27 UTസിലുമായിട്ട് ഓൺബോർഡ് ചെയ്തത് ഈ ERP സിസ്റ്റത്തിൽ. നെക്സ്റ്റ്, GRI യങ്ങസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് പാരാ സ്വിമ്മർ ടു ക്രോസ് ദ ഇംഗ്ലീഷ് ചാനൽ. ഇപ്പോൾ 16ാമത്തെ വയസ്സിലാണ് GRI, അദ്ദേഹം ഒരു പാരാ സ്വിമ്മറാണ്. അവർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരാളാണ്.
ആദ്യമായിട്ട് 17 hours 25 minutes കൊണ്ട് ഒരു വേൾഡ് റെക്കോർഡോട് കൂടി ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ സഫർ ചെയ്യുന്ന ഇവർ 34 കിലോമീറ്റർ സൂം ചെയ്ത് അബൌട്ട് ക്ലിഫ് ഇംഗ്ലണ്ടിൽ നിന്ന് പോയിന്റ് ഡി ലാ കോർട്ടെ ഡു ഫ്രാൻസിലേക്ക് 17 hours 25 minutes കൊണ്ടാണ് എത്തിയത്. ഇതേ GR റോയ് തന്നെ പാർക്ക് സ്ട്രേറ്റ് നീന്തി കടന്നതിന് റെക്കോർഡ് നേടിയിട്ടുണ്ട്. യങ്ങസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് സ്വിമ്മർ ടു ക്രോസ് ദ പാർക്ക് സ്ട്രേറ്റ്. അതൊരു 29 കിലോമീറ്റർ സ്ട്രെച്ചാണ്. തലൈമന്നാർ ശ്രീലങ്കയിൽ നിന്ന് ധനുഷ്കോടി ഇന്ത്യയെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇവർ. ഷീ കംപ്ലീറ്റഡ് ദിസ് ഫീറ്റ് ഇൻ 30 hours and 10 minutes ഓൺ March 20, 2022. 2022 March 20 13 hours 10 minutes കൊണ്ടാണ് അവർ ഈ ഒരു 29 കിലോമീറ്റർ സ്ട്രെച്ച് പാർക്ക് സ്ട്രേറ്റ് നീന്തി കടന്നത്. Next, 3.5 lakh AP farmers benefited from PM Fasal Bima Yojana in 2022-23. അപ്പോൾ ഏകദേശം 3,49,633 ഫാമേഴ്സിനാണ് 563 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റിൽ വന്ന 2022-23 ഫിനാൻഷ്യൽ ഇയറിലേക്ക് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പർ ഓഫ് ഫാമേഴ്സ് എൻറോൾ ചെയ്തത് ആന്ധ്രാപ്രദേശിൽ AP കാര്യമാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശിൽ 1.23 crore ആണ് ആൻഡ് 1.31 crore റെസ്പെക്റ്റീവ്ലി ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2022-23 ആൻഡ് 23-24. അപ്പോൾ 23-24ലേക്ക് എത്തിയപ്പോൾ തന്നെ അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ രാംനാഥ് താക്കൂർ ആണ് ഈ ഒരു ഡാറ്റ പുറത്തുവിട്ടത്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്താണെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. 2016 ലോഞ്ച് ചെയ്തത്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇത് നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്. ആൻഡ് മോഡിഫൈഡ് നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീമാണ് ഈ ഒരു ഫസൽ ബീമ യോജന എന്ന് പറയുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഫാർമേഴ്സ് ഷെയർ ക്രോപ്പേഴ്സ് ആയിരിക്കണം. ടെനന്റ് ഫാമേഴ്സ് ആണെങ്കിൽ നോട്ടിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് നോട്ടിഫൈഡ് ഏരിയയിൽ എലിജിബിൾ കവറേജിൽ ഗ്രോ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കവറേജും ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഇവരുടെ നോട്ടിഫൈഡ് ക്രോപ്സിന് ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും. നാച്ചുറൽ കലാമിറ്റിയോ പെസ്റ്റോ ഡെസ്റ്റോ ഡിസീസോ കാരണം ഇവർക്ക് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ കണ്ടിന്യൂസ് ഫാമിങ്ങിൽ എൻഷുർ ചെയ്തുകൊണ്ട് ഫാമേഴ്സിൻ്റെ ഇൻകം സ്റ്റെബിലൈസ് ചെയ്യിക്കാം. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മോഡേൺ അഗ്രികൾച്ചർ പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഫാമേഴ്സിനെ എൻകറേജ് ചെയ്യുക. അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള ക്രെഡിറ്റ് ഫ്ലോ എൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെബി ലോഞ്ചസ് AI ചാറ്റ്ബോട്ട് സേവ ഫോർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി. അവർ സേവ എന്ന് പറയുന്ന AI പവേർഡ് ആയിട്ടുള്ള ഒരു ചാറ്റ്ബോട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് ഇൻവെസ്റ്റേഴ്സിനെയും അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഇനീഷ്യേറ്റീവ് ഇൻവെസ്റ്ററിന്റെ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാനും ക്രൂഷ്യൽ മാർക്കറ്റ് ഇൻഫർമേഷൻ ആക്സസിബിലിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഹമാസ് ചീഫ് ഇസ്മായിൽ ഹനിയേഹ് കിൽഡ് ഇൻ ഇറാൻ. ഹമാസിന്റെ പൊളിറ്റിക്കൽ ചീഫായിട്ടുള്ള ഇസ്മായിൽ ഹനിയേഹ് ഇറാൻ ക്യാപിറ്റലായിട്ട് തെഹ്റാനിൽ വെച്ച് അസാസിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഹനിയേഹ് അദ്ദേഹത്തിന്റെ ഒരു വൺ ഓഫ് ദി ബോഡി ഗാർഡും അവിടുത്തെ തെഹ്റാനിലെ ഒരു ബിൽഡിങ്ങിൽ വെച്ച് സ്റ്റക്കായപ്പോഴും അവിടെ വെച്ച് സ്റ്റേ ചെയ്തതിനിടയിലാണ് കൊല്ലപ്പെടുന്നത്. തെഹ്റാനിൽ ഹനിയേഹ് എത്തിയത് ഇറാന്റെ പ്രസിഡന്റ് മസൗദ് പെസെഷിക്കാൻ ജൂലൈ 30 നടത്തുന്ന ഒരു സെറിമണി ഇനോഗ്രേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നെക്സ്റ്റ്, മോഹ്സിൻ നഖ്വി സെറ്റ് ടു ബിക്കം പ്രസിഡന്റ് ഓഫ് ദ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ചേഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ് മോഹ്സിൻ നഖ്വി. ആക്ച്വലി കറന്റ്ലി മോഹ്സിൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഡെസ്റ്റിനേഷൻസ് ഓൺ ടൈംസ് വേൾഡ് ഗ്രേറ്റസ്റ്റ് പ്ലേസസ് ഓഫ് 2024. അപ്പോൾ ടൈം മാഗസിൻ്റെ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് പ്ലേസ് ഓഫ് 2024 ഇന്ത്യയിൽ നിന്ന് 3 ഡെസ്റ്റിനേഷൻസ് ഇൻക്ലൂഡഡ് ആണ്. ഒന്ന്, മ്യൂസിയം ഓഫ് സൊല്യൂഷൻസ് ഇൻ മുംബൈ. ഇതൊരു ഇന്നോവേറ്റീവ് ചിൽഡ്രൻസ് എക്സിബിറ്റ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ മാനൻ ചോക്ലേറ്റ് ഇൻ ഹൈദരാബാദ്. അതുപോലെ നാർ എന്ന് പറയുന്നത് ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ്. ലീഡ് ചെയ്യുന്നത് ചെഫ് പ്രതീക് സന്തു ആണ്. ഇത് അമയ ബുട്ടിക് ഹോട്ടൽ ഹിമാചൽ പ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്,
ജപ്പാൻസ് സാതോ ഗോൾഡ് മൈൻ ഗെയിൻസ് യുനെസ്കോ സ്റ്റാറ്റസ്. ഇപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ജപ്പാന്റെ കോൺട്രവേഴ്സിയിലായിട്ടുള്ള സാതോ ഗോൾഡ് മൈനിനെ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം കൺട്രി എഗ്രീഡ് ടു ഇൻക്ലൂഡ് ഇറ്റ് ഇൻ എക്സിബിറ്റ് ഓഫ് ഇറ്റ്സ് ഡാർക്ക് ഹിസ്റ്ററി ടു അബ്യൂസിങ് കൊറിയൻ ലേബേഴ്സ് ഡ്യൂറിംഗ് വേൾഡ് വാർ 2. അപ്പോൾ വേൾഡ് വാർ 2ന്റെ സമയത്ത് കൊറിയൻ ലേബേഴ്സിനെ അബ്യൂസ് ചെയ്ത ഒരു ഡാർക്ക് ഹിസ്റ്ററി ഉള്ള ഒരു മൈനാണ് ഈ ഒരു സാതോ ഗോൾഡ് മൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് ടോക്കിയോ അതുപോലെ സിയോൾ തമ്മിലുള്ള ഒരു ടൈ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, INS തബാർ റീച്ചസ് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ഫോർ റഷ്യൻ നേവി ഡേ സെലിബ്രേഷൻസ്. INS തബാർ എന്ന് പറയുന്നത് ഇന്ത്യൻ നേവി സ്റ്റീൽ ഫ്രിഗേറ്റ് ആണ്. അത് സെന്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യയിൽ എത്തിയിരിക്കുകയാണ്. റഷ്യൻ നേവി ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ 328ാമത്തെ റഷ്യൻ നേവി ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് INS തബാർ റഷ്യയിലേക്ക് പോയിരിക്കുന്നത്. ഈ ഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ ഫ്ലീറ്റ് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഇതിന്റെ ഭാഗമാണ്. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.